ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങൾ. ഇത് വാസ്തവത്തിൽ ഇന്നലെ ക്ലബ് ഹൗസിൽ നടന്ന ഒരു ചർച്ചയാണ്. അതിനുവേണ്ടി ഞങ്ങൾ റെക്കോർഡ് ചെയ്തതാണ്, ലൈവ് ഇടുകയും ചെയ്തു. പക്ഷേ ദയനീയമായ വിധത്തിൽ ലൈവ് പരാജയപ്പെട്ടു, ഓഡിയോ ഒന്നും കിട്ടിയില്ല. പിന്നീട് ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഇത് വീണ്ടും റെക്കോർഡ് ചെയ്ത് തന്നെ ഇടാം. മാത്രമല്ല സമയത്തിൻ്റെ പരിമിതി കൊണ്ട് കുറേ ഹദീസുകൾ ഞാൻ ഇന്നലെ പറയാതെ വിട്ടിരുന്നു. ആ ഹദീസുകളെല്ലാം ചേർത്ത് ഇന്ന് അത് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ റെക്കോർഡ് ചെയ്യുന്നതാണിത്. ഇത് ഇങ്ങനൊരു വീഡിയോ ചെയ്യുവാനുള്ള കാരണം, അല്ലെങ്കിൽ ഇന്നലെ ഇങ്ങനെ ഒരു ചർച്ച ഞങ്ങൾ വെക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, കുപ്രസിദ്ധ ധാവാക്കാരനായ MC അബ്ദുൽ നാസർ മീരാൻ കുപ്രസിദ്ധ കൾട്ട് വീരനായ ഷിബു ബക്കറിൻ്റെ ഗ്ലോറിയസ് ഗോസ്പെലിനെ വിമർശിച്ചുകൊണ്ടിട്ട റൂമിൽ ഞങ്ങൾക്കെതിരെ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട് എന്നതിനാലാണ്. അബ്ദുൽ നാസർ മീരാൻ അവിടെ പറഞ്ഞത്, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കേസാണ്. അവരുടെ കാവ്, അവരുടെ തെയ്യം, അവരുടെ മഞ്ഞക്കുറി. ഞങ്ങൾക്ക് ഇതിലെന്ത് റോള്? ഞങ്ങൾക്ക് ഒരു റോളും ഇല്ല. ഞങ്ങൾ പുറമേ ഇരുന്ന് ഇങ്ങനെ കളി കാണുകയായിരുന്നു. എന്താണ് ഇവന്മാർ ഈ പറയുന്നത്? തമ്മിലടിയല്ലേ എന്താണെന്ന് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിലാണ് ഒരാവശ്യവുമില്ലാതെ ഈ അബ്ദുൽ നാസർ മീരാൻ ഞങ്ങളെ കയറി ചൊറിഞ്ഞത്. ഈ അനിൽകുമാർ അയ്യപ്പനും ട്രൂത്ത് ഫൈറ്റേഴ്സും ഒക്കെ കളവുകൾ പ്രചരിപ്പിക്കുന്നു. ഇല്ലാത്ത ഹദീസുകളും മുസ്ലിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത, അവർക്ക് അപരിചിതമായ, അവർക്ക് അറിയാത്തതായ വ്യാജ ഹദീസുകളൊക്കെ എടുത്തുകൊണ്ടുവന്ന് അവരുടെ കരളിൻ്റെ കരളായ പ്രവാചകനെ പൊതുജനമധ്യത്തിൽ അവഹേളിക്കുന്നു എന്നാണ് ഈ അബ്ദുൽ നാസർ മീരാനും അയാളുടെ ശിങ്കിടിയായ, പേര് വയ്ക്കാതെ വണ്ടി നമ്പർ വെച്ച് നടക്കുന്ന വേറൊരാളും പറഞ്ഞത്. ഈ ഷിബു ബക്കറിൻ്റെ ഇപ്പോഴത്തെ സ്പോൺസർമാരായ ജിഹാദികളും തമ്മിലുള്ള അടിപിടിയിൽ ഞങ്ങൾക്കൊരു റോളും ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. ഒരാവശ്യവുമില്ലാതെ അബ്ദുൽ നാസർ മീരാൻ ഞങ്ങളെ കയറി ചൊറിഞ്ഞതാണ്. ഒരാവശ്യവുമില്ല. അബ്ദുൽ നാസർ മീരാൻ പറഞ്ഞ് ഞങ്ങൾ കളവ് പറഞ്ഞാണ്, മുസ്ലിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പല ഹദീസുകളും ഞങ്ങൾ എടുത്തുകൊണ്ട് വരുന്നു എന്നൊക്കെ. അത് ശരിയായിരിക്കും. ആ പറഞ്ഞതിൽ രണ്ടാമത് പറഞ്ഞ ഭാഗം ശരിയാണ്. കളവ് പറഞ്ഞു എന്നുള്ളതല്ല, മുസ്ലിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഹദീസുകൾ, അത് ശരിയായിരിക്കും. ഈ അബ്ദുൽ നാസർ മീരാനെ വിട്, അയാൾ പുത്തൻ മുസ്ലിമാണ്, അങ്ങോട്ടേക്ക് മതം മാറിപ്പോയ ആളാണ്. അവിടെ ഒരു ഇസ്ലാമിക പണ്ഡിതനായിട്ട് നിൽക്കുന്ന ആളുണ്ടല്ലോ, വലിയ ദാവാക്കാരൻ MM അക്ബർ, അതല്ല വേറെ ഒരു മുജാഹിദ് ബാലിശ്ശേരി, ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടല്ലോ. ഇവർ പോലും വായിച്ചിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത ഹദീസുകൾ വായിച്ചിട്ടുള്ളവരാണ് ഞങ്ങൾ. മനസ്സിലായ? വളരെ അഭിമാനത്തോടുകൂടെ തന്നെ പറയുന്നത്, അഹങ്കാരമൊന്നുമല്ല. ഞങ്ങൾ പല പുസ്തകങ്ങളും ഞങ്ങൾ തപ്പിപ്പോയി എടുത്ത് വായിച്ചിട്ടുണ്ട്. ഇവർക്കൊന്നും ആ പുസ്തകങ്ങളുടെ ആവശ്യം ഉണ്ടാവില്ലായിരിക്കും. ഇവർക്ക് വേറെ ജനങ്ങളുടെ മുമ്പിൽ വെള്ളം പൂശാൻ ആവശ്യമുള്ള പുസ്തകങ്ങളെ അവർക്ക് ആവശ്യമുള്ളൂ, അതേ അവർ വായിച്ചിട്ടുണ്ടാവുള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെയുള്ള പുസ്തകമല്ല. ഇസ്ലാം എന്ന് പറയുന്ന ആ പൈശാചികത, ആ അപകടം, അത് കേരള സമൂഹത്തിനുണ്ടാക്കുന്ന ദോഷം എത്രയാണെന്ന് മലയാളികളോട് പറയണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പോയി ഇവരുടെ പല പണ്ഡിതന്മാരുടെയും പുസ്തകങ്ങൾ, ഇവരുടെ പല പ്രമാണ ഗ്രന്ഥങ്ങളും ഒക്കെ ഞങ്ങൾ പോയി വായിച്ച് നോക്കിയിട്ടുണ്ട്. മനസ്സിലായോ? ഞങ്ങളത് വായിച്ച് നോക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങളതൊക്കെ കൊണ്ടുവന്ന് ഇവിടെ പറയുന്നത്. അപ്പം നിങ്ങളത് കേട്ടിട്ടില്ല എന്നുള്ളതിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളത് വായിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ്, ഞങ്ങളുടെ കുഴപ്പമൊന്നുമല്ല. മനസ്സിലായ? പ്രമാണത്തിൽ നിങ്ങൾക്ക് അറിവില്ലാത്തതിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ വായിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ വായിച്ച ഈ ഹദീസുകൾ അതെങ്ങനെയാണ് ഇല്ലാത്ത ഹദീസുകളാകുന്നത്? നിങ്ങളുടെ ആളുകൾ ഇറക്കിയിരിക്കുന്ന നിങ്ങളുടെ പുസ്തകങ്ങളിൽ നിന്ന്, ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്ന് ഞങ്ങൾ വായിച്ചതാണല്ലോ. അത് ഇല്ലാത്തതാണെന്ന് നിങ്ങളെങ്ങനെയാണ് മീരാനെ പറയുക? ഇതിനു മുമ്പും പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ തമ്മിൽ വല്ല അടിയുണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ തീർത്തോളണം. ഞങ്ങൾ പുറമേ ഇരുന്ന് കാണുകയുള്ളൂ, അതിൽ ഇടപെടുക പോലും ഇല്ല. ഞങ്ങൾ ചുമ്മാ പുറത്തിരുന്ന് ഇരിക്കുകയുള്ളൂ. പക്ഷെ ഒരാവശ്യമില്ലാതെ അതിനകത്തേക്ക് ഞങ്ങളെ വലിച്ചടയ്ക്കാൻ നിൽക്കരുത്. ഞങ്ങളെ വലിച്ചടച്ചിട്ട് ഇത് ഇവരൊരു തന്ത്രമാണ് എപ്പോഴും. കാരണം ഈ പരസ്പരം ഇവന്മാരുടെ ആളുകൾ ഇവർ തമ്മിൽ അടികൂടിക്കൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ ഷിബു ബക്കറും ഇവരൊരാളാണ്, അബ്ദുൽ നാസർ മീരാനും ഇവരാളാണ്. രണ്ടുപേരും ക്രിസ്ത്യാനിയിൽ നിന്ന് അങ്ങോട്ട് പോയി, ഒരാൾ പോയിട്ടുണ്ട്, ഒരാൾ പോയിട്ടില്ല. പക്ഷേ പുറമേക്ക് പോയിട്ടില്ല എന്ന് പറയുന്നു, അകത്ത് അങ്ങോട്ട് തന്നെയാണ് ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ രണ്ടാളുകൾ തമ്മിലുള്ള അടി, അതിലിപ്പോൾ ഷിബു ബക്കർ അവിടെ വന്നില്ല, ഷിബു ബക്കറിൻ്റെ അനുയായികളാണ് വന്ന് ഷിബു ബക്കറിന് വേണ്ടി അടികൂടിയത് അവിടെ. എന്തായാലും അവരൊക്കെ തമ്മിലുള്ള അടിയിൽ ഞങ്ങളെ വലിച്ചടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവർ വലിച്ചടിക്കുന്നത് കൃത്യമായ ലക്ഷ്യത്തോടെയാണ്. പൊതുജനങ്ങളുടെ കണ്ണീര് പൊടിയിടാൻ വേണ്ടിയിട്ടാണല്ലോ ഇവരിങ്ങനെയൊക്കെയുള്ള ഈ റൂമുകളൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെയുള്ള നാടകങ്ങൾ കളിക്കുന്നത്. അപ്പോൾ അതൊരു പരിധി വിട്ട് അപ്പുറത്തേക്ക് പോയി ഇവരെ കയ്യിൽ നിൽക്കുന്നില്ല എന്നൊക്കെ വരുമ്പോൾ ഇവർ ചെയ്യുന്ന പരിപാടിയാണ്, പൊതുശത്രുവിനെ അവിടെ വിളിച്ചുകൊണ്ട് വരും, എന്നിട്ട് അയാൾ അവിടെ കൊണ്ട് നിർത്തും. പിന്നെ ആക്രമണം മുഴുവൻ അയാളുടെ നേരെ ആയിക്കോളും. ഇവർക്ക് വേണ്ടപ്പെട്ട ആൾ, ഇവരെന്തിനാണോ നാടകം കളിച്ചത് അയാൾ രക്ഷപ്പെട്ടു പോകും, ഷിബു ബക്കർ രക്ഷപ്പെട്ടു പോകും. അതിനൊക്കെ വേണ്ടിയുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ പലവട്ടം പറഞ്ഞില്ലാണ്, ഇത് ആദ്യമായിട്ട് കാണുന്നതല്ല. ഞങ്ങൾ ഫേസ്ബുക്കിലും ഇത് തന്നെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് കുറേ വട്ടം. അപ്പോൾ അന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് ഈ പരിപാടി നല്ലതല്ലാട്ട്, അത് നിങ്ങൾക്ക് ദോഷം ചെയ്യുമെന്ന്.
ഫേസ്ബുക്കിൽ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് വന്ന സമയത്ത് ഞങ്ങൾ മരുന്ന് കൊടുത്തിട്ടുള്ളതാണ് അവർക്ക്. ആ മരുന്ന് കിട്ടി ബോധിച്ച് അവർ മിണ്ടാണ്ടിരുന്നു. ഇപ്പോൾ ക്ലബ് ഹൗസിൽ വന്നു കഴിഞ്ഞപ്പോൾ അതേ ടീമുകളൊക്കെ തന്നെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ചൊറിയാണ്. എനിക്ക് തോന്നുന്നു അന്ന് കൊടുത്ത മരുന്നിൻ്റെ എഫക്റ്റ് ഇപ്പോൾ തീർന്നിട്ടുണ്ടായിരിക്കും. കൊല്ലം കുറേ ആയല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ഈ വന്നിരിക്കുന്നതെന്ന്. എന്തായാലും കുഴപ്പമില്ല, ഞങ്ങൾ പിന്നെയും മരുന്ന് കൊടുക്കും. മരുന്ന് ഞങ്ങളുടെ ഒരു സ്റ്റോക്കാണ്. അത് നിങ്ങൾ പൈസ ഒന്നും തരണ്ട, ഞങ്ങൾ ഫ്രീ ആയിട്ട് അങ്ങോട്ട് തരും. മരുന്ന് നിങ്ങൾക്ക് നിങ്ങളെ വെച്ച് നിങ്ങളുടെ ചൊറിച്ചിലൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് വിടുള്ളൂ കേട്ടോ. അപ്പോൾ ഏതായാലും ഞങ്ങൾ ആ മരുന്ന് ഇപ്പോൾ തരാൻ പോവുകയാണ്. ഇപ്പോൾ ഈ മുഹമ്മദിനെ അവമാനിക്കാൻ വേണ്ടി ഞങ്ങൾ നുണ പറയുന്നു, ഇല്ലാത്ത ഹദീസുകൾ പറയുന്നു, ഹദീസുകൾ കെട്ടിച്ചമച്ച് പറയുന്നു എന്നൊക്കെയാണല്ലോ മീരാൻ്റെ ആരോപണം. ഏത് ഹദീസാണ് മീരാനെ ഞങ്ങൾ ഉണ്ടാക്കി പറഞ്ഞത്? ഒരു ചോദ്യപേപ്പറിനകത്ത് ഒരു കഥാപാത്രത്തിന് മുഹമ്മദ് എന്ന പേരിട്ടതിൻ്റെ പേരിൽ ഒരു കോളേജ് അധ്യാപകൻ്റെ കൈ മുസ്ലിങ്ങൾ വെട്ടിക്കളഞ്ഞിട്ടുള്ള നാടാണ് ഈ കേരളം. ആ കേരളത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ മാത്രമല്ല, ഈ ട്രൂത്ത് ഫൈറ്റേഴ്സിനകത്തുള്ള പല സഹോദരന്മാരും ജീവിക്കുന്നത് ഈ കേരളത്തിനകത്താണ്. അപ്പോൾ മുഹമ്മദിനെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ എന്താണ് മുസ്ലിങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന പ്രതികരണം, ഞങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന പ്രതികരണം എന്ന് ഞങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇല്ലാത്ത ഒരു കാര്യവും മുഹമ്മദിനെ കുറിച്ച് പറയില്ല. മനസ്സിലായ? മുസ്ലിങ്ങളുടെ കിതാബുകളിൽ ഇല്ലാത്ത ഒരു കാര്യവും ഞങ്ങൾ പറയില്ല. ആ കിതാബ് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. കാരണം എഴുതിയ ആൾ മുസ്ലിമാണ്. അതിലെ ഏതെങ്കിലും ഒരു വിഭാഗം അയാൾ അംഗീകരിക്കുന്നുണ്ടെന്ന് ഉറപ്പാണ്. ഇപ്പോൾ സുന്നികളുടെ കിതാബ്, സുന്നി പണ്ഡിതൻ എഴുതിയ കിതാബ് ചിലപ്പോൾ മുജാഹിദുകൾ അംഗീകരിച്ചില്ല എന്ന് വരും. മുജാഹിദുകൾ എഴുതിയ കിതാബ് ചിലപ്പോൾ മൗദൂദികൾ അംഗീകരിച്ചില്ല എന്ന് വരും. മൗദൂദികളുടെ കിതാബ് ഖുറാനിസ്റ്റുകൾ അംഗീകരിച്ചില്ല എന്ന് വരും. ഇങ്ങനെ അതൊക്കെ ഞങ്ങൾക്ക് വിഷയമൊന്നുമല്ല. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾ, ഞങ്ങളായിട്ട് തുടങ്ങി വെച്ചതൊന്നുമല്ല, ഞങ്ങളായിട്ട് കൊണ്ടുവന്നതുമല്ല. നിങ്ങളുടെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾ എഴുതിയിരിക്കുന്ന കാര്യം ഇങ്ങനെയുള്ളതൊക്കെയാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഖുറാനും ഹദീസുകളുമായിരിക്കുന്ന കാര്യങ്ങൾ, അതിനകത്തൊക്കെ ഉള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ളതൊക്കെയാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് കൊണ്ടുവരുമ്പോൾ അത് ഇല്ല എന്ന് നിങ്ങൾ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ നിങ്ങൾ ആ എഴുതിയ പണ്ഡിതന്മാരെ പോയി ചോദ്യം ചെയ്യണം. ബുഖാരിനെ പോയി ചോദിക്കണം, ഇമാം മുസ്ലിമിനെ പോയി ചോദിക്കണം, ഇമാം അബൂദാവൂദിനോട് ചോദിക്കണം, ഇമാം തിർമീദിനോട് ചോദിക്കണം. ഇവരൊക്കെയാണല്ലോ ഇതൊക്കെ എഴുതിയൊക്കെ വെച്ചിരിക്കുന്നത്. അവരോട് പോയി ചോദിക്കുക. അല്ലാണ്ട് ഞങ്ങളെ ചീത്ത വിളിച്ചിട്ടോ തെറി വിളിച്ചിട്ടോ കുറ്റം പറഞ്ഞിട്ടോ ഒരു കാര്യവുമില്ല. അത് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പിന്നെ ഞങ്ങൾ നുണ പറയുന്നു എന്നുള്ള ആരോപണം, അതിലൊന്നും യാതൊരു കഴമ്പുമില്ല എന്ന് പൊതുസമൂഹത്തിന് അറിയാം. ആ പൊതുസമൂഹത്തിന് അത് അറിയാമെന്നുള്ളത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ക്ലബ് ഹൗസിലെ റൂമുകൾ നോക്കിയാൽ മതി. ഇവർ റൂം ഇട്ടിട്ട് അതിനകത്ത് 30, 40, 50 പേര്, ആ കൂടി വന്നാൽ വല്ലപ്പോഴും ഒരു 100 പേരൊക്കെ ഉണ്ടായെന്ന് വരും. അത്രേ ഉള്ളൂ ഇവരുടെ റൂമുകളുടെ അവസ്ഥ. പക്ഷെ ഞങ്ങളിടുന്ന റൂം അങ്ങനെയല്ല. ഞങ്ങളൊരു റൂം ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് 400, 500, 600 പേരുണ്ടാവും. ഇപ്പോൾ ഇന്നലെ തന്നെ രാത്രി 12 മണി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 640 പേര് ഞങ്ങളുടെ റൂമിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ വരും. കാരണം എന്താ അറിയാമോ? ഞങ്ങൾ പറയുന്നത് ഡാറ്റ വെച്ചിട്ടാണ്, ഉള്ള കാര്യങ്ങളാണ്, സത്യസന്ധമായതാണ്, കൃത്യമായ റെഫറൻസ് പറഞ്ഞിട്ടാണ്. അപ്പം ഞങ്ങളിൽ നിന്ന് ഇൻഫോർമേഷൻ കിട്ടും എന്ന് അവർക്കറിയാം. ആ ഇൻഫോർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആളുകൾ വരുന്നത്. നിങ്ങൾ അങ്ങനെയാണോ ചെയ്യുന്നത്? നിങ്ങൾ ചുമ്മാ ഒരു അടിസ്ഥാനവും ഇല്ലാതെ യാതൊരു തെളിവും നൽകാതെ വായ തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്നുള്ളതല്ല എന്തൊക്കെയോ അടിച്ചു വിടുന്നത്. അതൊക്കെ കേൾക്കാൻ ആൾക്കാർക്ക് ഉണ്ടാ നേരം? നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളവർ പോലും അവിടെ കേൾക്കാൻ വരുന്നില്ലേ? ഇപ്പോൾ അവർക്കും മനസ്സിലായി സംഗതി. ഞങ്ങൾ കൃത്യമായിട്ട് റെഫറൻസ് വെച്ച് പറയുന്നതും നിങ്ങൾ അങ്ങനെ അല്ലാതെ പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി. ആൾക്കാർക്ക് വിലയിരുത്താനുള്ള കഴിവൊക്കില്ലേ? അപ്പോൾ അതുകൊണ്ട് ഞങ്ങളല്ല നുണ പറയുന്നത്, നിങ്ങളാണ് നുണ പറയുന്നതെന്ന് പൊതുസമൂഹത്തിന് അറിയാം. അതിൻ്റെ തെളിവാണ് നിങ്ങൾ ഇപ്പോൾ അബ്ദുൽ നാസർ മീരാനൊക്കെ റൂം ഇട്ട് കഴിഞ്ഞാൽ 10 പേര് കൂടി വന്നു കഴിഞ്ഞാൽ. അത് മീരാൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ 5 പേരെ പ്രതീക്ഷിച്ചേ റൂം ഇടുന്നുള്ളൂ, 10 പേര് വന്നു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ഇതാണ്, കാരണം ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ ഇരട്ടി ആൾക്കാർ വന്നല്ലോ എന്ന്. അവസ്ഥ നോക്കണം, ആകെ 10 പേരെയും വെച്ചിട്ട്. എന്നിട്ട് ആ പുള്ളിയാണ് പറയുന്നത് നമ്മൾ നുണ പറയുന്നത്. എന്തായാലും ഞങ്ങൾ ഇല്ലാത്ത ഹദീസുകൾ ഉണ്ടാക്കി പറയുന്നു എന്ന് അബ്ദുൽ നാസർ മീരാനും ടീമും ഒക്കെ പറയുന്നത് കൊണ്ട് ഞങ്ങൾ കുറച്ച് ഹദീസുകൾ അങ്ങോട്ട് തരാം. അല്ലെങ്കിൽ ഞങ്ങൾ മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ അങ്ങോട്ട് ഇപ്പോഴും ആവർത്തിക്കുകയാണ്. മുമ്പ് പറഞ്ഞുള്ള കാര്യം ആവർത്തിക്കുക. ഇതിൽ ഏത് കാര്യമാണ് ഇല്ലാത്തത് ഞങ്ങൾ ഉണ്ടാക്കി പറഞ്ഞതെന്ന് നിങ്ങൾ തെളിയിക്കാനുള്ള ബാധ്യത നിങ്ങളുടെയാണ്, ഞങ്ങളുടെയല്ല. ഞങ്ങൾ പറയുന്ന കാര്യത്തിൽ ഞങ്ങൾ റെഫറൻസ് തരുന്നു, ഇന്ന ഹദീസാണ്, ആ ഹദീസിലുള്ള കാര്യം നുണയാണെന്ന് നിങ്ങൾ തെളിയിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശരി, ഞങ്ങൾ പറഞ്ഞത് നുണയാന്ന് വരും. അങ്ങനെ ഒരു ഹദീസേ ഇല്ല എന്ന് നിങ്ങൾ തെളിയിക്കുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങളത് കെട്ടിച്ചമച്ചതാണെന്ന് വരും, ഞങ്ങളായിട്ട് സ്വയം ഉണ്ടാക്കിയതാണെന്ന് വരും. നിങ്ങളത് തെളിയിക്കുന്നേ. ഇതൊരു വെല്ലുവിളിയാണ്. ഇത് അബ്ദുൽ നാസർ മീരാനോടും മറ്റ് എല്ലാ ദാവ പരീക്ഷകളോടുമുള്ള വെല്ലുവിളിയാണ്. നിങ്ങൾക്ക് ഈ വെല്ലുവിളി ഏറ്റെടുത്ത് നിങ്ങൾക്ക് ഇത് തെളിയിക്കാം. ഞങ്ങൾ ഈ പറയുന്ന ഈ സംഭവങ്ങൾ ഇത് മുഹമ്മദിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, ഇങ്ങനൊരു കാര്യമേ ഉണ്ടായിട്ടില്ല, ഇങ്ങനൊരു ഹദീസും ഇല്ല, ഞങ്ങൾ ഉണ്ടാക്കിയാണെന്ന് നിങ്ങൾ തെളിയിക്കുക. ഞങ്ങൾ ഓരോന്നോരോന്നായിട്ട് അക്കം വിട്ട് പറഞ്ഞുതരാം. തനിക്ക് 50 വയസ്സ് കഴിഞ്ഞപ്പോൾ തൻ്റെ സ്നേഹിതൻ്റെ 6 വയസ്സുള്ള പിഞ്ചു മകളെ വിവാഹം കഴിച്ച ആളാണ് മുഹമ്മദ് എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ശരിക്കും 6 വയസ്സല്ല, 5 വയസ്സും 10 മാസമാണ്. എന്തായാലും നമുക്ക് റൗണ്ട് ഫിഗർ ആയിട്ട് 6 വയസ്സ് ഞങ്ങൾ പറയാം. അപ്പോൾ ഇതിന് തെളിവായിട്ട് ഞങ്ങൾ ഹദീസ് നൽകി. ആ ഹദീസ് ഞാൻ ഇപ്പോൾ വായിക്കാം.
അതില്ലാത്ത ഹദീസാണെന്ന് ഇവർ തെളിയിക്കട്ടെ. സ്വഹീഹ് മുസ്ലിം വാല്യം 2 ഭാഗം 16 ഹദീസ് നമ്പർ 69. ഇത് sunna.com പോയി കഴിഞ്ഞാൽ സ്വഹീഹ് മുസ്ലിം 1422 ഹദീസാണിത്. ആയിഷ നിവേദനം: റസൂൽ എനിക്ക് 6 വയസ്സായപ്പോൾ എന്നെ വിവാഹം കഴിച്ചു. എനിക്ക് 9 വയസ്സായപ്പോൾ വീട് കൂടുകയും ചെയ്തു. അവർ പറയുന്നു, ഞാൻ പനി ബാധിച്ച് 1 മാസം സുഖമില്ലാതായി. തലമുടി കൊഴിഞ്ഞു പോയ ശേഷം ചെറിയ മുടികൾ തലയിൽ ധാരാളം നിറഞ്ഞു. അങ്ങനെ റുമാന, അതായത് ആയിഷയുടെ ഉമ്മ, എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരികളോടൊപ്പം മൂഞ്ഞാലിൽ കളിക്കുകയായിരുന്നു. അവർ വലിയ ഉച്ചത്തിൽ എന്നെ വിളിച്ചു. ഞാൻ അവിടെ ചെന്നു. എന്താണ് എന്നെ കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് അറിയുമായിരുന്നില്ല. അങ്ങനെ അവർ എൻ്റെ കൈ പിടിച്ച് വീടിൻ്റെ വാതിൽക്കൽ കൊണ്ടുപോയി നിർത്തി. ഞാൻ പേടിച്ച് കിതച്ച് ദീർഘശ്വാസമയച്ച് ഹ ഹ എന്നിപ്രകാരം പറഞ്ഞു. അങ്ങനെ ശ്വാസം ശാന്തമായി. എന്നെ ഒരു വീട്ടിൽ പ്രവേശിപ്പിച്ചു. അവിടെ അൻസ്വാരികളിൽപ്പെട്ട കുറേ സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവർ എനിക്ക് നന്മയും അനുഗ്രഹവും സൗഭാഗ്യവും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എന്ന് പറഞ്ഞൂടെ ഈ ആയിഷയുടെ ഉമ്മയാണ്, റുമാന, എന്നെ അവരെ ഏൽപ്പിച്ചു. അവരെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ അൻസ്വാരി സ്ത്രീകളെ അവരെ ഏൽപ്പിച്ചു. അവരെൻ്റെ തലമുടി കഴുകി നന്നാക്കി തന്നു. അതായത് ചമയിച്ചു. ആയിഷനെ മണവാട്ടിയായിട്ട് ചമയിക്കുകയാണ്. ലുഹാ സമയത്തല്ലാതെ നബി എൻ്റെ അടുക്കൽ വന്നില്ല. ലുഹാ സമയത്ത് നബി വന്നു. അപ്പോൾ എന്നെ അവർ നബിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. സ്വഹീഹ് മുസ്ലിം വാല്യം 2 ഭാഗം 16 ഹദീസ് നമ്പർ 69. 9 വയസ്സ് തികയാത്തൊരു പെൺകുട്ടിയുമായി ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടുന്നതിനെ പരിഷ്കൃത ലോകത്തുള്ള ഏത് രാജ്യവും ശിശുപീഡനമായിട്ടാണ് കണക്കാക്കുന്നത് എന്നുള്ള കാര്യം അബ്ദുൽ നാസർ മീരാനും കൂട്ടർക്കും അറിയാമോ? ഈ മുഹമ്മദിനോടൊപ്പം ആദിരാത്രി ആഘോഷിക്കാൻ വിധിക്കപ്പെട്ട ആയിഷ മണിയറയിലേക്ക് പോകുമ്പോൾ ആ കുഞ്ഞിൻ്റെ കയ്യിൽ കളിപ്പാവുകൾ കൂടി ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ സ്വഹീഹ് മുസ്ലിമിൽ വായിക്കുന്നത്. ഞാൻ ആ ഹദീസ് വായിക്കാം. ആയിഷ reported that Allah's apostle married her when she was 7 years old, and he was taken to his house as a bride when she was 9, and her dolls were with her. അവളുടെ പാവകൾ അവളോടൊപ്പം ഉണ്ടായിരുന്നു. മനസ്സിലായോ? പാവകൾ ആ കുഞ്ഞിനോടൊപ്പം പാവ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിനെയാണ് പിടിച്ച് മണിയറയിലേക്ക് കൊണ്ടുപോയത്. നിങ്ങളുടെ മുത്ത് കരളി മാനവരിൽ മഹോന്നതൻ പിടിച്ചുകൊണ്ട് പോയത്. ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നു, കയ്യിൽ പാവയുണ്ട്. അങ്ങനെ കളിക്കുന്ന ഒരു കുഞ്ഞിനെ ചമയിച്ചിട്ട് നേരെ കൊണ്ടുപോവുകയാണ് മണിയറയിലേക്ക്. എന്താണിത് മീരാനെ? ഏതായാലും ഇതൊക്കെ നുണയാണെന്ന് വല്ല വിചാരം ഉണ്ടാ? ഇനി തീർന്നില്ല. ഈ വാക്യം പറയുന്നുണ്ട്, കേട്ടോ, നിങ്ങളുടെ പ്രവാചകനെ കുറിച്ച് പറയുന്നതാണ്. ഇത് ബുഖാരി എന്നാണ്. സഹീഹ് ബുഖാരി വോളിയം 8 ബുക്ക് 73 ഹദീസ് നമ്പർ 151. നരേറ്റഡ് ആയിഷ: I used to play with the dolls in the presence of the Prophet, and my girlfriends also used to play with me. When Allah's messenger used to enter my dwelling place, they used to hide themselves, but the Prophet would call them to join and play with me. ആയിഷ ഈ മുഹമ്മദിൻ്റെ അടുക്കൽ പാവകളുമായി കളിക്കാറുണ്ടായിരുന്നു. ആയിഷയുടെ കൂട്ടുകാരികളും ആയിഷയുടെ കൂടെ കളിക്കുമായിരുന്നു. അപ്പോൾ മുഹമ്മദ് ആയിഷയുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഈ കൂട്ടുകാരികളൊക്കെ ഒളിച്ചിരിക്കും. കാരണം പിള്ളേരല്ലേ, മുതിർന്ന ആളുകൾ വരുമ്പോൾ, പ്രത്യേകിച്ച് മുഹമ്മദ് അവിടെ വേറൊരു ലെവലിൽ നിൽക്കുകയാണ്. പിന്നെ മുഹമ്മദിൻ്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ടായിരിക്കും ആയിഷാനൊക്കെ കിട്ടിയതാണല്ലോ. ഇനി ഞങ്ങളുടെ ജീവിതം കൂടി നശിക്കേണ്ടെന്ന് വെച്ചിട്ടൊക്കെ ആയിരിക്കും മുഹമ്മദിൻ്റെ കണ്ണിൽ നിന്ന് ഒരു മറിഞ്ഞ് നിൽക്കുന്നത്. നമുക്ക് അറിഞ്ഞൂടാ, എന്തായാലും അങ്ങനെ ഒളിച്ചിരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ പ്രവാചകൻ അവരെൻ്റെ കൂടെ കളിക്കാൻ വിളിക്കുമായിരുന്നു എന്നാണ് ആയിഷ പറയുന്നത്. എന്നിട്ട് അവിടെ ബ്രാക്കറ്റിലൊരു കാര്യം കൊടുത്തിട്ടുണ്ട്: പാവകളും സമാനമായ ചിത്രങ്ങളും ഉപയോഗിച്ച് കളിക്കുന്നത് നിഷിദ്ധമാണ്. എന്നാൽ അക്കാലത്ത് ആയിഷയ്ക്ക് അത് അനുവദിച്ചിരുന്നു. അവളൊരു കൊച്ചു പെൺകുട്ടിയായിരുന്നതിനാൽ പ്രായപൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഈ സ്വഹീഹ് ബുഖാരി വോളിയം 8 ബുക്ക് 73 നമ്പർ 151 പറയുന്നത്. പിന്നെ ഫത്തൽ ബാരിയിൽ നിന്നാണ് പിന്നീട് നമ്മൾ ഈ ബ്രാക്കറ്റിലുള്ള കാര്യം, അതായത് ദ പ്ലേയിങ് വിത്ത് ദ ഡോൾസ് ആൻഡ് ദ സിമിലിയർ ഇമേജസ് ഈസ് ഫോർബിഡൻ. അത് നിഷിദ്ധമായിരുന്നു. ഈ പാവകളെയും അതുപോലെയുള്ള ഇമേജുകളൊക്കെ വെച്ച് ഇങ്ങനെ കളിക്കുന്നത് നിഷിദ്ധമായിരുന്നു. ബട്ട് ഇറ്റ് വാസ് അലൗഡ് ഫോർ ആയിഷ അറ്റ് ദാറ്റ് ടൈം. ആ സമയങ്ങളിൽ അത് ആയിഷയ്ക്ക് അനുവദിച്ചിരുന്നതിൻ്റെ കാരണം എന്താണ്? ഷീ വാസ് എ ലിറ്റിൽ ഗേൾ. അവളൊരു കൊച്ചു കുഞ്ഞായിരുന്നുകൊണ്ട്, നോട്ട് യെറ്റ് റീച്ച്ഡ് ദ ഏജ് ഓഫ് പ്യൂബർട്ടി. അവൾ പ്രായപൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല. മനസ്സിലായോ? ഒരു പെൺകുട്ടി പ്രായപൂർത്തിയാകുന്നുണ്ടല്ലോ, മെൻസസ് ആകുന്നത്, ആ ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ല. അതിലും ചെറിയ കുഞ്ഞ്. അങ്ങനെയുള്ള കുഞ്ഞിനെയാണ് ഈ മനുഷ്യൻ ലൈംഗികമായി ഉപയോഗിച്ചത്.
നിങ്ങളിതൊന്ന് ചിന്തിച്ച് നോക്ക്, മനസ്സിലൊന്ന് കണക്ക് കൂട്ടി നോക്ക്. അത്രയും പോകുന്ന ഒരു ചെറിയ കുഞ്ഞിനെ ലൈംഗികമായിട്ട് ഉപയോഗിച്ച ഈ മനുഷ്യൻ വലിയ പ്രവാചകനാണ്. പ്രവാചകൻ. ലോകത്തിൽ ഏത് പ്രവാചകനാണ് ഇതുപോലെയുള്ള ദുഷ്കൃത്യം ചെയ്തിട്ടുള്ളത്? ഏത് പ്രവാചകനാണ്? പാവക്കുട്ടികളുമായി കളിച്ചു നടന്നിരുന്ന ഒരു ശിശുവിനെ പിടിച്ച് മണിയറയിലേക്ക് കൊണ്ടുപോയ ആളാണ് അബ്ദുൽ നാസറെ. നിങ്ങളുടെ കരളിൻ്റെ കരളായ മാനവരിൽ മഹോന്നതനെന്ന് നിങ്ങൾ പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്ന പ്രവാചകൻ. ഇതുപോലെ ഒരു വൃത്തികെട്ട കാര്യം, ഇതുപോലൊരു ദുഷ്കൃത്യം, ഇതുപോലൊരു മ്ലേച്ഛ പ്രവൃത്തി, ഇതുപോലെ ജുഗുപ്സാവഹമായിട്ടുള്ള ഒരു കാര്യം ഈ ഗോവിന്ദച്ചാമി പോലും, കാമപ്രാന്ത് എത്ര മൂത്തെന്ന് പറഞ്ഞാലും ഗോവിന്ദച്ചാമി പോലും ചെയ്യുകയില്ല എന്ന് ഒരാൾ പറഞ്ഞാൽ നമുക്ക് അയാളെ കുറ്റം പറയാൻ പറ്റുമോ മീരാനെ? പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല കേട്ടാ. ഞാൻ കുറ്റം പറയില്ല അയാൾ പറഞ്ഞതിൽ ശരിയുണ്ടെന്ന് ഞാൻ ചിന്തിക്കുകയുള്ളൂ. ഏതായാലും ഞങ്ങളിപ്പോൾ ഇവിടെ പറഞ്ഞ ഹദീസുകളുണ്ടല്ലോ, സൊഹീ ബുഖാരിയിൽ നിന്നും സൊഹീ മുസ്ലിമിൽ നിന്നൊക്കെ ഞങ്ങൾ അവതരിപ്പിച്ച ഈ ഹദീസുകൾ, ഇതൊക്കെ ഇല്ലാത്ത ഹദീസുകളാണ്, ഞങ്ങളായിട്ട് ഉണ്ടാക്കിയതാണ്, കെട്ടിച്ചമച്ചതാണെന്ന് അബ്ദുൽ നാസർ മീരാനും അതുപോലെ മറ്റ് ദാവാക്കാർക്കും വല്ല വിചാരം ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു വാദം ഉണ്ടെങ്കിൽ ഇപ്പം തെളിയിക്കാം. നിങ്ങൾക്ക് തെളിയിക്കാവുന്നേ. നിങ്ങൾ പറ ഇങ്ങനൊരു ഹദീസേ ഇല്ല, ഈ റെഫറൻസൊക്കെ വ്യാജമാണ്, ഇങ്ങനെ ഞങ്ങൾ റെഫറൻസിൽ പോയി നോക്കി കഴിഞ്ഞപ്പോൾ കണ്ടില്ല എന്ന് നിങ്ങൾ പറ. ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, തൻ്റെ വളർത്തുമകൻ്റെ ഭാര്യയെ അവനെ കൊണ്ട് മൊഴി ചൊല്ലിച്ച് അവളുടെ സമ്മതം പോലും അന്വേഷിക്കാതെ ആ മരുമകളെ വിവാഹം കഴിച്ച് വീട് കൂടിയ ആളാണ് മുഹമ്മദ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നുണയാണെന്നാണ് അബ്ദുൽ നാസർ മീരാൻ പറയുന്നത്. എന്നാൽ തെളിവ് ഞങ്ങൾ തരാം. പ്രമുഖ ഇസ്ലാമിക ചരിത്രകാരനായ തബരിയുടെ ഇസ്ലാമിക ചരിത്രം ദ വിക്ടറി ഓഫ് ഇസ്ലാം എന്ന 8ാം വോളിയം ആരംഭിക്കുന്നത് തന്നെ ഈ കാര്യവും പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ കേട്ടോ, മുഹമ്മദ് ഒരു ദിവസം സെയ്ദിനെ അന്വേഷിച്ച് സെയ്ദിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ വസ്ത്രം കൊണ്ട് ഈ വാതിൽ മറച്ചു വെച്ചിരുന്നു, കർട്ടൻ ഉണ്ടായിരുന്നു. പക്ഷേ കാറ്റുകൊണ്ട് ഈ കർട്ടൻ മാറി. അപ്പോൾ അതിനകത്ത് സൈനബ് അവളുടെ മുറിയിൽ അർദ്ധനഗ്നയായിട്ട് ഇരിക്കുകയായിരുന്നു. ഇത് കണ്ട് മുഹമ്മദിന് അവളെക്കുറിച്ചുള്ള ആഗ്രഹം മനസ്സിൽ കയറി. അതിനുശേഷം അള്ളാഹു സയ്യിദിൻ്റെ മനസ്സിൽ സൈനബിനോടുള്ള താല്പര്യം ഇല്ലാതെയാക്കി. അപ്പോൾ ഇത് തുടക്കത്തിൽ തന്നെ ഇത് പറയുന്ന ഈ ഹിസ്റ്ററി ഓഫ് അൽ തബരി വോളിയം 8 ദ വിക്ടറി ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന ഇത് ആരംഭിക്കുന്നത് തന്നെ, സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് പറഞ്ഞുകൊണ്ടാണ്. എന്നിട്ട് അടുത്തതിൽ പിന്നെ നമ്മൾ അത് ഇത്തിരി കൂടി വിശദീകരിച്ച് ഇതാകുന്നുണ്ട്. അവിടെ അള്ളാഹുവിൻ്റെ ദൂതൻ സെയ്ദിൻ്റെ വീട്ടിൽ വന്നു. പക്ഷേ അപ്പോൾ സെയ്ദ് വീട്ടിലില്ലായിരുന്നു, പ്രവാചകനെ കാണാൻ പറ്റിയില്ല, അദ്ദേഹം വീട്ടിലില്ലായിരുന്നു. സെയ്ദിൻ്റെ ഭാര്യയായ സൈനബാണ് അദ്ദേഹത്തെ എതിരേൽക്കാൻ വേണ്ടി എഴുന്നേറ്റ് വന്നത്. അപ്പോൾ അവൾ പകുതി വസ്ത്രം ധരിച്ചിരുന്ന അവസ്ഥയിലായിരുന്നു. അവൾ വളരെ വ്യഗ്രതയോടെ ചാടി എഴുന്നേൽക്കുകയും അവളിൽ അള്ളാഹുവിൻ്റെ ദൂതനോടുള്ള ഒരു ആരാധന ഉണർത്തുകയും ചെയ്തു. അത് കണ്ട് അദ്ദേഹം എന്തോ പെറുവിറുത്തുകൊണ്ട് തിരിഞ്ഞു. എങ്കിലും അദ്ദേഹം പരസ്യമായി പറഞ്ഞു, ഹൃദയങ്ങളെ ചഞ്ചലിപ്പിക്കുന്ന സർവശക്തനായ അള്ളാഹുവിന് മഹത്വം ഉണ്ടാകട്ടെ. സെയ്ദ് വീട്ടിൽ വന്നപ്പോൾ സൈനബ് സംഭവമൊക്കെ പറഞ്ഞു. സെയ്ദിനപ്പം തന്നെ കാര്യം പിടികിട്ടി. സെയ്ദ് നേരെ മുഹമ്മദിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പ്രവാചക, അങ്ങ് എൻ്റെ ഭവനത്തിൽ വന്നതായിട്ട് അറിഞ്ഞു, പക്ഷെ എന്താണ് വീട്ടിനുള്ളിൽ കയറാതിരുന്നത്? താങ്കൾക്ക് അവളോടുള്ള മതിപ്പ് അവളിൽ ആവേശം ഉണർത്തിയിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ അവളെ ഉപേക്ഷിക്കുകയാണ് എന്ന് ഈ സെയ്ദ് പറയുകയാണ്. അപ്പോൾ സെയ്ദ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുഹമ്മദ് പറഞ്ഞില്ല, നീ അവളെ നിൻ്റെ കൂടെ തന്നെ വെക്കി, ഭാര്യയായിട്ട് നീ അവളെ തന്നെ അവിടെ കൂടെ വെക്കി എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് അള്ളാഹു മുഹമ്മദിനോട് വയ്ക്കുന്നത്, നീ എന്തിനാണ് നിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളെ പേടിച്ച് വേറെ കാര്യം പറയുന്നത് എന്നൊക്കെ മുഹമ്മദിനെ ശാസിച്ചുകൊണ്ടൊക്കെ അള്ളാഹു പിന്നെ ആയത്തൊക്കെ ഇറക്കുന്നുണ്ട്. ഏതായാലും അത് കഴിഞ്ഞിട്ട് സെയ്ദ് പിന്നെ അവളെ ഉപേക്ഷിക്കുകയാണ്. അവളെ ഉപേക്ഷിച്ച് ഇവള് സ്വതന്ത്രയായി. അത് കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ ദൂതൻ ആയിഷയോട് സംസാരിക്കുമ്പോൾ ഒരു മോഹാലസ്യം അദ്ദേഹത്തിൽ വന്നു. അത് മാറിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആരാണ് സൈനബിൻ്റെ അടുത്ത് പോയി പറയുക ഈ സന്തോഷ വാർത്ത? അള്ളാഹു അവളെ എനിക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രവാചകൻ സൂറ 33 ചൊല്ലുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആയിഷ പറയുകയാണ് ഇതിനെക്കുറിച്ച്. പിന്നീട് ആയിഷയുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് കേട്ട് ഞാൻ വളരെ അസ്വസ്ഥയായി. കൂടെ അള്ളാഹു തന്നെ നേരിട്ട് അവളെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തതും. ഞാൻ പറഞ്ഞു, അവൾ ഇനി അത് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് ആത്മപ്രശംസ നടത്തും. അപ്പോൾ ആയിഷ അന്ന് ചെറിയ പെൺകുട്ടിയാണ്. മുഹമ്മദ് മരിക്കുമ്പോൾ തന്നെ 18 വയസ്സേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് സ്ത്രീ സഹജമായിട്ടുള്ള ഒരു അസൂയ, പ്രത്യേകിച്ച് ആ ചെറിയ പ്രായം. അപ്പോൾ തങ്ങളെക്കാളും സൗന്ദര്യമുള്ള ഒരുത്തിയെ ഇതാ മുഹമ്മദിനി ഭാര്യയായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് മാത്രമല്ല, തങ്ങളെ വിവാഹം കഴിച്ചു കൊടുത്തത് തങ്ങളുടെ പിതാക്കന്മാരാണ്, രക്ഷിതാക്കളാണ് മുഹമ്മദുമായിട്ട് ഉടമ്പടി ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ ഇവളുടെ കാര്യത്തിൽ അള്ളാഹു നേരിട്ടാണ് വിവാഹം ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും പറഞ്ഞുകൊണ്ട് ഇനി ഇവള് ഞങ്ങളുടെ അടുത്ത് ആത്മപ്രശംസ നടത്തും എന്നൊക്കെ ആയിഷ വിഷമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, ഹദീസുകളിൽ
നമ്മൾ കാണുന്ന സംഭവമാണത്. ഇനി ഈ മുഹമ്മദ് തൻ്റെ ഭാര്യയെ ആഗ്രഹിക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനു വേണ്ടിയിട്ട് വിവാഹാലോചന നടത്തുന്നത്, മൊഴിയൊല്ലി കഴിഞ്ഞ് മൊഴിയൊല്ലിയതിന് ശേഷം പിന്നെ ഈ ആദ്യ ഭാര്യയുടെ അടുത്ത് വിവാഹാലോചനയുമായിട്ട് ആർക്ക് വേണ്ടി, ഇതുവരേക്കും പാപ്പ എന്ന് ഈ പെണ്ണ് വിളിച്ചുകൊണ്ടിരുന്ന അയാൾക്ക് വേണ്ടിയിട്ട് വിവാഹാലോചനയ്ക്കായി ചെല്ലുന്നത് ഈ സെയ്ദ് തന്നെയാണ്. സെയ്ദ് തന്നെ ചെല്ലുകയാണ് വായിട്ട്. അത് നമുക്ക് ഹദീസിൽ വായിക്കാം. ഞാനത് ആ ഹദീസ് ഞാൻ വായിക്കാം. അനസ് നിവേദനം, സൈനബയുടെ യുദ്ധ കഴിഞ്ഞപ്പോൾ നബി പറഞ്ഞു, അവളെ എനിക്ക് വേണ്ടി വിവാഹാലോചന നടത്തുക. അപ്പോൾ സെയ്ദ് അവളുടെ അരികെ ചെന്നു. അവൾ മാവ് പുളിപ്പിക്കുകയായിരുന്നു. സെയ്ദ് പറയുന്നു, ഞാൻ അവളെ കണ്ടപ്പോൾ വല്ലാത്ത വിഷമമുണ്ടാക്കി. അവളെ നോക്കാൻ എനിക്ക് സാധിച്ചില്ല റസൂൽ പറഞ്ഞതിനാൽ. എന്നിട്ട് എൻ്റെ പുറംഭാഗം അവളിലേക്ക് തിരിയുന്ന നിലയിൽ ഞാൻ പിന്തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു, സൈനബേ, റസൂൽ നിന്നെ വിവാഹാലോചന നടത്താനായി അയച്ചതാണ്. അവർ പറഞ്ഞു, ഞാൻ എൻ്റെ റബ്ബുമായി കൂടിയാലോചന നടത്താതെ ഒന്നും ചെയ്യുകയില്ല. അങ്ങനെ അവൾ അവളുടെ നമസ്കാര സ്ഥലത്തേക്ക് പോയി. അപ്പോൾ ഖുർആൻ ഇറങ്ങി. ഉടനെ നബി അവളുടെ അനുവാദമില്ലാതെ അവളുടെ അരികിൽ പ്രവേശിച്ചു. സൈനബയെ അള്ളാഹു നബിക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നതായി അറിയിച്ച് ആയത്തിറക്കപ്പെട്ടു. സ്വഹീഹ് മുസ്ലിം വാല്യം 2 ഭാഗം 16 ഹദീസ് നമ്പർ 89. ആലോചിച്ച് നോക്കിയേ, ഈ അള്ളാഹുവിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. മുഹമ്മദിൻ്റെ മനസ്സിൽ എന്താണോ ആഗ്രഹം, ആ ആഗ്രഹം അപ്പം നിറവേറ്റാൻ വേണ്ടി ആയത്തുകൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് മുഹമ്മദ് ഇവളെ കണ്ട് മോഹിച്ചു. പിന്നെ ആയത്തിനാണോ പഞ്ഞം, നിങ്ങളുടെ ആയത്ത് ഇറങ്ങിക്കോളൂ. ഇത് തന്നെയാണല്ലോ മുഹമ്മദിന് വേണ്ടി ആയത്തിറക്കി ജീവിതം കോഞ്ഞാട്ടിയാക്കിയ ആളാണ് ഈ അള്ളാഹു എന്ന് പറയുന്നത്. അതല്ലാതെ വേറെ ഒരു പണി അള്ളാഹുവിന് ഇല്ല. അപ്പോൾ അവിടെ നമ്മൾ ഒരു കാര്യം കണ്ടോ, സൈനബയുടെ അനുവാദമില്ലാതെ തന്നെ മുഹമ്മദ് അവളുടെ അരികിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞതിൽ നിന്ന് സെയ്ദിൻ്റെ വീട്ടിൽ വെച്ച് വിവസ്ത്രയായി കണ്ട തൻ്റെ വളർത്തുപുത്രൻ്റെ ഭാര്യയുടെ രൂപം മുഹമ്മദിൻ്റെ മനസ്സിലുണ്ടാക്കിയ ദുർമോഹം എത്രമാത്രം ശക്തമായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സ്വന്തം വളർത്തുമകൻ്റെ ഭാര്യയെ വരെ മോഹിച്ചിരുന്ന ആളായിരുന്നു മുഹമ്മദ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരുടെ ഭാര്യമാരെ ഒന്നും മുഹമ്മദ് മോഹിച്ചിരുന്നില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? ആർക്കാ പറ്റുക? സ്വന്തം കുടുംബത്തിൽ മുഹമ്മദിൻ്റെ പരിപാടി ഇങ്ങനെ ആയിരുന്നെങ്കിൽ പിന്നെ പുറമേ ഉള്ളവരോടൊക്കെ എങ്ങനെയായിരിക്കും? നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കിയേ. അന്നത്തെ കാലത്ത് സ്വഹാബിമാരുടെയൊക്കെ അവസ്ഥ എത്ര ഗതികെട്ട അവസ്ഥയാണ്. മുഹമ്മദിൻ്റെ എങ്ങാനും കണ്ണിൽ എൻ്റെ ഭാര്യയെ പെടുവോ എന്ന് പേടിച്ച് മുഹമ്മദിൻ്റെ കണ്ണിൽ നിന്ന് മറച്ചു വയ്ക്കേണ്ടുന്ന ഒരു സ്ഥിതിയൊക്കെ വരുന്നത് വെറുതെ അല്ല. മുഹമ്മദ് പർദ്ദ സമ്പ്രദായം കൊണ്ടപ്പോൾ സ്വഹാബിമാർക്കൊക്കെ വളരെ സന്തോഷമായും അവരുടെ ഭാര്യമാരെയൊക്കെ അവർ പർദ്ദ ഇടിപ്പിച്ചത്, ചാക്കിനകത്ത് കയറ്റിയത്. കാരണം ഈ പുള്ളിയുടെ കണ്ണിലെങ്ങാനും പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു. പിന്നെ വിവാഹമോചനം ചെയ്തിട്ട് ആൾക്ക് കൊണ്ട് കൊടുത്തോളണം. ആ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പർദ്ദ ഇങ്ങനെ അങ്ങ് പ്രചരിപ്പിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും മുഹമ്മദിൻ്റെ ഈ നീചപ്രവൃത്തിയെ കാട്ടറബികളെന്ന് ഇന്നുള്ള മുസ്ലിങ്ങൾ പരിഹസിക്കുന്ന ഖുറൈശികളുണ്ടല്ലോ, ജാഹിലിയ കാലഘട്ടത്തിലെ ആ ജനങ്ങൾ, അവർ അതിനിശിതമായി വിമർശിച്ചു. ദത്തുപുത്രൻ സ്വന്തം പുത്രനെ പോലെയാണ്, സ്വന്തം പുത്രന് തുല്യമാണ്. ദത്തുപുത്രൻ്റെ ഭാര്യ എന്ന് പറയുന്നത് സ്വന്തം മരുമകളായിട്ട് തന്നെ പരിഗണിക്കണമെന്നാണ് ഈ ഖുറൈശികൾ പറയുന്നത്. അന്നേരം മുഹമ്മദ് അത് സമ്മതിക്കുന്നില്ല. സ്വന്തം മക്കളല്ല, ദത്തുപുത്രന്മാർ സ്വന്തം മക്കളല്ല. ഇത് മുഹമ്മദ് അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ആയത്തും കൊണ്ട് ദാ വരുന്നു മലക്ക്. സൂറ 33:4. യാതൊരു മനുഷ്യനും അവൻ്റെ ഉള്ളിൽ അള്ളാഹു 2 ഹൃദയങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ മാതാക്കളെ പോലെയായി പ്രഖ്യാപിക്കുന്ന നിങ്ങളുടെ ഭാര്യമാരെ അവൻ നിങ്ങളുടെ മാതാക്കളാക്കിയിട്ടുമില്ല. നിങ്ങളിലേക്ക് ചേർത്ത് വിളിക്കപ്പെടുന്ന നിങ്ങളുടെ ദത്തുപുത്രന്മാരെ അവൻ നിങ്ങളുടെ പുത്രന്മാരാക്കിയിട്ടുമില്ല. അതൊക്കെ നിങ്ങളുടെ വായി കൊണ്ട് നിങ്ങൾ പറയുന്ന വാക്ക് മാത്രമാകുന്നു. അള്ളാഹു സത്യം പറയുന്നു, അവൻ നേർവഴി കാണിച്ചു തരികയും ചെയ്യുന്നു. നല്ല നേർവഴിയാണ് ഇട്ടത്, നല്ല നേർവഴിയാണ്. ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല, ഭയങ്കര നേർവഴി. സംഭവം തന്നെ. ദത്തുപുത്രന്മാരൊന്നും സ്വന്തം പുത്രന്മാരെ പോലെയല്ല, അതൊക്കെ നിങ്ങളുടെ വെറും വാക്കാണ്, നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ ചുമ്മാ പറയുന്നത് മാത്രമാണെന്നാണ് അള്ളാഹു പറയുന്നത്. നേർവഴിയാണേ. അപരിഷ്കൃതരെന്നും കാട്ടറബികളെന്നും ഇന്നത്തെ ദാവാക്കാർ പറയുന്ന ജാഹിലിയ കാലഘട്ടത്തിലെ അറബികൾക്കുണ്ടായിരുന്ന ആ സംസ്കാരം ഉണ്ടല്ലോ, അതുപോലും ഈ അറേബ്യൻ ഗോത്രദൈവമായ അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ പ്രവാചകനും ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ വിഷയത്തിൻ്റെ പേരിൽ പിന്നെയും ഖുർആൻ ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം കൂടി നോക്കാം. നിന്റെ ഭാര്യയെ നീ നിന്റെ അടുത്ത് തന്നെ നിർത്തിപ്പോരുകയും അള്ളാഹുവെ നീ സൂക്ഷിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹു അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ളവനും നീ അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ളവനുമായ ഒരാളോട് നീ പറഞ്ഞിരുന്ന സന്ദർഭം ഓർക്കുക. അള്ളാഹു വെളിപ്പെടുത്താൻ പോകുന്നൊരു കാര്യം നിന്റെ മനസ്സിൽ നീ മറച്ചു വെക്കുകയും ജനങ്ങളെ നീ പേടിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നീ പേടിക്കുവാൻ ഏറ്റവും അർഹതയുള്ളവൻ അള്ളാഹു ആകുന്നു. അങ്ങനെ സെയ്ദ് അവളിൽ നിന്ന് ആവശ്യം നിറവേറ്റി കഴിഞ്ഞപ്പോൾ അവളെ നാം നിനക്ക് ഭാര്യയാക്കി തന്നു. തങ്ങളുടെ ദത്തുപുത്രന്മാർ
അവരുടെ ഭാര്യമാരിൽ നിന്ന് ആവശ്യം നിറവേറ്റി കഴിഞ്ഞിട്ട് അവരെ വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ സത്യവിശ്വാസികൾക്ക് യാതൊരു വിഷമവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയത്രേ അത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രാവർത്തികമാക്കപ്പെടുന്നതാകുന്നു. സൂറ 33:37. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എന്താണ് ഈ പറഞ്ഞതെന്ന്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ഈ ലൈംഗിക ബന്ധത്തിനെ കേവലം ആവശ്യം നിറവേറ്റലായിട്ടാണ് അള്ളാഹു പരിഗണിക്കുന്നത് എന്നുള്ളത് പോട്ടെ. കാരണം ഈ ഗോത്രദേവനാണല്ലോ, ഗോത്രദേവന് പിന്നെ അത്രയൊക്കെ ഒരു സംസ്കാരബോധമൊക്കെ ഉണ്ടാവുകയുള്ളൂ, അത്രയൊക്കെ ഉള്ളൂ, അത് പോട്ടെ. പക്ഷേ ഈ ഭർത്താവിൻ്റെ ഈ ആവശ്യം നിറവേറ്റി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ഭാര്യയെ വളർത്തു പിതാവിനെ വിവാഹം കഴിച്ച് അയാൾക്കും തൻ്റെ ആവശ്യം നിറവേറ്റാം എന്നൊക്കെ പറയുമ്പോൾ ഇതെന്തൊരു ദൈവമാണിപ്പാ. ദൈവം എന്നൊക്കെ പറഞ്ഞു വരുമ്പോണ്ട് അതിനൊക്കെ ഒരു മിനിമം സ്റ്റാൻഡേർഡ് വേണ്ടേ, ഒരു ക്വാളിറ്റി വേണ്ടേ. ഇങ്ങനെയുള്ള ഈ വൃത്തികേടുകളൊക്കെ പറഞ്ഞിട്ട് ഞാനും ദൈവമാണെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് ഇത് സുബോധമുള്ള മനുഷ്യൻ അംഗീകരിക്കാൻ പറ്റുന്നത്? അപ്പം ഇങ്ങനെ ആവശ്യം നിറവേറ്റുന്ന കാര്യത്തിൽ ഏതെങ്കിലും പിതാവിന് എന്തെങ്കിലും മനപ്രയാസം ഉണ്ടെങ്കിലോ, അല്ല ഇന്നലെ വരെ മോളെ 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 എന്ന് വിളിച്ചുകൊണ്ട് നടന്നതാണല്ലോ, അവളും തന്നെ ബാപ്പ ബാപ്പ എന്ന് വിളിച്ചുകൊണ്ട് നടന്നതാണല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു മാനസിക വിഷമം ഉണ്ടെങ്കിലോ ആ മാനസിക പ്രയാസം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു കൂടെ പറയാണ്. നിങ്ങൾ കേട്ടില്ലേ, തങ്ങളുടെ ദത്തുപുത്രന്മാർ അവരുടെ ഭാര്യമാരിൽ നിന്ന് ആവശ്യം നിറവേറ്റി കഴിഞ്ഞിട്ട് അവരെ വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ സത്യവിശ്വാസികൾക്ക് യാതൊരു വിഷമവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അത്ര എന്ന് പറഞ്ഞത്. കാരണം വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്താണ് ഇതേ മാതൃകയായിട്ട് അയച്ചിരിക്കുന്ന ആരെയാണ്? മുഹമ്മദിനെ. നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്, ലോകർക്ക് മൊത്തം മാതൃകയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അയച്ചിരിക്കുന്ന ആൾ മുഹമ്മദ്. ആ മുഹമ്മദാണ് ഇത് ചെയ്തിരിക്കുന്നത്. മാതൃകാപുരുഷൻ തന്നെ അത് ചെയ്തിരിക്കുക. അനുയായികൾക്ക് ആ മാതൃക പിൻപറ്റുന്നതിൽ എന്താണ് തടസ്സം? അപ്പോൾ അവരുടെ ആ മനോവിഷമം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് ഈ പറയുന്നത്. വളർത്തുമകൻ്റെ ഭാര്യയെ മൊഴിചൊല്ലിച്ചതിന് ശേഷം അവളെ വിവാഹം കഴിച്ച ആളാണ് മുഹമ്മദ് എന്ന് ഞങ്ങൾ ഉയർത്തിയ ഈ ആരോപണം, അതിന് ഞങ്ങൾ വച്ചിരിക്കുന്ന ഈ തെളിവുകൾ അത് വ്യാജ തെളിവുകളാണ്, ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത, ഞങ്ങൾ കെട്ടിച്ചമച്ച തെളിവുകളാണെന്നുള്ള വാദം അബ്ദുൽ നാസർ മീരാനും ഒക്കെ ഉണ്ടെങ്കിൽ തെളിയിക്കാൻ, അത് തെളിയിക്കാൻ. ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നുണയാണ്, ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്തില്ല, ഈ ഹദീസുകളില്ല, തബരി ഇങ്ങനെ എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ തെളിയിക്കണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, നിങ്ങളുടെ തലയിലേക്ക് വിടുന്നു. ഞങ്ങൾ പറഞ്ഞ വാദത്തിന് ഞങ്ങൾ കൃത്യമായി തെളിവ് നിരത്തിയിട്ടുണ്ട്. അതും ലോകത്തെ മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന ഖുർആനിൽ നിന്ന്, ഹദീസുകളിൽ നിന്ന്, പിന്നെ ഒരു 90% മുസ്ലിങ്ങളും അംഗീകരിക്കുന്ന അൽ തബരിയുടെ ഹിസ്റ്ററിയിൽ നിന്നുമാണ്. അപ്പം ഇത്തരം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഈ കാര്യം നുണയാണ് എന്ന് അബ്ദുൽ നാസർ മീരാനും വല്ല വാദം ഉണ്ടെങ്കിൽ, അബ്ദുൽ നാസർ മീരാനും മാത്രമല്ല ഞങ്ങൾ അനിൽകുമാർ അയ്യപ്പനും കൂട്ടരും നുണയാണ് പറയുന്നതെന്ന് ഈ ക്ലബ് ഹൗസിൽ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു ദാവാക്കാരനും ഞങ്ങൾ ഈ പറഞ്ഞത് നുണയാണെന്ന് തെളിയിക്കാം. ഖുർആനിൽ ഇങ്ങനെ ഇല്ല, ഹദീസുകളിൽ ഇങ്ങനെ ഇല്ല എന്നൊക്കെ നിങ്ങൾക്ക് തെളിയിക്കാൻ വേണ്ടി നിങ്ങളെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഇനി മൂന്നാമതായിട്ട് ഞങ്ങൾ വേറൊരു കാര്യം പറഞ്ഞത്, അപ്രതീക്ഷിതമായി ഖൈബർ എന്ന പ്രദേശത്തുള്ള യഹൂദന്മാരെ ആക്രമിച്ച് പലരെയും കൊല്ലുകയും അവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ചെടുത്ത് തിരികെയുള്ള യാത്രയിൽ പിതാവും ഭർത്താവും മുസ്ലിങ്ങളാൽ കൊല്ലപ്പെട്ട സൊഫിയ എന്ന സ്ത്രീയുമായി വഴിയിൽ വെച്ച് തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്ത ആളാണ് മുഹമ്മദ് എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അത് നുണയാണെന്ന് അബ്ദുൽ നാസർ മീരാനും വല്ല വാദവും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇതാ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെളിവ്, ഞങ്ങൾ പറഞ്ഞ കാര്യത്തിൻ്റെ തെളിവ് ഞങ്ങൾ തരാം. സ്വഹീഹ് മുസ്ലിം വാല്യം 2 ഭാഗം 16 ഹദീസ് നമ്പർ 84 sunna.com പോയി നോക്കിക്കഴിഞ്ഞാൽ 1365 ഹദീസാണ്. അനസ് നിവേദനം, റസൂൽ ഖൈബർ യുദ്ധം നടത്തിയ അവസരത്തിൽ ഖൈബറിനടുത്ത് വെച്ച് ഇരുട്ടുള്ള സമയത്ത് പ്രഭാത നമസ്കാരം നിർവഹിച്ചു. ശേഷം നബി വാഹനം കയറി. അബൂ ത്വൽഹയും വാഹനം കയറി. അബൂ ത്വൽഹയുടെ വാഹനത്തിന് പിന്നിൽ ഞാനും കയറി. എന്നിട്ട് നബി ഖൈബറിലെ ചില വഴികളിലൂടെ വാഹനത്തെ ഓടിച്ചു. അപ്പോൾ എൻ്റെ കാൽമുട്ട് നബിയുടെ തുടയിൽ സ്പർശിക്കുന്നുണ്ടായിരുന്നു. അത് കാരണം നബിയുടെ തുടയുടെ വെളുപ്പ് എനിക്ക് കാണാവുന്ന നിലയിൽ തുടയിൽ നിന്നും വസ്ത്രം നീങ്ങിയിരുന്നു. അങ്ങനെ ആ ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടുന്ന് ഇപ്രകാരം പറഞ്ഞു, അള്ളാഹു ഏറ്റവും മഹാൻ തന്നെ, ഖൈബർ ശത്രുക്കൾക്ക് നഷ്ടമായി. തീർച്ചയായും ഞങ്ങൾ ഒരു ജനതയുടെ മുറ്റത്ത് വന്നിറങ്ങിയാൽ മുന്നറിയിപ്പ് നൽകപ്പെട്ടവരുടെ പ്രഭാതം വളരെ ചീത്ത തന്നെ. ഇപ്രകാരം 3 പ്രാവശ്യം പറഞ്ഞു. ജനങ്ങൾ അവരുടെ ജോലികളിലേക്ക് പുറപ്പെട്ടിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, അള്ളാഹുവാണേ സത്യം, ഇതാ മുഹമ്മദ് വന്നിരിക്കുന്നു. നിവേദകരായ അബ്ദുൽ അസീസും കൂട്ടുകാരും പറഞ്ഞു, മുഹമ്മദും സൈന്യങ്ങളും എന്ന്. അതായത് ഖൈബർ ശക്തിയിലൂടെ ഞങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നു. തടവുകാർ ഒരുമിച്ച് കൂട്ടപ്പെട്ടു. അപ്പോൾ ദിഹിയത്ത് എന്ന ആൾ വന്ന് നബിയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, തടവുകാരിൽ നിന്നൊരു പെൺകുട്ടിയെ എനിക്ക് തരൂ. നബി പറഞ്ഞു, നീ പോയി ഒരാളെ എടുക്ക്. അയാൾ ഹുയ്യയിൻ്റെ മകൾ സൊഫിയയെ സ്വീകരിച്ചു. അപ്പോൾ വേറെ ഒരാൾ നബിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഖുറൈസ നദീർ ഗോത്ര നേതാവായ ഹുയ്യയിൻ്റെ മകളെ അയാൾക്ക് നൽകുകയോ അവൾ താങ്കൾക്കല്ലാതെ യോജിക്കുകയില്ല.
നബി അയാളോട് അവളെയും കൊണ്ട് വരാൻ കൽപ്പിച്ചു. അയാൾ അവളെയും കൊണ്ടുവന്നു. നബി അവളെ കണ്ടപ്പോൾ പറഞ്ഞു, യുദ്ധത്തടവുകാരിൽ നിന്നും നീ മറ്റൊരു സ്ത്രീയെ എടുക്കുക. ശേഷം നബി അവളെ സ്വതന്ത്രയാക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. സാബിത്ത് അനസിനോട് ചോദിച്ചു, അബു ഹംസെ, എത്രയാണ് നബി അവൾക്ക് മഹർ കൊടുത്തത്? അദ്ദേഹം പറഞ്ഞു, അവളുടെ ശരീരം തന്നെ. അതായത് നബി അവളെ സ്വതന്ത്രയാക്കിയ ശേഷമാണ് വിവാഹം കഴിച്ചത്. അങ്ങനെ യാത്രാമധ്യേ വഴിയിൽ അവളെ നബിക്ക് വേണ്ടി ചമയിക്കുകയും രാത്രി നബിയുടെ അടുത്തേക്ക് അവളെ ആനയിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ നബി മണവാളനായി മധുവിധു ആഘോഷിച്ചു. എന്നിട്ട് നബി ഒരു തോൽവിരിപ്പ് വിരിച്ചുകൊണ്ട് പറഞ്ഞു, ആരുടെയെങ്കിലും പക്കൽ ഭക്ഷണ സാധനങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ കൊണ്ടുവരിക, എന്നിട്ട് ഇതിൽ ഇടുക. അപ്പോൾ ഒരാൾ പാൽക്കട്ടി കൊണ്ടുവന്നു, വേറെ ഒരാൾ നെയ്യും കൊണ്ടുവന്നു. അത് കൂട്ടിക്കലർത്തി അവർ ഭക്ഷിക്കുകയും ചെയ്തു. അതായിരുന്നു നബിയുടെ വിവാഹ സദ്യ. സ്വഹീഹ് മുസ്ലിം വാല്യം 2 ഭാഗം 16 ഹദീസ് നമ്പർ 84. അവരുടെ ആദ്യരാത്രിയിലെ ഒരു സംഭവത്തെക്കുറിച്ച് ഇബ്നു ഹിശാം തൻ്റെ സീറയിൽ നൽകുന്ന വിവരണമുണ്ട്. ഇബ്നു ഹിശാമിൻ്റെ സീറ റസൂലുള്ളാഹി ഉണ്ടല്ലോ, അതിനകത്ത് പറയുന്നത്, അതിൻ്റെ പേജ് 766 പറയുന്ന ഒരു കാര്യമുണ്ട്. അതും ഞാൻ വായിക്കാം. അബു അയ്യൂബ് എന്ന അൻസാരി ഊരിപ്പിടിച്ച വാളുമായി മുഹമ്മദിൻ്റെയും സൊഫിയയുടെയും കൂടാരത്തിന് കാവൽ നിന്നു. രാവിലെ കൂടാരത്തിന് പുറത്ത് അബു അയ്യൂബിനെ കണ്ടപ്പോൾ എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് മുഹമ്മദ് അന്വേഷിച്ചു. അയാൾ മുഹമ്മദിനോട് പറഞ്ഞു, ആ ചെറുപ്പക്കാരി അങ്ങയെ വല്ലതും ചെയ്തെങ്കിലോ എന്ന് ഞാൻ ഭയപ്പെട്ടു. കാരണം അവരുടെ പിതാവും ഭർത്താവും സ്വന്തം ജനങ്ങളും കൊല്ലപ്പെട്ടത് അങ്ങയാലാണല്ലോ. അത് കേട്ടപ്പോൾ പ്രവാചകൻ അബു അയ്യൂബിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇബ്നു ഹിശാമിന്റെ സീറ പേജ് 766. വാളിൻ്റെ കാവലിൽ ആധിരാത്രി ആഘോഷിച്ച വേറെ ഏതെങ്കിലും പ്രവാചകന്മാർ ലോകത്തുണ്ടോ? സത്യദൈവത്തിൻ്റെ പ്രവാചകന്മാരെ കുറിച്ച് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ബൈബിളിലുള്ള പ്രവാചകന്മാരുടെ കാര്യം വിട്. ലോകത്തിൽ ഇഷ്ടം പോലെ മതങ്ങളും ആ മതങ്ങളിലൊക്കെ പ്രവാചകന്മാരെന്നും പറഞ്ഞ് പലരും വന്നിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്രവാചകൻ ഇതുപോലെയുള്ള കാര്യം ചെയ്തിട്ടുണ്ടോ? വാളിൻ്റെ കാവലിൽ ആദിരാത്രി ആഘോഷിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇസ്ലാമിക പണ്ഡിതന്മാർ ഇത് ആ പരിഭാഷകൻ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? നബി മണവാളനായി മധുവിധു ആഘോഷിച്ചു എന്നാ. കഷ്ടം. ഇസ്ലാമിക പണ്ഡിതന്മാർ ഇതിനെ മധുവിധു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സാമാന്യ ബുദ്ധിയുള്ള അബു അയ്യൂബിനെ പോലെയുള്ളവർക്ക് അന്ന് മനസ്സിലായത് അവിടെ അകത്ത് നടക്കുന്നത് ബലാത്സംഗമാണെന്നാണ്. അതുകൊണ്ടാണ് അവർ ഊരിപ്പിടിച്ച വാളുമായി കൂടാരത്തിന് കാവൽ നിന്നത്. മനസ്സിലായ? ഇനി ഈ സൊഫിയയുടെ ഭർത്താവിനെ എങ്ങനെയാണ് കൊന്നതെന്നുള്ള കാര്യം സീറകളിൽ കാണാം. മുഹമ്മദിൻ്റെ ആദ്യ ജീവചരിത്രമായ സീറ റസൂലുള്ളാഹിൽ, അതായത് ഈ ആദ്യ ഹദീസ് സമാഹരണമായ സ്വഹീഹ് അൽ ബുഖാരി ഉണ്ടല്ലോ, ഇവരുടെ ഒന്നാം പ്രമാണമായിട്ട് ഇവർ കൊണ്ടു നടക്കുന്നത്. അതിന് മുമ്പുണ്ട് മാലിക് മൂവാത്തേ ഉണ്ട്, പക്ഷെ ഇവർ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഒന്നാമത്തെ ഇതായിട്ട് ഒന്നാം പ്രമാണമായിട്ട് ഇവർ കൊണ്ടു നടക്കുന്ന ഈ സ്വഹീഹ് അൽ ബുഖാരി, ഈ ബുഖാരി എഴുതപ്പെടുന്നതിനും ഏതാണ്ട് 1 നൂറ്റാണ്ട് മുമ്പേ എഴുതപ്പെട്ട പുസ്തകമാണ് സീറ റസൂലുള്ള എന്ന് പറയുന്ന ഈ ഇബ്നു ഇഷാഖിൻ്റെ പുസ്തകം. അപ്പോൾ അതിനകത്തുള്ള കാര്യം അത് ഞാനൊന്ന് വായിക്കാം. ദ മെസ്സഞ്ചർ ഓഫ് ഗോഡ് ഹാഡ് കിനാന ബിൻ അൽ റബി ബ്രോട്ട് ടു ഹിം. ഹി വാസ് ഇൻ ചാർജ് ഓഫ് ദ ബനു അൽ നദീർ ട്രഷറി. വെൻ ആസ്ക്ഡ് അബൌട്ട് ഇറ്റ്, കിനാന ഡിനൈഡ് നോളജ് ഓഫ് ഇറ്റ്സ് whereabouts. Then there was brought to the messenger of God a Jew who said, I saw Kinana circle around the treasure early every morning. The messenger of God then said to Kinana, do you realize that I will kill you if we find it with you? Yes, he replied. Then the messenger of God ordered that their treasure be dug up, and some of it was brought out. And so the messenger of God ordered Al-Subayr bin Al-Awam to go to him, saying, torture him until you root out what he has. Al-Subayr then repeatedly struck fire on his chest until he was close to death. Finally, the messenger of God pushed him over to Muhammad bin Maslama, who cut off his head in revenge for the loss of his brother Mahmud bin Maslama. The Life of the Prophet Muhammad, translated by Professor Trevor Gassick. ഇത് ഇബ്നു ഇഷാഖിൻ്റെ സീറയുടെ ഇംഗ്ലീഷിലേക്കുള്ള വിവർത്തനമാണ്. അതിൽ നിന്നുള്ള സംഭവമാണ് നമ്മളിപ്പോൾ വായിച്ചത്. അതിൻ്റെ പേജ് 268 അത് പറഞ്ഞിരിക്കുന്നത്. അതായത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കിനാന ബിൻ റബിയ, അതായത് ഈ സൊഫിയയുടെ ഭർത്താവ്, അദ്ദേഹം ഈ ഖൈബറിലെ ആളുകളുടെയൊക്കെ പണം സൂക്ഷിക്കുന്ന ആളായിരുന്നു. അവിടുത്തെ ട്രഷററാണ്, ധനകാര്യമന്ത്രി എന്നൊക്കെ നമ്മൾ പറയുന്ന വിധത്തിലുള്ള ഒരു ആൾ. അപ്പോൾ ഇവരുടെ പണമൊക്കെ ഇദ്ദേഹം വളരെ വിശ്വസ്തയോടുകൂടെ സൂക്ഷിച്ചിരുന്നു. ഇദ്ദേഹം നിലത്ത് ഒരു കുഴിയെടുത്തിട്ട് ആ കുഴിക്കകത്താണ് ഇതെല്ലാം ഇട്ട് വെച്ചിരുന്നത്. അത് ആർക്കും അറിയാതെ രഹസ്യമായിട്ടാണ്. ഇദ്ദേഹം അവിടെയൊക്കെ ചുറ്റിത്തിരിയുന്നത്
യഹൂദന്മാർ കാണുന്നുണ്ട്, പക്ഷേ ഇത് എവിടെയാണ് കുഴിച്ചിട്ടതെന്ന് അറിയില്ല. ഇദ്ദേഹത്തെ വിളിച്ചു വന്നിട്ട് മുഹമ്മദ് പറയും, എവിടെയാണ് നീ പണമൊക്കെ വെച്ചിരിക്കുന്നത്? ഇവരുടെ പണം മുഴുവനും നിൻ്റെ കൈവശമാണല്ലോ, ഇത് കൊള്ളയടിക്കാൻ വന്നിരിക്കുകയാണല്ലോ ഇവർ. അപ്പോൾ കൊള്ളക്കാരന് പണം കിട്ടണം. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ രാത്രി ചില ഇതിലൊക്കെ നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടില്ലേ, ഈ കള്ളന്മാരൊക്കെ വീട്ടിനകത്ത് കയറിയിട്ട് കുടുംബനാഥനെ വിളിച്ചു നിർത്തിയിട്ട് ചോദിക്കുന്നത്, എവിടെയാണ് പൊന്നും പണവും വെച്ചിരിക്കുന്നത്, ഇപ്പം പറഞ്ഞു, അല്ലെങ്കിൽ കത്തി കൊണ്ട് ഞാൻ ഇപ്പം കുത്തും എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ മുഹമ്മദ് ഈ കിനാനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എവിടെയാണ് പണം വെച്ചിരിക്കുന്നത്? അപ്പോൾ അവൻ പറയും, എനിക്കറിയില്ല, എനിക്കതിനെക്കുറിച്ച് ഒരു ധാരണയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ മുഹമ്മദ് ചോദിക്കും, നിനക്ക് അറിഞ്ഞൂടെ ഇത് ഞങ്ങൾ സത്യം കണ്ടുപിടിച്ചാൽ നിൻ്റെ അവസ്ഥ മോശമാകുന്നു? അപ്പോൾ പറയണ അറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു യഹൂദനെ വിളിച്ചുകൊണ്ട് വരും അവിടെ. അപ്പോൾ അവൻ യഹൂദൻ കൊല്ലപ്പെടുമെന്ന് പേടിച്ചിട്ട് പറഞ്ഞു കൊടുക്കും, ഈ പ്രദേശങ്ങളിൽ ഇദ്ദേഹം രാവിലെ തന്നെ ഇങ്ങനെ ചുറ്റി കറങ്ങുന്നത് കാണാറുണ്ടെന്ന് പറയും. അതായത് ട്രഷറി ഇരിക്കുന്ന പണപ്പെട്ടി ഇരിക്കുന്ന ആ പ്രദേശത്ത്. ഏതായാലും അവരവിടെ കുഴിച്ചു, മുഹമ്മദ് ഉത്തരവിട്ടിട്ട് അവിടെ കുഴിച്ചു കഴിഞ്ഞപ്പോൾ ഈ പണപ്പെട്ടി കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മുഹമ്മദ് ഇവനെ ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. കൊല്ലുകയല്ല, ടോർച്ചർ ചെയ്യാനാണ് പറയുന്നത്. ആ വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, ഞാനതൊന്ന് കാണിച്ചു തരാം. ടോർച്ചർ ഹിം അൺടിൽ യു റൂട്ട് ഔട്ട് വാട്ട് ഹി ഹാസ്. ടോർച്ചർ ഹിം അൺടിൽ യു റൂട്ട് ഔട്ട് വാട്ട് ഹി ഹാസ്. നമ്മൾ ഈ ചില സിനിമയിലൊക്കെ ഡയലോഗ് കേൾക്കാറില്ലേ, ഈ പൃഥ്വിരാജോ അല്ലെങ്കിൽ മോഹൻലാലൊക്കെ പറഞ്ഞത്, നിൻ്റെ അടിവേര് വരെ ഞാൻ പിഴുതെടുക്കുന്നൊക്കെ. അമ്മാതിരി കാര്യമാണ് മുഹമ്മദ് ഇവിടെ ചെയ്യാൻ പറയുന്നത്. അവനെ നിങ്ങൾ ടോർച്ചർ ചെയ്യണം, അവനെ പീഡിപ്പിക്കണം. അവൻ്റെ ആ വേരടക്കം പറഞ്ഞു വരുന്ന വിധത്തിൽ നിങ്ങൾ അവനെ പീഡിപ്പിക്കാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഈ അൽസുബൈർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തീ നെഞ്ചത്ത്, ചില ഇതിൽ വിവരണങ്ങളിലാണ് ചിലത് പറഞ്ഞത്, അവനവിടെ മലർത്തി കിടത്തിയിട്ട് അവൻ്റെ നെഞ്ചത്ത് തീ കൂട്ടിയിട്ട് കത്തിക്കും. ചുള്ളിക്കമ്പുകളൊക്കെ കൊണ്ടുവന്നിട്ട് അവൻ്റെ നെഞ്ചത്ത് തീയിട്ട് കത്തിക്കും. എന്നിട്ട് അത് പിന്നെ തട്ടിക്കളയും, വീണ്ടും തീ കത്തിക്കും. അങ്ങനെ ചിലർ പറയുന്നത് ഈ പന്തം പോലെ തീ കത്തിച്ചിട്ടുള്ള ഇതുകൊണ്ട് അവൻ്റെ നെഞ്ചത്ത് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞത്. എന്തായാലും ശരി, ആ മനുഷ്യനെ കൊല്ലാറാക്കി. അപ്പോൾ ചാവെന്നുള്ള ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ മുഹമ്മദ് അതിനെ വേറൊരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യുദ്ധത്തിൽ അവൻ്റെ സഹോദരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്, മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ കൊല്ലപ്പെട്ടതിന് പ്രതികാരമായിട്ട് നീ തന്നെ അവനെ കൊല്ലുമെന്നും പറഞ്ഞ് വേറൊരുത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അതാണ് അവിടെ നമ്മളിപ്പോൾ ഈ ഇബ്നു ഇഷാഖിൻ്റെ സീറ എന്നുള്ള ഇംഗ്ലീഷ് പരിഭാഷയിൽ നമ്മൾ വായിച്ചത്. അപ്പോൾ ഇതുപോലെ ക്രൂരത കാണിച്ചിട്ടുള്ള ഒരു പ്രവാചകനെ നിങ്ങൾക്ക് ചരിത്രത്തിൽ എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? അബ്ദുൽ നാസർ മീരാനോട് മാത്രമല്ല, എല്ലാ മുസ്ലിങ്ങളോടും ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ കാരുണ്യത്തിൻ്റെ തിരുതൂതരെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുണ്ടല്ലോ, ആ പുള്ളി ചെയ്ത കാര്യമാണ് നമ്മളിപ്പോൾ ഈ കേട്ടത്, വായിച്ചു കേട്ടത്, അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടത്, സ്ക്രീനിൽ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇത് ഇത്രയും നെറുകേട് കാണിച്ച ഒരാളെ കരളിൻ്റെ കഷ്ണമാണ്, മാനവരിൽ മഹോന്നതനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാൻ നിങ്ങൾക്ക് ഒരു ഉളുപ്പും തോന്നുന്നില്ലേ? ലജ്ജ എന്ന് പറയുന്നത് നിങ്ങളുടെ ഏഴയലത്ത് കൂടി പോയിട്ടില്ലേ? അറിയാണ്ട് ചോദിക്കുകയാണ്. നിങ്ങൾ ഈ വെള്ളം പൂശാൻ വേണ്ടി വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണ്ടേ, ഇങ്ങനത്തെ ഒരു മനുഷ്യനെയൊക്കെയാണോ ഞാൻ വെള്ളം പൂശാൻ വരുന്നത്? എനിക്ക് അതിൻ്റെ ആവശ്യം എന്താണ്? ഇത്രയും ക്രൂരനായൊരു മനുഷ്യനെ ഞാൻ എന്തിനു വെള്ളം പൂശാൻ പോകണം എന്ന് നിങ്ങളൊന്ന് സ്വയം ഒന്ന് ചിന്തിക്കണ്ടേ. പിന്നെ ഇത് കേൾക്കുന്ന മുസ്ലിം സ്ത്രീകൾ ഞങ്ങളുടെ ക്ലബ് ഹൗസ് റൂമുകളിൽ വന്ന് ഘോരഘോരം മുഹമ്മദിന് വേണ്ടി വാദിക്കുന്ന കുറേ മുസ്ലിം സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. വേറെ പലയിടത്തും വാദിക്കുന്നു. ചിലരൊക്കെ ഡോക്ടറേറ്റൊക്കെ ഉള്ള ആളുകളാണ്. അവർ ഡോക്ടറേറ്റൊക്കെ ഉള്ള ആളുകൾ ഇസ്ലാമിന് വേണ്ടി, അള്ളാഹിന് വേണ്ടി, മുഹമ്മദിന് വേണ്ടി, മുഹമ്മദ് മഹാസംഭവമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് വാദിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ത്രീകളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങൾ രാവിലെ ഉണർന്നെഴുന്നേറ്റ് വീട്ടിലെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഭർത്താവാണെങ്കിൽ ജോലിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. നിങ്ങളുടെ ഭർത്താവിൻ്റെ അനിയത്തിമാർ സ്കൂളിലേക്കും കോളേജിലേക്കും പോകാൻ വേണ്ടിയുള്ള തിരക്കിലാണ്. നിങ്ങളുടെ ഭർത്തൃപിതാവ് പൂമുഖത്ത് ചാരുകസേരയിൽ കിടന്ന് പത്രം വായിക്കുന്നു. നിങ്ങളുടെ ഭർത്തൃമാതാവ് നിങ്ങളോടൊപ്പം അടുക്കളയിൽ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. വേറെ ഏതോ ഒരു ദിവസത്തെയും പോലെ ഒരു സാധാരണ ദിവസം, നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സാധാരണ ദിവസം. പക്ഷെ പെട്ടെന്നുണ്ടോ അതാ ഒരു കൂട്ടം റൗഡികൾ നിങ്ങൾ താമസിക്കുന്ന ഈ ഹൗസിംഗ് കോളനിയിലേക്ക് ഇരച്ചു കയറി വരികയാണ്. അപ്പം ഇങ്ങനെ ഒരു ആക്രമണത്തെക്കുറിച്ച് യാതൊരു മുന്നറിയിപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് സമാധാനത്തോടെ താങ്കളുടെ ജോലിയിൽ വ്യാപൃതരായിരുന്ന ആളുകൾ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പേ കൊല്ലപ്പെടുകയാണ്. ഈ വരുന്നവർക്ക് കണ്ണിച്ചോറില്ലാത്തവന്മാരാണ്. വന്നു കഴിഞ്ഞിട്ടുണ്ട്, ആണുങ്ങളൊക്കെ അങ്ങ് വെട്ടിക്കൊല്ലുകയാണ്, കാണുന്നവനൊക്കെ അങ്ങ് കൊല്ലുകയാണ്. നിങ്ങളുടെ ഭർത്താവും ഭർത്തൃപിതാവും ആ പ്രദേശത്ത് തന്നെ താമസിക്കുന്ന നിങ്ങളുടെ സഹോദരങ്ങളും, ഹൗസിംഗ് കോളനിക്കകത്ത് തന്നെ താമസിക്കുന്ന നിങ്ങളുടെ സഹോദരങ്ങളും പിന്നെ മറ്റു ബന്ധുക്കളും, ഇങ്ങനെയുള്ള ആളുകൾ, ഇവരൊക്കെ കൂടി ചേർന്നിട്ട് ഈ അക്രമികളൊന്ന് നേരിടാൻ ശ്രമിച്ചെങ്കിലും ഇവർ പിടിക്കപ്പെടുകയും പിന്നീട് അതിക്രൂരമായ വിധത്തിൽ പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെടുകയും ചെയ്യുകയാണ്. നിങ്ങളും നിങ്ങളുടെ മാതാവ്, സഹോദരിമാർ, ഭർത്തൃമാതാവ്, നാത്തൂന്മാർ, പിന്നെ നിങ്ങളുടെ കളിക്കൂട്ടുകാരികൾ, നിങ്ങൾക്ക് പരിചയമുള്ള അയൽവക്കത്തുള്ള സ്ത്രീകൾ, ഇങ്ങനെയുള്ളവരൊക്കെ അടിമകളായി, പിന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ചെറിയ പിള്ളേർ, ഇവരൊക്കെ അടിമകളായിട്ട് പിടിക്കുകയാണ്. ഈ വന്ന റൗഡികൾ ഇവരെയൊക്കെ അടിമകളായി പിടിക്കുകയാണ്. അത് കഴിഞ്ഞ് നിങ്ങളെയൊക്കെ ഈ അക്രമികൾ ഓരോരുത്തരെയായിട്ട് വീതിച്ചെടുക്കുന്നു.
അപ്പോൾ നിങ്ങളെ ഒരാൾക്ക് കിട്ടി, പക്ഷെ നിങ്ങൾ സൗന്ദര്യമുള്ളവരായതുകൊണ്ട്, മറ്റുള്ളവരെ അപേക്ഷിച്ച് നിങ്ങൾക്ക് കൂടുതൽ സൗന്ദര്യമുള്ളവരായതുകൊണ്ട് അവിടെയുള്ള ഈ വന്ന റൗഡിക്കൂട്ടത്തിലുള്ള ടീമുകൾക്കെല്ലാം അവരോട് അസൂയാണ്. അത് വേറെ ഹദീസിലാണ് അത് പറയുന്നത്. ഇവരെ ആക്രമിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട്, ഇവളെ ആർക്ക് കിട്ടുന്നു, ഹുയൈൻ്റെ മകളെ ആർക്ക് കിട്ടും, ഹുയൈൻ്റെ മകളെ ആർക്ക് കിട്ടുമെന്ന് ഇവർ തമ്മിൽ ചോദിക്കുന്നുണ്ട്. കാരണം ഇവരൊക്കെ ഒരു കാലത്ത് ഈ ഗൈബറിൽ ഇവരുടെ ജോലിക്കാരായിരുന്നു. മദീനയിലെ മദീന എന്ന് പറഞ്ഞാൽ അന്നത്തെ അതിൻ്റെ പേര് യാത്രിബ് എന്നാണ്. മദീന എന്ന് പിന്നീട് വരുന്ന പേരാണ്. യാത്രിബ് എന്ന് പറഞ്ഞാൽ ഒരു യഹൂദ സങ്കേതമാണ്. യഹൂദന്മാരെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. പിന്നെ ഉള്ളത്, അതായത് ഭൂരിപക്ഷം യഹൂദന്മാർ, പിന്നെ ഉള്ളത് കുറച്ച് അറബികൾ, സാധാരണക്കാരായ. മറ്റേത് അറബി യഹൂദന്മാരാണ്, ഇത് സാധാരണ അറബികളായിരിക്കുന്ന ആളുകൾ. അപ്പോൾ ഇവരൊക്കെ ഈ തോട്ടത്തിലെ ജോലിക്കാരാണ്, ഇവരുടെയൊക്കെ യഹൂദന്മാരുടെ തോട്ടത്തിലെ ജോലിക്കാരാണ്. അപ്പോൾ ഈ ജോലിക്ക് ചെല്ലുന്ന സമയത്ത് ഈ മുതലാളിയുടെ മകളെയൊക്കെ കാണുമ്പോൾ, ഇവരുടെ സൗന്ദര്യമൊക്കെ കാണുമ്പോൾ ഇവർക്ക് ആശയുണ്ട് മനസ്സിൽ, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ലല്ലോ. പക്ഷെ മുഹമ്മദിനെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞതിന് ശേഷം ഇവരെന്ത് ചെയ്യാണ്, ഈ പഴയ യജമാനന്മാരെയൊക്കെ ആക്രമിക്കുകയും അവരുടെ വസ്തുവകൾ പിടിച്ചെടുക്കുകയും അവരുടെ സ്ത്രീകളെയൊക്കെ ഇവരൊരു കാലത്ത് കണ്ട് മോഹിച്ചുകൊണ്ടിരുന്ന ഈ പെണ്ണുങ്ങളെയൊക്കെ പിടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ പോകുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, ഈ ഹുയൈൻ്റെ മകളെ ആർക്ക് കിട്ടും, ഹുയൈൻ്റെ മകളെ ആർക്ക് കിട്ടുമെന്ന്. അത് വേറൊരു ഹദീസിലാണുള്ളത്. എന്നിട്ട് അവിടെ ചെന്ന് ഇത് പിടിച്ചെടുത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ദിഹിയത്തിന് അവളെ കിട്ടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർക്ക് അസൂയ മൂത്തിട്ട് അവരെയൊന്ന് മുഹമ്മദിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അത് അവന് കിട്ടേണ്ട ആളല്ല, അത് അങ്ങേക്ക് മാത്രമേ ചോദിച്ചാണ്. കാരണം ഇവർക്ക് അസൂയ, അത് ഇവളെ കിട്ടുന്നു എന്നുള്ളതുകൊണ്ട് അതിൻ്റെ പേരിലാണ് അത് പങ്കുവയ്ക്കുന്നത്. അത് വേറൊരു ഹദീസാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇതിലേക്ക് വരാം, മുസ്ലിം സ്ത്രീകളോട് എൻ്റെ ചോദ്യം. അപ്പോൾ നിങ്ങളെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ അധികം സൗന്ദര്യമുള്ളത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങളെ കിട്ടിയ ആളിൽ നിന്ന് ആ കൊള്ള സംഘത്തിൻ്റെ തലവൻ നിങ്ങളെ പിടിച്ചെടുക്കുകയാണ്. അക്രമ സംഘത്തിൻ്റെ തലവൻ അല്ലെങ്കിൽ റൗഡിക്കൂട്ടത്തിൻ്റെ തലവൻ നിങ്ങളെ പിടിച്ചെടുക്കുകയാണ്. എന്നിട്ട് പകലെ നിങ്ങളുടെ ഭർത്താവിനെയും ബന്ധുജനങ്ങളെയും കൊന്ന് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ അടിമകളായി പിടിച്ച ആ മനുഷ്യനോടൊപ്പം തിരിച്ചുള്ള യാത്രയിൽ രാത്രി തന്നെ നിങ്ങൾക്ക് കിടക്ക പങ്കിടേണ്ടി വരുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന വികാരം? അയാളോടൊപ്പമുള്ള ആ നിമിഷം, ഓരോ നിമിഷവും രാത്രിയിൽ ആ നിമിഷം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുമോ? ആസ്വദിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾ ഏത് തരത്തിൽപ്പെട്ട സ്ത്രീയാണ്? നിങ്ങളുടെ ഭർത്താവ് കൊല്ലപ്പെട്ടിട്ട് കൊന്ന ആ കൂട്ടത്തിൻ്റെ തലവനോടൊപ്പം നിങ്ങൾക്ക് ആ രാത്രിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഏത് തരത്തിൽപ്പെട്ട സ്ത്രീയാണ്? ഇനി അങ്ങനെ ഇല്ല, നിങ്ങളെ അയാൾ ബലാത്സംഗം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മനുഷ്യനെ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ പുകഴ്ത്തി പറയാൻ പറ്റുമോ? അയാൾ വലിയ നല്ല മനുഷ്യനാണ്, വലിയ ആളാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ലെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ കാര്യം ചെയ്ത മുഹമ്മദിനെ വെള്ളപൂശാൻ പറ്റുന്നത്? മുഹമ്മദ് ഇതേ കാര്യം സൊഫിയയോട് ചെയ്തിട്ടുണ്ടല്ലോ, നമ്മളിപ്പോൾ കണ്ടല്ലോ ഇത്. അപ്പം ഇതിനെ നിങ്ങൾക്ക് എങ്ങനെയാണ് ന്യായീകരിക്കാൻ പറ്റുന്നത്? ഇസ്ലാമിന് വേണ്ടി, മുഹമ്മദിന് വേണ്ടി സംസാരിക്കാൻ വരുന്ന ഓരോ സ്ത്രീയും ഇത് ആലോചിക്കണം. സൊഫിയയുടെ സ്ഥാനത്ത് നിങ്ങളെ നിർത്തി ആലോചിക്കണം. മുഹമ്മദിൻ്റെയും സ്വഹാബിമാരുടെയും കയ്യാൽ അടിമകളായി പിടിക്കപ്പെട്ട ഓരോ യഹൂദ സ്ത്രീകളുടെയും ക്രിസ്ത്യ സ്ത്രീകളുടെയും പിന്നെ ബഹുദൈവ വിശ്വാസിനികളായിരിക്കുന്ന സ്ത്രീകളുടെയൊക്കെ സ്ഥാനത്ത് നിങ്ങളെ തന്നെ സ്വയം നിങ്ങളൊന്ന് നിർത്തിയിട്ട് ചിന്തിച്ചു നോക്കണം. അങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് സ്വയം ലജ്ജ കൊണ്ട് തല ഉനിക്കേണ്ടി വരും. ഇങ്ങനെയുള്ളൊരു മനുഷ്യനെയാണല്ലോ ഞാൻ ഇത്രയും നാളും ന്യായീകരിച്ചതെന്ന് ഓർത്തിട്ട്. മനസ്സിലായ? നിങ്ങൾ മനസാക്ഷി എന്ന് പറയുന്നൊരു സാധനമുള്ള സ്ത്രീയാണെങ്കിൽ. എന്നാൽ ഇന്നത്തെ മുസ്ലിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അന്നുള്ളവർക്ക്, അന്ന് ഇതിനൊക്കെ ദൃക്സാക്ഷിയായിരുന്ന ആളുകൾക്ക് അറിയാമായിരുന്നു സൊഫിയയുമായി മുഹമ്മദ് നടത്തുന്നത് മധുവിധ ബലാത്സംഗമായിരുന്നു എന്ന്. അതുകൊണ്ടാണ് അവർ വാളുമായി ആ ബലാത്സംഗത്തിന് കാവൽ നിന്നത്. പിന്നെ ഇതിനൊരു ന്യായീകരണം ചിലവന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. നബി വിധവകളെ സഹായിക്കാനാണ് ഇത്രയധികം വിവാഹം കഴിച്ചതെന്ന്. മുഹമ്മദിൻ്റെ വിവാഹത്തെക്കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നൊരു ന്യായമുണ്ട്. നബി വിധവകളെ സഹായിക്കാൻ വേണ്ടിയാണ് വിവാഹം കഴിച്ചതെന്ന്. ഇത് പല മുസ്ലിം എഴുത്തുകാർ, ദാവാക്കാരല്ലാത്തവരുമായ പല മുസ്ലിം എഴുത്തുകാരും പ്രസംഗകരും ഒക്കെ വാദിക്കുന്നത് കേട്ടിട്ടുണ്ട്. നല്ല കോമഡിയുള്ള വാദമാണിത്. ഭർത്താക്കന്മാരെ വെട്ടിക്കൊന്ന് ആദ്യം സ്ത്രീകളെ വിധവകളാക്കുക, പിന്നെ ഈ വിധവകളെ സഹായിക്കാനായി അവരെ വിവാഹം കഴിക്കുക. നല്ല നീതി തന്നെ. ഇവരുടെയൊക്കെ നീതിബോധേ. പണ്ട് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. കഥ എന്ന് പറഞ്ഞാൽ വലുതൊന്നുമില്ല, വളരെ ചെറുതാണ്. ഈ മാതാപിതാക്കന്മാരെ കൊലപ്പെടുത്തിയതിന് കോടതി മകന് ശിക്ഷ വിധിക്കാൻ പോവുകയാണ്. അവൻ ചെയ്ത കുറ്റം എന്ന് പറയുന്നത് അവൻ്റെ സ്വന്തം മാതാപിതാക്കളെ അവൻ കൊന്നു കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഈ ശിക്ഷ വിധിക്കുന്നതിന് മുമ്പേ ജഡ്ജി ചോദിക്കുകയാണ്, അവസാനമായി പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അത് സ്വാഭാവികം, എല്ലാ ജഡ്ജിമാർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, കോടതിയുടെ ഒരു ഇതാണല്ലോ അത്. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു തന്നതറിയോ, ഇവൻ്റെ അഭ്യർത്ഥനയാണ്, തന്നെ വെറുതെ വിടണം എന്നുള്ള നിയമം പറയുന്ന ന്യായം. മാതാപിതാക്കളില്ലാത്തൊരു അനാഥനാണ് ഞാൻ, അനാഥരെന്ന പരിഗണനയിൽ എന്നെ വെറുതെ വിടാൻ കോടതിക്ക് ദയവുണ്ടാകണം. ഇവൻ എങ്ങനെയാണ് അനാഥനായത്?
അവൻ്റെ മാതാപിതാക്കളെ ഇവൻ തന്നെ വെട്ടിക്കൊന്നതാണ്. എന്നിട്ട് ഇപ്പോൾ പറയാണ് ഞാനൊരു അനാഥനാണ്, മാതാപിതാക്കളില്ലാത്തവനാണ്, അപ്പോൾ അനാഥനുള്ള പരിഗണനയിൽ എന്നെ വെറുതെ വിടണം. വിധവാ വിവാഹം എന്ന ന്യായം പറഞ്ഞ് മുഹമ്മദിൻ്റെ ക്രൂരകൃത്യങ്ങളെ വെള്ളപൂശുന്നവരും ഈ മകനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം കാണാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? എനിക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നിങ്ങളോട്. ഏതായാലും ഞങ്ങൾ അബ്ദുൽ നാസർ മീരാനെയും കൂട്ടരെയും വെല്ലുവിളിക്കുകയാണ്. മുഹമ്മദിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞ ഈ കാര്യം നുണയാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് ആംബിയർ ഉണ്ടെങ്കിൽ നിങ്ങളത് തെളിയിക്കണം മിസ്റ്റർ മീര മാത്രമല്ല ഏതൊരു മുസ്ലിമിനെയും വെല്ലുവിളി ഏറ്റെടുക്കാം. ഞങ്ങൾ ഈ പറഞ്ഞ കാര്യമൊക്കെ നുണയാണ്, ഇതൊന്നും ഈ പുസ്തകങ്ങളിലില്ല, ഈ പറഞ്ഞ റെഫറൻസ് എല്ലാം വെറുതെ ശുദ്ധ ബോഷ്കാണ്, അതിനകത്തില്ല എന്ന് നിങ്ങൾക്ക് വല്ല വാദവും ഉണ്ടെങ്കിൽ നിങ്ങളത് തെളിയിക്കുക. ഞങ്ങളിവിടെ റെഫറൻസ് കൃത്യമായിട്ട് റെഫറൻസ് അടക്കം നിങ്ങളുടെ മുമ്പാകെ തെളിവുകൾ നിരത്തിയിട്ടുണ്ട്. ഇനി വേറെ ഞങ്ങൾ പറഞ്ഞത് ബനു ഖുറൈദ എന്നൊരു യഹൂദ ഗോത്രത്തെ ആക്രമിച്ച് കീഴടക്കി അതിലെ ഗുഹ്യഭാഗത്ത് രോമം മുളച്ചു തുടങ്ങിയ പ്രായം മുതൽ മേലോട്ടുള്ള സകല ആണുങ്ങളെയും കൊന്നുകളയുകയും അവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ചെടുത്ത് അവരിൽ പലരെയും അടിമകളും വെപ്പാട്ടികളുമായി വെക്കുകയും ചിലരെ അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് ആ കാശ് കൊണ്ട് കുതിരകളെയും ആയുധങ്ങളെയും വാങ്ങുകയും ചെയ്ത ആളാണ് മുഹമ്മദ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് നുണയാണെന്നാണോ അബ്ദുൽ നാസർ മീരാൻ്റെ വാദം? ആണെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള തെളിവ് പിടിച്ചോ. ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ല, ഞങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് വായിച്ചതാണ് ഞങ്ങൾ പറഞ്ഞത്. ആ വായിച്ച കാര്യം ചെയ്ത് നോക്കിക്കോ. താരിഖുൽ ഇസ്ലാം സമ്പൂർണ്ണ ഇസ്ലാം ചരിത്രം എന്ന് പറയുന്ന പുസ്തകമുണ്ടല്ലോ, തൃശ്ശൂർ ലാമിന ബുക്ക് സ്റ്റാളുകാർ പുറത്തിറക്കിയത്. അതിൻ്റെ 399 പേജിൽ നിന്നുള്ളത് വായിക്കുക. ഇത് ശരിക്കും 399 അല്ല, 392 മുതൽ 99 വരെയുള്ള അത്രയും ദീർഘമായിട്ട് കിടക്കുന്നതാണ്. ഞാൻ ആ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് 399 ഭാഗമാണ്. അതിന് മുമ്പ് ഞാൻ സംഭവം ഒന്ന് ചുരുക്കി പറയാം. ഇവർ ഈ ബനു ഖുറൈദ എന്ന് പറയുന്ന ഗോത്രത്തെ, യഹൂദ ഗോത്രത്തെ ആക്രമിക്കാൻ വേണ്ടി മുഹമ്മദ് സംഘവും ചെല്ലുന്നു. അവർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവർ വേഗം കോട്ടയ്ക്കകത്ത് കയറി കോട്ടവാതിലൊക്കെ അടച്ച് അവരതിനകത്തുള്ള സുഖമായിട്ട് അല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇവർ പുറമെ ഉപരോധത്തിലാണ്. ഉപരോധത്തിൽ ഇതായി കുറച്ച് ദിവസം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ യഹൂദന്മാർക്ക് മനസ്സിലായി ഇവർ വിട്ടു പോവുകയില്ല, ഇവിടെ ഇതിനകത്ത് ഇനി പോയി കഴിഞ്ഞാൽ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇവർ കീഴടങ്ങാമെന്ന് തീരുമാനിച്ചു. കീഴടക്കി കഴിഞ്ഞാൽ മുഹമ്മദും സംഘവും ഈ തങ്ങളുടെ തോട്ടവും ഈ കോട്ടയും ഇതൊക്കെ പിടിച്ചെടുത്ത് ഇതിനകത്തുള്ള വീടും ഇതൊക്കെ അവരെടുക്കും, എല്ലാ സ്വത്തുക്കളെടുക്കും. തങ്ങളെ വെറും കൈയോടെയെങ്കിലും കുതിരകളെയും ഒട്ടകത്തെയും വരെ അവരെടുക്കും. ഇവർ പറയുന്നുണ്ട് അവസാനം ഞങ്ങൾ വെറും കൈയോടെ പോകാൻ അനുവദിക്കണമെന്ന്. അതായത് എല്ലാം നിങ്ങളെടുത്തോ, ഞങ്ങളുടെ യാത്ര ചെയ്യാനുള്ള വാഹനമൃഗം പോലും വേണ്ട, ഞങ്ങൾ കയ്യിൽ ഒന്നും കൊണ്ടുപോകുന്നില്ല, വെറും കൈയോടെ ഇട്ടിരിക്കുന്ന വസ്ത്രത്തോടുകൂടെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് പൊക്കോളാം എന്നൊക്കെ പറയും. മുഹമ്മദ് സമ്മതിക്കൊന്നുമില്ല. അവസാനം പിന്നെ ഇവർ കീഴടങ്ങുകയാണ്. അങ്ങനെ കീഴടങ്ങി കഴിഞ്ഞ് പിന്നെ മുഹമ്മദ് വേറൊരാളെ കൊണ്ടുവന്നിട്ട് സാദിനെ കൊണ്ടുവന്നിട്ട് വിധി പ്രഖ്യാപിക്കുകയാണ്. ഈ വിധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ ചോദിക്കുന്നുണ്ട്, ഇയാളുടെ വിധി നിങ്ങൾക്ക് എല്ലാവർക്കും സ്വീകാര്യമാണെന്ന് ചോദിക്കുന്നുണ്ട്. സ്വീകാര്യമാണെന്ന് പറയുന്നു. അങ്ങനെ അയാൾ വിധി പറയുന്നു. വിധി എന്താണെന്നറിയാമോ? ഈ ആണുങ്ങളെയൊക്കെ, പ്രായപൂർത്തിയായ ആണുങ്ങളെയൊക്കെ കൊന്നുകളയുക. കീഴടങ്ങിയ ആൾക്കാരാണെന്ന് ഓർക്കണം. കീഴടങ്ങിയവരെ പ്രായപൂർത്തിയായിരിക്കുന്ന ആണുങ്ങളെയൊക്കെ കൊന്നുകളയുക. സ്ത്രീകളെയും കുട്ടികളെയും അടിമകളായി പിടിച്ചെടുക്കുക, മുസ്ലിങ്ങൾക്ക് വേണ്ടി അടിമകളായി പിടിച്ചെടുക്കുക, ഇവരുടെ വസ്തുവകളെല്ലാം പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇതാണ് ഇയാളുടെ വിധി. അങ്ങനെ ആ വിധി നടപ്പാക്കാൻ വേണ്ടി പിന്നെ കൊണ്ടുപോകുന്ന രംഗമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പാകെ വായിക്കാൻ പോകുന്നത്. അതിനുശേഷം തിരുമേനി മദീനയിലേക്ക് തിരിച്ചു. മദീനയുടെ ഹൃദയഭാഗത്ത് കുറേ കുഴികൾ കുഴിച്ചുണ്ടാക്കുവാൻ തിരുമേനി കൽപ്പിച്ചു. ധാരാളം കുഴികൾ ഉണ്ടാക്കപ്പെട്ടു. കൊലശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ കൊന്നുകുഴിച്ചിടുവാനാണ് ആ കുഴികൾ നിർമ്മിക്കപ്പെട്ടത്. തടവുകാർ ആ കുഴികളുടെ അടുത്തേക്ക് ഹാജരാക്കപ്പെട്ടു. ഹുയൈ ഇബ്നു അഖ്തബിനെ വധിപ്പാനായി കുഴിക്കരികെ കൊണ്ടുവന്നപ്പോൾ അയാളോട് തിരുമേനി ചോദിച്ചു, ഹേ അള്ളാഹുവിൻ്റെ ശത്രു, ഇപ്പോൾ അള്ളാഹു നിങ്ങളെ എനിക്ക് വിധേയനാക്കി തന്നില്ലേ? ഹുയൈ പറഞ്ഞു, പക്ഷെ താങ്കൾ അക്കാര്യത്തിൽ എന്നെ ഇനി കുറ്റപ്പെടുത്തേണ്ടതില്ല. അള്ളാഹു ഒരാളെ തരം താഴ്ത്തിയാൽ അവൻ തരം താണുന്നത് തന്നെ. അള്ളാഹുവിൻ്റെ വിധി നടത്തപ്പെടുന്നതിൽ എനിക്ക് വ്യസനമില്ല. ബനു ഖുറൈളക്കാരുടെ നേതാവായ കഅബ് ഇബ്നു ഉസൈദിനെ കൊല്ലുവാൻ കൊണ്ടുവന്നപ്പോൾ അയാളോട് തിരുമേനി ഇപ്രകാരം ചോദിച്ചു, കഅബേ, ഖറാശിൻ്റെ ഉപദേശം നിങ്ങൾ സ്വീകരിച്ചില്ലല്ലോ. അദ്ദേഹം എന്നിൽ വിശ്വസിച്ചിരുന്ന ആളായിരുന്നു. എന്നെ അനുകരിക്കണമെന്ന് അദ്ദേഹം നിങ്ങളോട് കൽപ്പിച്ചിരുന്നില്ലേ? കഅബ് പറഞ്ഞു, തൗറാത്താണ് സത്യം. അദ്ദേഹം ഇപ്രകാരമെല്ലാം ഉപദേശിക്കുകയും താങ്കൾക്ക് അദ്ദേഹത്തിൻ്റെ സലാം പറയുവാൻ എന്നെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഞാൻ വാളിനെ ഭയന്നതുകൊണ്ടാണ് ഇസ്ലാം മതം വിശ്വസിച്ചതെന്ന് ജനങ്ങൾ പറഞ്ഞു പരത്തുമെന്ന അപമാന ഭീതിയാലാണ് ഞാൻ അദ്ദേഹം ഉപദേശിച്ചതുപോലെ പ്രവർത്തിക്കാതിരുന്നത്. വധശിക്ഷ നൽകപ്പെട്ടവരെ വധിക്കുവാൻ അലി ഇബ്നു അബി താലിബ്, സുബൈർ ഇബ്നുൽ അവാം എന്നിവരെയും ഔസ് ഗോത്രക്കാരിൽ ചിലരെയും ഏൽപ്പിച്ചു. ബനു ഖുറൈളക്കാരിൽ വധശിക്ഷ നടത്തുന്ന കാര്യത്തിൽ ഔസ് ഗോത്രക്കാർക്ക് ഭിന്നാഭിപ്രായമില്ലെന്ന് തെളിയിപ്പാനാണ് അവരിൽ നിന്ന് ചിലർ വധം നടത്തുവാൻ നിയോഗിക്കപ്പെട്ടത്. കൊല്ലപ്പെടേണ്ടവർ മുഴുവൻ സന്ധിയാകുമ്പോഴേക്കും കൊല്ലപ്പെട്ടു.
കൊല്ലപ്പെട്ടവരുടെ എണ്ണം 600-നും 700-നും ഇടയിലായിരുന്നു. അവരുടെ ശവങ്ങൾ കൊണ്ട് നിറഞ്ഞ കുഴികൾ മണ്ണിട്ട് മൂടി. ബയാന എന്നൊരു സ്ത്രീയും കൊല്ലപ്പെട്ടു. താരിഖുൽ ഇസ്ലാം, സമ്പൂർണ്ണ ഇസ്ലാം ചരിത്രം, പേജ് 399. ഈ വിവരണത്തിൽ ഒരു കാര്യം ഇവർ കുറേ കാര്യങ്ങൾ ഇവർ വിട്ട് കളഞ്ഞിട്ടുണ്ട്. ഈ താരിഖുൽ ഇസ്ലാം, സമ്പൂർണ്ണ ഇസ്ലാം ചരിത്രം എന്ന് പറഞ്ഞ് മലയാളത്തിലേക്ക് ഇത് പരിഭാഷപ്പെടുത്തിയ ആളുകളുണ്ടല്ലോ, ഈ പണ്ഡിതന്മാർ, ഇസ്ലാമിക പണ്ഡിതന്മാർ, കുറഞ്ഞ ആളുകളൊന്നുമല്ല, വലിയ വലിയ ആളുകളൊക്കെ തന്നെയാണ്. കാരണം അതിൻ്റെ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇവരുടെയൊക്കെ പേരുകളൊക്കെ കാണിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിലെ വലിയ പണ്ഡിതന്മാർ, കേരളത്തിലെ വലിയ പണ്ഡിതന്മാരാണ്. അപ്പോൾ ഇവർ കുറേ കാര്യങ്ങൾ വിട്ട് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വേറെ പുസ്തകങ്ങൾ വായിക്കണം. കാരണം ഇവർക്ക് നാണക്കേടായിട്ട് തോന്നി, ഇവർക്ക് പോലും നാണക്കേടായിട്ട് തോന്നി. അപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യം പറയണം. ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് പൊതുവേ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊന്നും ഒരു പ്രശ്നം തോന്നാറില്ല. നബി എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെയാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. അവർക്ക് പോലും നാണക്കേടായിട്ട് തോന്നിയിട്ട് അവർ ഒഴിവാക്കി കളഞ്ഞു. അപ്പോൾ അത് നമുക്ക് വേറെ പുസ്തകങ്ങളിൽ കിട്ടുമല്ലോ. ഇവർ വായിക്കാത്ത പുസ്തകങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ബനൂ ഖുറൈളയിലെ പ്രായപൂർത്തിയായ പുരുഷന്മാരെയൊക്കെ കൊല്ലണമെന്നാണല്ലോ സഅദ് ഈ വിധി പ്രഖ്യാപിച്ചതായിട്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് പ്രായപൂർത്തിയായ ആളുകളെ കണ്ടെത്തിയതെന്ന കാര്യം ഇവരെഴുതിയിട്ടില്ല. അത് എഴുതുന്നത് നാണക്കേടായതുകൊണ്ട് അവർ വിട്ടുകളഞ്ഞു. ഏതായാലും ഹദീസിലുള്ളത് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വായിക്കുകയാണ് കേട്ടോ. നരേറ്റഡ് അത്തി അൽ ഖുറൈസി, ഐ വാസ് എമംഗ് ദ ക്യാപ്റ്റീവ്സ് ഓഫ് ബനു ഖുറൈസ്. അതായത് ദ കമ്പാനിയൻസ്, സ്വഹാബിമാർ, എക്സാമിൻഡേഴ്സ്, അവർ ഞങ്ങളെ പരിശോധിച്ചു. ആൻഡ് ദോസ് ഹൂ ഹാഡ് ബിഗൻ ടു ഗ്രോ ഹെയർ പ്യൂബ്സ് വേർ കില്ലഡ്. എന്ന് വെച്ചാൽ ഗുഹ്യഭാഗത്ത് രോമം വളർന്നവരെയൊക്കെ അവർ കൊന്നു. ആൻഡ് ദോസ് ഹൂ ഹാഡ് നോട്ട് കിൽഡ്, അങ്ങനെ രോമം വളർന്നിട്ടില്ലാത്തവരെ കൊന്നില്ല. ഐ വാസ് എമംഗ് ദോസ് ഹൂ ഹാഡ് നോട്ട് ഗ്രോൺ ഹെയർ, ഞാൻ മുടി വളരാത്തവരുടെ കൂട്ടത്തിലായിരുന്നു. ഇത് സ്വഹീഹായ ഹദീസാണെന്ന് ഓർക്കണം. സുനാൻ അബൂദാവൂദിൽ നിന്നാണ്, ബുക്കാരിയെന്നോ മുസ്ലിമെന്നോ അല്ല. ബുക്കാരിയിലും മുസ്ലിമിൽ നിന്നുള്ള ഹദീസാണെങ്കിൽ ഇവർ സാധാരണ മിണ്ടാറില്ല. കാരണം ഇവർക്കറിയാം അത് മുഴുവൻ സ്വഹീഹാണ്. അതുകൊണ്ടാണ് അതിന് സ്വഹീഹ് എന്നുള്ള ടൈറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. സ്വഹീഹ് മുസ്ലിം, സ്വഹീഹ് ബുക്കാരി എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തുള്ളതെല്ലാം സ്വഹീഹ് ആയതുകൊണ്ടാണ് ആ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ബാക്കിയുള്ള 4 എണ്ണം സിഹാഹു സിത്തയിൽ ഉൾപ്പെട്ട ബാക്കി 4 ഹദീസ് സമാഹാരങ്ങൾ അങ്ങനെ എല്ലാവരും സ്വഹീഹ് ആണെന്നില്ല, സ്വഹീഹ് അല്ലാത്തത് അതിനകത്തുണ്ട്. പക്ഷേ ഈ ഹദീസ്, ഇത് സുനാൻ അബൂദാവൂദിലുള്ള ഈ ഹദീസ്, ഇത് സ്വഹീഹാണ്. നിങ്ങൾ sunnah.com പോയിട്ട് സുനാൻ അബൂദാവൂദ് 4404 എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഹദീസ് നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ മലയാളം ഞാനൊന്ന് വായിക്കാം. അത്തിയ അൽ ഖുറാസിയിൽ നിന്ന് നിവേദനം, ബനൂ ഖുറൈസയിൽ അടിമയാക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അവർ, അതായത് സ്വഹാബികൾ, ഞങ്ങളെ പരിശോധിച്ച് ഗുഹ്യഭാഗത്തെ മുടി വളർന്നവരെയെല്ലാം കൊന്നു, അല്ലാത്തവരെ കൊന്നില്ല. ഞാൻ മുടി വളരാത്തവരുടെ കൂട്ടത്തിലായിരുന്നു എന്നാണ് ഈ അത്തിയ അൽ ഖുറാസി. അയാൾ ഒരു യഹൂദനായിരുന്നു, പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയാണ്. ഇനി തീർന്നില്ല, അടുത്തത് വീണ്ടും അത് തന്നെ, അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഹദീസ് വേറെ ഉണ്ട്. അടുത്ത ഹദീസാണത്. സുനാൻ അബൂദാവൂദ് 4405 നിങ്ങൾ sunnah.com പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ദ ട്രഡീഷൻ മെൻഷൻഡ് അബവ് ഹാസ് ആൾസോ ബീൻ ട്രാൻസ്മിറ്റഡ് ബൈ അബ്ദൽ മാലിക് ബിൻ ഉമർ through a different chain of narrators. This version has, they uncovered my private parts, and when they found that the hair had not begun to grow, they put me among the captives. അതിങ്ങനെയാണ്. മുകളിൽ പറഞ്ഞ ഹദീസ് അബ്ദുൽ മാലിക് ഇബ്നു ഉമറിൽ നിന്ന് വ്യത്യസ്തരായ നിവേദകർ വഴി നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്: അവർ എൻ്റെ വസ്ത്രങ്ങൾ മാറ്റി രഹസ്യഭാഗങ്ങൾ വെളിവാക്കി, എനിക്ക് മുടി വളർച്ചയില്ലെന്ന് കണ്ട് എന്നെ അവർ അടിമകളുടെ കൂട്ടത്തിലാക്കി എന്നാണ് സുനാൻ അബൂദാവൂദ് ബുക്ക് 39 ഹദീസ് നമ്പർ 4391 നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ബനൂ ഖുറൈദയിൽ നിന്നുള്ള ഇവരെ കൊല്ലാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പല അഭിപ്രായമാണ് കൊല്ലപ്പെട്ടവരുടെ കാര്യത്തിൽ. 600 എന്ന് പറയുന്നത്, 700 എന്ന് പറയുന്നത്, 800, 900 എന്നൊക്കെ പല കണക്കുകൾ പല പണ്ഡിതന്മാരും പറയുന്നുണ്ട്. 1200 വരെയുള്ളതൊക്കെ ഉണ്ട്, പല കണക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഒരേ ഒരു സ്ത്രീ മാത്രമേ കൊല്ലപ്പെട്ടിട്ടുള്ളൂ. അത് ആയിഷ പറയുന്നുണ്ട്. ആയിഷ അല്ല, അവിടെ നമ്മൾ നേരത്തെ വായിച്ചു, ബയാന എന്ന സ്ത്രീയും കൊല്ലപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ ബയാന എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് ആ കാര്യം ആയിഷ പറയുന്നുണ്ട്. ഞാനത് നിങ്ങളുടെ മുമ്പാകെ വായിക്കാം. ആയിഷ പറയുന്നു, ഞാൻ എൻ്റെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ ബനൂ ഖുറൈളക്കാരായ പുരുഷന്മാരെ തകർത്തു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ ഗോത്രക്കാരിയായ ഒരു യുവതി എൻ്റെ വീട്ടിൽ കയറി വന്ന് ഉല്ലാസപൂർവ്വം ചിരിച്ചുകൊണ്ട് എന്നോട് സംസാരിച്ചു തുടങ്ങി. ആ സ്ത്രീയുടെ ചിരിയിലും സംഭാഷണത്തിലും സന്തോഷം മുറ്റിനിന്നു. അപ്പോൾ പുറത്തുനിന്ന് ബയാന ബയാന എന്ന് വിളിക്കുന്നത് കേട്ടു. എന്നെയാണ് വിളിക്കുന്നത്, കൊല്ലുവാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് പോയി. അവൾ കൊല്ലപ്പെട്ടു. അടുത്ത നിമിഷത്തിൽ തന്നെ കൊല്ലപ്പെടുമെന്ന് ഉറപ്പായിട്ടും അവൾക്ക് സന്തോഷത്തോടുകൂടി ചിരിപ്പാനും സംസാരിപ്പാനും കഴിഞ്ഞതിൽ ഞാൻ അത്ഭുതപ്പെട്ടു. താരിഖുൽ ഇസ്ലാം, സമ്പൂർണ്ണ ഇസ്ലാം ചരിത്രം, പേജ് 399. മുഹമ്മദിൻ്റെയും മുസ്ലിങ്ങളുടെയും യഥാർത്ഥ സ്വഭാവം അറിയുന്ന ഒരാളും ഇതിൽ അത്ഭുതപ്പെടുകയില്ല എന്നുള്ളതാണ് സത്യം. ഈ മുഹമ്മദിൻ്റെ കൂടെ എത്ര നാളും ജീവിച്ച് മുസ്ലിങ്ങളുടെ ഇടയിലൊക്കെ ജീവിച്ചിട്ട് ആയിഷയ്ക്ക് എന്താണ് അത്ഭുതം വന്നതെന്നാണ് എനിക്ക് അത്ഭുതം.
കാരണം ഇവരുടെയൊക്കെ സ്വഭാവം മുഹമ്മദിൻ്റെയും സ്വഹാബിമാരുടെയും ക്രൂര പീഡനത്തിനും ലൈംഗിക പരീക്ഷണങ്ങൾക്കും ഇരയായി ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന വിധത്തിൽ ആത്മാഭിമാനം നഷ്ടപ്പെട്ട് ഇഞ്ചിഞ്ചായി മരിക്കുന്നതിനേക്കാൾ എത്രയോ സന്തോഷം പകരുന്നതാണ് ആത്മാഭിമാനത്തോടുകൂടി കൊല്ലപ്പെടുന്നത് എന്ന് ബയാന മനസ്സിലാക്കി. അതുകൊണ്ടാണ് അവർ സന്തോഷത്തോടെ ആയിഷയോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. അതിനേക്കാളേറെ സന്തോഷത്തോടെ കൊലക്കളത്തിലേക്ക് അവർ നടന്നുപോയത്. മനസ്സിലായി? ഇവരുടെയൊക്കെ കയ്യിലിരിപ്പ് ഏത് വിധത്തിലുള്ളതാണെന്ന് അവർക്ക് ശരിക്കും അറിയാം. ഇന്നല്ലേ വെള്ള പൂശിയിട്ട് വൈറ്റ് സിമെൻറ്റ് ഇങ്ങനെ അങ്ങ് ഫാക്ടറി ഒരു വാടകയ്ക്ക് എടുത്തിരിക്കാന്ന് തോന്നുന്നു, വൈറ്റ് സിമെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദിനൊക്കെ വെള്ള പൂശാൻ തികയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഫാക്ടറി തന്നെ ചിലർ സ്വന്തമായി ഫാക്ടറി ഉണ്ടാക്കുന്നത്, ചിലർ ഫാക്ടറി ലീസിന് എടുത്തിട്ട് വൈറ്റ് സിമെൻറ്റ് ഇങ്ങനെ അടിച്ചിറക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. തികയണ്ടേ വെള്ള പൂശാൻ? അതുപോലെ വെള്ള പൂശിയാണ് ഇന്ന് കാണുന്ന മുഹമ്മദിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് അറിയാമായിരുന്നു ഇവരൊക്കെ എങ്ങനെയുള്ളവരാണെന്ന്. അതുകൊണ്ടാണ് കൊല്ലപ്പെടാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് വരെ അതിസന്തോഷത്തോടുകൂടെ അവർ ചിരിച്ചുകൊണ്ടിരുന്നത്, സന്തോഷത്തോടുകൂടെ കൊലക്കളത്തിലേക്ക് പോയത്. അത്രയും ക്രൂരന്മാരായിരുന്ന ആളുകളായിരുന്നു ഇവരൊക്കെ. ഇനി ഈ ബനൂ ഖുറൈദയിലെ യുദ്ധത്തടവുകാരെ മുഹമ്മദ് എന്താണ് ചെയ്തതെന്ന് നബിചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ബനൂ ഖുറൈദയുടെ സ്വത്തുക്കൾ 1/5 തിരുമേനി എടുത്ത ശേഷം ബാക്കി സൈനികർക്ക് ഭാഗിച്ചു. കുതിരപ്പടയാളികൾക്ക് 3 ഓഹരി, കാലാൽ പടയാളികളിലെ ഓരോരുത്തർക്കും 1 ഓഹരി. അടുത്തത് കേട്ടോട്ടാ. തടവുകാരെ സഅദ് ഇബ്നു സൈദിൽ അൻസാരിയുടെ മേൽനോട്ടത്തിൽ നജിദിലേക്ക് അയച്ചു. അവിടെ വിറ്റ് പകരം കുതിരകളും ആയുധങ്ങളും വാങ്ങി. നബിചരിത്രം പേജ് 323. പിഞ്ചു കുഞ്ഞുങ്ങളെ അടിമകളാക്കി വിറ്റ് കിട്ടിയ പണം കൊണ്ട് കൊള്ളയ്ക്കും കൊലയ്ക്കും വേണ്ടുന്ന യുദ്ധായുധങ്ങൾ വാങ്ങിക്കൂട്ടിയ മുഹമ്മദിനെയാണ് ഇന്ന് ഈ മുസ്ലിങ്ങൾ മാനവരിൽ മഹോന്നതനെന്നും പറഞ്ഞ് പൊക്കിക്കൊണ്ട് നടക്കുന്നത്. ഇവരുടെയൊക്കെ ധാർമ്മിക ബോധം ഇത്രയേ ഉള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ല. ബുദ്ധി ഉറയ്ക്കാൻ പ്രായമാകുന്നതിന് മുമ്പേ മദ്രസയിൽ വിട്ട് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തപ്പെട്ടവരാണ് ഓരോ മുസ്ലിം എന്ന് പറയുന്നത്. എം അക്ബർ പറഞ്ഞത് നമ്മൾ കേട്ടില്ലേ? നബി എന്ത് ചെയ്തുവോ അതാണ് ശരി എന്ന് നമ്മൾ വിശ്വസിക്കണം. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് കേട്ടില്ലേ? നബി 1000 പേരുടെ കഴുത്തെറുത്താലും അത് കാരുണ്യമാണ്, ആ കഴുത്തറക്കലും ഒരു കാരുണ്യമാണ് എന്ന്. വേറെ ഏതെങ്കിലും ഒരു മതത്തിലെ പ്രഭാഷകർ, പണ്ഡിതന്മാർ ഇതുപോലെയുള്ളൊരു കാര്യം ആ മതത്തിൻ്റെ അനുയായികളോട് പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ മതത്തിലുള്ള ആളുകളോട് ഇങ്ങനെ ഒരു കാര്യം പറയുമെന്ന് തോന്നുന്നുണ്ടോ? പറയുകയില്ല. ഒരാളും ഇത് പറയുന്നത് പോട്ടെ, പറയുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ധൈര്യപ്പെടില്ല. പക്ഷെ ഇവർ പറയും, ഇസ്ലാമിക പണ്ഡിതന്മാർ പറയും. കാരണം എന്താണെന്നറിയോ? അവർക്കറിയാം ഈ അണികളൊക്കെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യപ്പെട്ടവരാണ്, ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടവരാണ്. എന്തൊക്കെ പറയുന്നുവോ, തങ്ങൾ എന്ത് പറയുന്നുവോ അത് അങ്ങനെ തന്നെ അവർ വിശ്വസിച്ചു കൊള്ളും. ആ വിധത്തിൽ കുട്ടിക്കാലം മുതലേ ട്രെയിൻ ചെയ്യപ്പെട്ടവരാണ് ഇവരെന്ന് അവർക്കറിയാം. അതിൻ്റെ ധൈര്യത്തിലാണ് ഇവരിങ്ങനെ തള്ളുന്നത്. പലരും എന്നോട് ചോദിച്ചു ഈ കാര്യത്തിൽ, അല്ല ബ്രദറെ, ഇവരിങ്ങനെയൊക്കെ പറയുന്നത് എന്ത് ധൈര്യത്തിൽ ഇത് പറയുന്നതെന്ന്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇസ്ലാം എന്ന മതം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്, നിങ്ങൾക്ക് ഈ മതത്തിനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല, അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് ഞാൻ അവരോട് പറയുകയും ചെയ്തു. ഏതായാലും ഞങ്ങൾ പറഞ്ഞ ഈ കാര്യം നുണയാണെന്ന് തെളിയിക്കാൻ ഞങ്ങൾ അബ്ദുൽ നാസർ മീരാനെയും ശിങ്കിടികളെയും മറ്റ് ദാവാ പരീക്ഷകളെയൊക്കെ വെല്ലുവിളിക്കുകയാണ്. നട്ടെല്ലിന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വെല്ലുവിളി സ്വീകരിക്കാം. ഞങ്ങളിത് വെറുതെ പറഞ്ഞതല്ല, ഉണ്ടാക്കി പറഞ്ഞതല്ല, അവിടെ നിന്ന് ഇവിടെ നിന്നും കേട്ട് പറഞ്ഞതുമല്ല. കൃത്യമായിട്ട് പുസ്തകങ്ങളിലുള്ള കാര്യം ഞങ്ങൾ വായിക്കുകയാണ് ചെയ്തത്. അത് നുണയാണെന്ന് നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ ഈ വായിച്ച ഈ പുസ്തകത്തിലുള്ള കാര്യം നുണയാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെയാണ്, ഞങ്ങളുടെയല്ല. ഞങ്ങളെ സംബന്ധിച്ച് അത് മുസ്ലിങ്ങൾ ഇറക്കിയ പുസ്തകം സത്യമാണോ നുണയാണോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ തീരുമാനിച്ചോ, അത് നിങ്ങൾ ഇതായിക്കോ. ഞങ്ങൾക്ക് അതിൽ ഇതൊന്നുമില്ല. ഞങ്ങളെ പുസ്തകത്തിലുള്ള കാര്യം വായിക്കും. നിങ്ങൾ പ്രമാണമായിട്ട് കൊണ്ടു നടക്കുന്ന പുസ്തകങ്ങളാണ് പലതും, അത് ഞങ്ങൾ വായിക്കും. പിന്നെ അടുത്തത് ഞങ്ങൾ മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞ കാര്യം, മറ്റു ഗോത്രങ്ങളെ ആക്രമിച്ച് അവരിൽ നിന്ന് കിട്ടുന്ന മുതലുകൾ തൻ്റെയും കുടുംബത്തിൻ്റെയും ചിലവുകൾക്കായി നീക്കിവെക്കുന്ന സ്വഭാവം മുഹമ്മദിനുണ്ടായിരുന്നതായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നുണയാണെന്ന് അബ്ദുൽ നാസർ മീരാനോ വേറെ ഏതെങ്കിലും ദാവാക്കാരനോ വാദിക്കുന്നെങ്കിൽ ഞങ്ങളുടെ തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കാം. ഇത് സഹീഹ് ബുഖാരി വോളിയം 4 ബുക്ക് 52 ഹദീസ് നമ്പർ 153, അല്ലെങ്കിൽ sunna.com പോയി കഴിഞ്ഞാൽ സഹീഹ് ബുഖാരി 2904 ഹദീസാണ്. ആ ഹദീസ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ കാണിക്കുകയാണ്. നരേറ്റഡ് ഉമർ, the properties of Banu al-Nadir, which Allah had transferred to his apostle as fair beauty, were not gained by the Muslims with their horses and camels. The properties therefore belonged especially to Allah's messenger, who used to give his family their yearly expenditure and spend what remained thereof on arms and horses to be used in Allah's cause. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഹദീസിൻ്റെ മലയാളം കൂടി ഇപ്പം നമുക്കൊന്ന് കാണാം. ഉമർ നിവേദനം,
അള്ളാഹു തൻ്റെ ദൂതന് കൊള്ളയായി കൈമാറിയ ബനി നദീറിൻ്റെ സ്വത്തുക്കൾ മുസ്ലിങ്ങൾ അവരുടെ കുതിരകളെയും ഒട്ടകങ്ങളെയും കൊണ്ട് നേടിയെടുത്തതല്ല. അതിനാൽ ആ സ്വത്തുക്കൾ അള്ളാഹുവിൻ്റെ ദൂതൻ്റെ വകയായി തീർന്നു. തിരുമേനി അത് തൻ്റെ കുടുംബത്തിൻ്റെ ഒരു കൊല്ലത്തെ ചെലവിലേക്ക് നീക്കിവെക്കുകയും ശേഷിക്കുന്നതെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗിക്കാനായി ആയുധങ്ങൾക്കും കുതിരകൾക്കും ചിലവഴിക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു. സഹീഹ് ബുഖാരി വോളിയം 4 ബുക്ക് 52 ഹദീസ് നമ്പർ 153. ഇനി CN അഹമ്മദ് മൗലവിയുടെ മലയാള പരിഭാഷയുണ്ട്, അതിൽ നിന്നുള്ളതും കൂടി നമുക്കൊന്ന് നോക്കാം. CN അഹമ്മദ് മൗലവിയുടെ മലയാള പരിഭാഷ. ഉമർ പറയുന്നു, തിരുമേനി ബനു നളീർ ഗോത്രക്കാരുടെ പക്കൽ നിന്ന് ഗനീമത്തായി പിടിച്ചെടുത്ത തോട്ടം, അതിലെ ഉൽപ്പന്നങ്ങൾ വിൽക്കുകയും തൻ്റെ കുടുംബത്തിൻ്റെ ഒരു കൊല്ലത്തെ ചെലവിലേക്ക് നീക്കിവെക്കുകയും പതിവായിരുന്നു. സ്വഹീഹ് ബുഖാരി അധ്യായം 68 ഹദീസ് നമ്പർ 1837. ഇനി ഇത് സുനാനു തിർമിദിയിലുണ്ട്. സുനാനു തിർമിദി അധ്യായം 21 ഹദീസ് നമ്പർ 40 ഞാൻ വായിക്കാം. മാലിക് ഇബ്നു ഔസ് ഇബ്നുൽ ഹദസാനിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബ് പറയുന്നത് ഞാൻ കേട്ടു, ബനു നദീറിന്റെ സമ്പത്ത് അള്ളാഹു തൻ്റെ ദൂതന് യുദ്ധമില്ലാതെ ശത്രു മുതലായി നൽകിയതാണ്. അതിനുവേണ്ടി മുസ്ലിങ്ങൾ കുതിരയെയും ഒട്ടകത്തെയും ഒന്നും ഓടിച്ചിട്ടില്ല. അത് തിരുമേനിക്ക് മാത്രമുള്ളതായിരുന്നു. തിരുമേനി അതിൽ നിന്ന് തൻ്റെ കുടുംബത്തിൻ്റെ ഒരു വർഷത്തെ ചിലവ് നിർവഹിക്കും. ബാക്കി വരുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിലെ യുദ്ധ സജ്ജീകരണം എന്ന നിലയിൽ ആവശ്യമായ കുതിരകളും ആയുധങ്ങളും വാങ്ങാൻ ഉപയോഗിക്കും. സുനാനു തിർമിദി അധ്യായം 21 ഹദീസ് നമ്പർ 40. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം, ഈ മുഹമ്മദിൻ്റെ ഫാമിലി എന്ന് പറയുന്നത് 10-11 ഭാര്യമാരുണ്ട്, പിന്നെ കുറേ വെപ്പാട്ടിമാരുണ്ട്. അതുകൂടാതെ മുഹമ്മദിന് അടിമകളുണ്ടായിരുന്നു. പിന്നെ ഈ ഭാര്യമാർക്കാണെങ്കിൽ അടിമ സ്ത്രീകളുണ്ടായിരുന്നു, അവരുടെ വീട്ടുജോലിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ ആളുകളുണ്ട്. ചെറിയൊരു കുടുംബമൊന്നുമല്ല മുഹമ്മദിൻ്റെ കുടുംബം എന്ന് പറയുന്നത്. ഇവരുടെയൊക്കെ ഒരു വർഷത്തെ ചെലവ് കഴിച്ച്, ഒരു വർഷത്തെ ചെലവിന് ഈ പൈസ തികയുന്നുണ്ട്. ഇവരുടെ ബനു നദീർക്കാരിൽ നിന്ന് പിടിച്ചെടുത്ത തോട്ടത്തിൽ നിന്നുള്ള ആ ഉൽപ്പന്നം വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ഇവരുടെയൊക്കെ ചെലവും, അത് കഴിഞ്ഞ് പിന്നെ കുതിരകളും ഒട്ടകങ്ങളും ആയുധങ്ങളും യുദ്ധായുധങ്ങൾ ഇതൊക്കെ വാങ്ങാനും പറ്റിയിരുന്നു പറയുമ്പോൾ ആ തോട്ടത്തിൽ നിന്ന് കിട്ടിയിരുന്ന വരവ്, അതിൻ്റെ ആ പണം എത്രയായിരുന്നു, വരുമാനം എത്രയായിരുന്നു നമുക്ക് ഊഹിക്കാൻ കഴിയും. ബനു നളീറിലെ യഹൂദന്മാർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയെടുത്ത ഈന്തപ്പനത്തോട്ടമാണത്. ബനു നളീർ ഗോത്രക്കാർ അവിടെ നിന്ന് ഓടിച്ചു വിട്ട് അവരുടെ സ്വത്തുവകകളെല്ലാം മുസ്ലിങ്ങൾ കൈയടക്കുകയാണ് ഉണ്ടായത്. അതിനുവേണ്ടി മുസ്ലിങ്ങൾക്ക് യുദ്ധമൊന്നും ചെയ്യേണ്ടി വന്നില്ല. അവർ ഈ ബനു നളീർ ഗോത്രക്കാർ ആദ്യം ഭീഷണിപ്പെടുത്തുകയാണ്, അവിടെ നിന്ന് വിട്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പോകാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ മുഹമ്മദും കൂടെയുള്ള കൊള്ളക്കൂട്ടവും വന്ന് ഈ ബനു നളീർ ഗോത്രക്കാരുടെ ഈന്തപ്പനത്തോട്ടത്തിലെ ചില ഈന്തപ്പനകളെ തീ വെച്ച് നശിപ്പിക്കാൻ തുടങ്ങി. ഇത് അന്ന് വരെ അറബികൾക്കിടയിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. കാരണം മരുഭൂമിയിൽ ഭക്ഷണം വളരെ ദൗർലഭ്യമായിരിക്കുന്ന അവശ്യ വസ്തു ആയതുകൊണ്ട് ഭക്ഷണ സാധനത്തോട് വളരെയധികം ബഹുമാനം, പ്രത്യേകിച്ച് ഈന്തപ്പനയോട് വളരെയധികം ബഹുമാനം ഈന്തപ്പഴത്തോടൊക്കെ അവർക്കുണ്ട്. ആ ഭക്ഷണം ഇപ്പോഴും അവർ ഇത്രയും ധനികരായിട്ട് പോലും അവിടെ നിന്ന് അവർ ഈന്തപ്പഴം വെറുതെ കളയാൻ അവർ സമ്മതിക്കുകയില്ല. അവർക്കതൊരു വിഷമമുള്ള കാര്യമാണ്. ഇവരാണെങ്കിൽ മുഹമ്മദും കൂട്ടരും വന്നു കഴിഞ്ഞപ്പോൾ കോട്ടയ്ക്കകത്ത് കയറിയിരുന്നു. കോട്ടയ്ക്കകത്ത് കയറി കോട്ടവാതിലൊക്കെ അടച്ചു. അപ്പോൾ ഇവർ പുറമെ ഉപരോധമാണ്. ഉപരോധത്തിന് വന്നു കഴിഞ്ഞപ്പോൾ മറ്റവരുടെ കൈവശം ഇഷ്ടംപോലെ ഭക്ഷ്യധാന്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭക്ഷ്യധാന്യങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് അവരങ്ങനെ പെട്ടെന്ന് കീഴടങ്ങുന്നില്ല. അപ്പോൾ ഈ മുഹമ്മദ് ചെയ്ത പരിപാടിയാണ് ഈ ഈന്തപ്പനത്തോട്ടത്തിന് തീ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ ചില ഈന്തപ്പനകൾ കരിച്ചു കളയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി, ഇവർ ഇനി ഉപരോധമൊക്കെ നിർത്തിയിട്ട് പോയാൽ ഈന്തപ്പനത്തോട്ടം മുഴുവൻ കത്തിച്ച് കളഞ്ഞ് ഉപരോധമൊക്കെ നിർത്തി അവർ പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അടുത്ത തോട്ടം ഉണ്ടാക്കി അത് നട്ട് അത് വളർന്ന് വലുതായി വന്ന് എത്ര കൊല്ലം പിടിക്കും, അതുവരെ എങ്ങനെ ജീവിക്കും? അപ്പോൾ പട്ടിണി കിടന്നും മരിക്കേണ്ടി വരും. അതിനേക്കാളും നല്ലത് ഇപ്പോൾ ഇവിടെ നിന്ന് പോവുക, ഇതൊക്കെ ഇവർക്ക് വിട്ടുകൊടുത്തിട്ട് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോയി ഇനി അവിടെ ചെന്ന് പണിയെടുത്ത് ജീവിക്കാം എന്നുള്ള ഇതിൽ ഇവർ ബനു നളീർ ഗോത്രക്കാർ മുഹമ്മദിനോട് പറഞ്ഞു, ഞങ്ങൾ ഈ തോട്ടവും ഞങ്ങളുടെ സ്വത്തുക്കളൊക്കെ നിനക്ക് തരാം, ഞങ്ങളെ ഇവിടെ നിന്ന് ജീവനോടെ പോകാൻ അനുവദിക്കണമെന്ന്. മുഹമ്മദ് അത് സമ്മതിച്ചു. ഇതിന് ശേഷമാണ് ബനു ഖുറൈദയിലെ സംഭവം നടക്കുന്നത്. അപ്പോൾ ബനു ഖുറൈദക്കാരും വിചാരിച്ചത് ഇതുപോലെ തന്നെ മുഹമ്മദ് തങ്ങളെയും വിട്ടുകളയും, ജീവനോടെ പൊക്കോന്നും പറഞ്ഞ് വിടും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് അവർ കീഴടങ്ങുന്നത്. അപ്പോൾ ഏതായാലും ബനു നളീർ ഗോത്രക്കാർ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ പോവുകയാണ്, അവരെ അങ്ങ് പുറത്താക്കുകയാണ്. അവിടെ നിന്ന് അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് തന്നെ പുറത്താക്കുകയാണ്. നൂറ്റാണ്ടുകളായി അവിടെ ജീവിച്ചു വന്നിരുന്ന ഈ ബനു നളീർ ഗോത്രക്കാർ തലമുറകളായിട്ട് അവിടെ ജീവിക്കുന്നു. ഇവരെല്ലാം അറബികളാണ്. പിന്നീട് ഏതോ ഒരു കാലത്ത് ഇവർ യഹൂദ വിശ്വാസം സ്വീകരിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ യഹൂദന്മാരുടെ ആ 12 ഗോത്രങ്ങളിൽ പെട്ടവരല്ലാട്ടെ ഇവർ. അതല്ല, ഇവരവിടെയുള്ള അറബികൾ അവർ യഹൂദ വിശ്വാസം സ്വീകരിച്ച് യഹൂദ മതാനുസാരികളായി യഹൂദ മതക്കാരായിട്ട് യഹൂദ വിശ്വാസം പിൻപറ്റി അവിടെ ജീവിക്കുന്ന ആളുകളാണ്. പക്ഷെ ഇവരുടെ പൂർവികരെന്ന് പറയുന്നത് അവിടെ തന്നെയാണ്, നൂറ്റാണ്ടുകളായിട്ട് അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങളായിട്ട് അവിടെ ജീവിച്ചു വന്നിരുന്ന ആളുകളാണ്. മുഹമ്മദ് ഉണ്ടാക്കിയ പുതിയ മതത്തിൽ അവർ വിശ്വസിച്ചില്ല എന്നുള്ള കാരണം കൊണ്ട് സഹസ്രാബ്ദങ്ങളായി തലമുറയായി അവിടെ ജീവിച്ചു വന്നിരുന്ന ഈ അറബികൾ അവിടെ നിന്ന്
പുറത്താക്കപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ അതാണ് ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബനു എന്നുള്ളൊരു ഗോത്രക്കാരെ ഓടിപ്പിച്ച് കളയാൻ വേണ്ടി മുസ്ലിങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നില്ല, വാൾ ഉയർത്തേണ്ടി വന്നില്ല. കാരണം ഈന്തപ്പനത്തോട്ടത്തിന് തീയിടുകയാണല്ലോ ചെയ്തത്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു കാരണം പറഞ്ഞിട്ട് നിങ്ങളുടെ കുതിരകളെ ഓടിച്ചില്ല, നിങ്ങളുടെ ഒട്ടകങ്ങളെ ഓടിച്ചില്ല, നിങ്ങൾ വാളെടുത്തില്ല, നിങ്ങൾ അമ്പ് ചെയ്തില്ല, നിങ്ങൾക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് എന്ത് ചെയ്യാണ്, ഈ ഇതിന് സാധാരണഗതിയിൽ കിട്ടുന്നത് ഇവർ യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്നതെല്ലാം വിഭജിക്കുകയാണ്. മുസ്ലിം പടയാളികൾക്കിടയിൽ വിഭജിച്ചു കൊടുക്കും. കുതിരപ്പടയാളികൾക്ക് ഇത്ര ഓഹരി, കാലാൾ പടയാളികൾക്ക് ഇത്ര ഓഹരി, ഇവർക്ക് പുറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകൾക്ക് വെള്ളം കൊണ്ട് കൊടുക്കുക, യുദ്ധത്തിൽ ഇതാകുന്ന സമയത്ത് മറ്റു കാര്യങ്ങൾ മുറിവ് പറ്റിയവരെ ശുശ്രൂഷിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ത്രീകൾക്ക് ഇത്ര ഓഹരി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോരുത്തർക്കും ഓഹരി നിശ്ചയിച്ചിട്ടുണ്ട്, അങ്ങനെ കൊടുക്കും. പക്ഷേ ഈ കേസിൽ മാത്രം അതൊന്നും കൊടുത്തില്ല. മുഹമ്മദ് പറഞ്ഞ് നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇതൊക്കെ മുഹമ്മദ് അങ്ങ് ഒറ്റയ്ക്ക് അനുഭവിക്കുകയാണ്, ഒറ്റയ്ക്ക് അടിച്ചു മാറ്റുകയാണ്. ഈ ചില സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, വില്ലന്മാരായ കൊള്ളസംഘ തലവന്മാർ ഇതുപോലെയുള്ള വല്ല കേസുകളൊക്കെ വരുമ്പോൾ അനുയായികൾക്ക് ഒന്നും കൊടുക്കാതെ എല്ലാം ഒറ്റയ്ക്ക് അടിച്ചു മാറ്റുന്നത്. ഏതാണ്ട് അതുപോലൊരു സംഗതിയാണ് ഈ ബനു നളീർ ഗോത്രക്കാരുടെ കാര്യത്തിൽ മുഹമ്മദ് അവലംബിച്ചത്. മക്കയിൽ നിന്ന് അഭയാർത്ഥിയായി വന്ന മുഹമ്മദിന് മദീനയിൽ അഭയം കൊടുത്തു എന്നുള്ള തെറ്റ് മാത്രമേ മദീനയിൽ ഉണ്ടായിരുന്ന യഹൂദന്മാർ ചെയ്തിട്ടുള്ളൂ. യഹൂദന്മാർ ചെയ്ത ആ ഒരു തെറ്റുണ്ടല്ല, അതൊരു 1.5 തെറ്റായിപ്പോയി. ചെറിയ തെറ്റൊന്നുമല്ല, വളരെ വലിയൊരു തെറ്റാണ്. കാരണം അവർ അവിടെ നിന്ന് എക്സ്പെൽ ചെയ്യപ്പെടുക, അവരവിടെ നിന്ന് പുറത്താക്കപ്പെടുക മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ അതൊന്നും വലിയ കാര്യമായിട്ട് നമ്മൾ എടുക്കണ്ട, ആ ഒരു കൂട്ടരെ മാത്രം എന്ന് വെച്ച് വിടാം. പക്ഷെ അതിനുശേഷമാണ് മുഹമ്മദ് അങ്ങ് പ്രാബല്യം പ്രാപിക്കുന്നതും ചുറ്റുപാടുള്ളവരൊക്കെ കീഴടക്കുന്നത്. ഇസ്ലാം എന്ന് പറയുന്ന മതം പിന്നീട് വലിയ സംഘടിത ശക്തിയായിട്ട് രൂപപ്പെടുകയും ഇന്നും, അന്ന് മാത്രമല്ല, അന്നത്തെ യഹൂദന്മാർ മാത്രമല്ല, ഇന്നത്തെ യഹൂദന്മാരും പിന്നെ ബാക്കിയുള്ള ആളുകൾ, ആ മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികളാകട്ടെ, ഹിന്ദുക്കളാകട്ടെ, ബുദ്ധന്മാരാകട്ടെ, സിഖുകാരാകട്ടെ, ജൈനന്മാരാകട്ടെ, പാർസികളാകട്ടെ, ലോകത്തിലുള്ള വേറെ എല്ലാ മതക്കാരും ഇന്ന് അതിൻ്റെ പേരിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അന്ന് അവർ അന്ന് മക്കയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ അഭയം കൊടുത്തതുകൊണ്ടാണ്. മുഹമ്മദ് ത്വായിഫിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ആദ്യം ത്വായിഫുകാർ പറഞ്ഞു നിന്നെ ഞങ്ങൾ എടുക്കില്ല എന്ന് പറഞ്ഞു. അവരവരെ സ്വീകരിച്ചില്ല, മുഹമ്മദിനെ അങ്ങോട്ടേക്ക് എടുത്തില്ല. പക്ഷേ ഈ മദീനയിലുള്ള യഹൂദന്മാർ, അവർ മനസാക്ഷിയുള്ളവർ, യഹൂദന്മാർ പൊതുവെ മനസാക്ഷിയുള്ളവരും മറ്റുള്ളവരോട് വളരെ കാരുണ്യം കാണിക്കുന്ന ആളുകളുമാണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് മുഹമ്മദിനോട് ഈ കാരുണ്യം കാണിച്ചത്. അപ്പോൾ അതിൻ്റെ ഫലം ഇന്ന് എല്ലാവരും അനുഭവിക്കുകയാണ്. അഭയാർത്ഥിയായി വന്നവൻ അവകാശിയായി തീരുകയും പിന്നീട് അധികാരിയായി മാറുകയും ചെയ്യും എന്നിവർ പ്രതീക്ഷിച്ചില്ല. അത് മുൻകൂട്ടി കാണാൻ അവർക്ക് സാധിച്ചില്ല. ഇന്നും ലോകത്ത് അത് തന്നെയാണ് കേട്ടോ, ഈ തന്ത്രം തന്നെയാണ് എടുക്കുന്നത്. അഭയാർത്ഥിയായിട്ട് അങ്ങോട്ട് ചെല്ലും, അഭയാർത്ഥിയായി ചെന്നതിന് ശേഷം പിന്നെ അവർ അവകാശം പറയാൻ തുടങ്ങും. അവിടെ ഞങ്ങൾക്ക് ശരിയായ നിയമം വേണം, ഞങ്ങൾക്ക് ഇത് വേണം, പള്ളികളുടെ മുമ്പിൽ കുരിശ് കാണില്ല, അത് ഞങ്ങളുടെ വിശ്വാസത്തിനെതിരാണ്, അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റണം, പിന്നെ പോർക്ക് വിളമ്പാൻ പാടില്ല, അത് ഞങ്ങളുടെ ഇതിനെതിരാണ്, അപ്പോൾ അതുകൊണ്ട് ഹലാലായ ഭക്ഷണം മാത്രമേ വിളമ്പാൻ പാടൂ എന്നൊക്കെ പറഞ്ഞ് ഓരോരോ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കും. ഈ അവകാശമൊക്കെ അനുവദിച്ചു കൊടുത്തു കഴിയുമ്പോൾ പിന്നെ അടുത്തത് അവർ അവിടുത്തെ അധികാരിയായിട്ട് മാറും. ഇതാണ് ഇസ്ലാമിൻ്റെ ചരിത്രം. ചുരുക്കി സംക്ഷേപിച്ച് പറഞ്ഞാൽ ലോകം മുഴുവൻ വ്യാപിച്ചതിൻ്റെ, അതായത് ആധുനിക യുഗത്തിൽ, പണ്ടത്തെ അല്ല, പണ്ട് യുദ്ധം ചെയ്താണ്, കഴുത്തിന് വാൾ വെച്ച് മതം മാറിക്കോ അല്ലെങ്കിൽ തട്ടിക്കളയോ എന്ന് പേടിപ്പിച്ചിട്ടാണ് മതം മാറ്റിയത്. ഇന്ന് അതല്ല, ഇന്ന് ഈ ജനാധിപത്യ കാലഘട്ടത്തിൽ ഇങ്ങനെയാണ് ഇവർ മതം മാറ്റാൻ, ആളുകളെ ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ വേണ്ടി ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഭയാർത്ഥിയായിട്ട് ചെല്ലും, അവകാശിയായി തീരും, പിന്നീട് അധികാരിയായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ അതുണ്ടാകാതിരിക്കണമെങ്കിൽ അവകാശികളാക്കാതിരിക്കാന്ന്, ഇവരെന്തെങ്കിലും അവകാശം പറഞ്ഞാൽ അതൊന്നും പറ്റുകയില്ല. അത് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു നിങ്ങൾക്ക് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നിടത്തേക്ക് തിരിച്ചു വെക്കോ, നിങ്ങളുടെ മുസ്ലിം രാജ്യം ഉണ്ടല്ലോ, അവിടെ ശരീഅത്ത് നിയമം ഉണ്ടാവും, അവിടെ ഹലാൽ ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും, അങ്ങോട്ട് വെക്കോ. ഇത് റഷ്യയാണ്. ഇവിടെ ജീവിക്കണമെങ്കിൽ ഇവിടുത്തെ സംസ്കാരം, ഇവിടുത്തെ ഭാഷ, ഇവിടുത്തെ കൾച്ചർ ഇതൊക്കെ പിൻപറ്റിയേ പറ്റുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പറയാനുള്ള നട്ടിൽ യൂറോപ്പിലെ മറ്റ് ഭരണാധികാരികൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അവരൊക്കെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രിട്ടൻ അനുഭവിക്കുന്നുണ്ട്, ഫ്രാൻസ് അനുഭവിക്കുന്നുണ്ട്, സ്വീഡൻ അനുഭവിക്കുന്നുണ്ട്, നോർവേ അനുഭവിക്കുന്നു, ഡെൻമാർക്ക് അനുഭവിക്കുന്നു. ഏതൊക്കെ രാജ്യങ്ങളാണ് അഭയാർത്ഥികളെ സ്വീകരിച്ച എല്ലാ രാജ്യങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഞങ്ങൾ അബ്ദുൽ നാസർ മീരാനെയും സകല ദാവാക്കാരെയും വെല്ലുവിളിക്കുകയാണ്. മുഹമ്മദിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞ ഈ കാര്യം ഇത് നുണയാണെന്ന് തെളിയിക്കാനുള്ള കെൽപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കത് തെളിയിക്കാം. ഞങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ പുസ്തകങ്ങളിൽ നിന്നാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്, പുറമേ നിന്നുള്ളതൊന്നുമല്ല. അത് നുണയാണെന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ നിങ്ങളത് തെളിയിച്ചോ. പിന്നെ ഞങ്ങൾ മുഹമ്മദിനെ കുറിച്ച് വേറൊരു കാര്യം പറഞ്ഞു. ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട 24 ഖുറൈശി നേതാക്കളുടെ ശവശരീരം പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞ് 3-ാം ദിവസം കിണറ്റിൻ്റെ വക്കത്തിൽ നിന്ന് ഓരോരോ ശവശരീരങ്ങളിലേക്ക് നോക്കിയിട്ട് ഇന്നവൻ്റെ മകൻ ഇന്നവനെ, ഇന്നവൻ്റെ മകൻ ഇന്നവനെ എന്ന് പേരെടുത്ത് വിളിച്ച് ചീഞ്ഞു തുടങ്ങിയ മൃതദേഹങ്ങളോട് ഇപ്പം നിങ്ങൾക്ക് എന്താ തോന്നണേ എന്ന് പറഞ്ഞ് അഴുകി തുടങ്ങിയ ശവശരീരങ്ങളെ പോലും പരിഹസിച്ച ആളാണ് മുഹമ്മദ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
അത് നുണയാണ്, ഇല്ലാത്ത കാര്യം ഞങ്ങൾ കെട്ടിച്ചമച്ച് പറഞ്ഞതാണ് എന്ന് അബ്ദുൽ നാസർ മിയാനോ മറ്റേതെങ്കിലും ദാവാക്കാരനോ വല്ല ജിഹാദിക്കോ വാദമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള തെളിവ് ഞങ്ങൾ തരാം. ആ തെളിവ് നുണയാണെന്ന് നിങ്ങൾ സ്ഥാപിച്ചുകൊള്ളുക, അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അബൂ തൽഹ പറയുന്നു, ബദർ യുദ്ധ ദിവസം 24 ഖുറൈശി നേതാക്കളുടെ ശവങ്ങൾ അവിടെ ഉണ്ടായിരുന്നൊരു പൊട്ടക്കിണറ്റിലിടുവാൻ തിരുമേനി കൽപ്പിച്ചു. ഒരു ജനതയെ യുദ്ധത്തിൽ കീഴടക്കി കഴിഞ്ഞാൽ യുദ്ധക്കളത്തിൽ 3 ദിവസം താമസിക്കുക തിരുമേനിയുടെ പതിവായിരുന്നു. അതനുസരിച്ച് ബദറിൽ താമസിച്ച 3-ാം ദിവസം യാത്രയ്ക്ക് വേണ്ടി ഒട്ടകപ്പുറത്ത് ഒട്ടകക്കട്ടിൽ വെച്ച് കെട്ടാൻ തിരുമേനി ഉപദേശിച്ചു. അത് കെട്ടി. അനന്തരം തിരുമേനി നടക്കാൻ തുടങ്ങി. അനുചരന്മാർ അനുഗമിച്ചു. തിരുമേനി വാഹനത്തിലേറാതെ നടക്കുന്നത് കണ്ടപ്പോൾ അവിടുന്ന് മലമൂത്ര വിസർജനം ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കുമെന്ന് അനുചരന്മാർക്ക് തോന്നി. ഖുറൈശി നേതാക്കളെ അടക്കം ചെയ്തിരുന്ന കിണറ്റിൻകരയിലെത്തിയപ്പോൾ ആ നേതാക്കളെയും അവരുടെ പിതാക്കളെയും പേരെടുത്ത് വിളിച്ചുകൊണ്ട്, ഇന്നവൻ്റെ മകൻ ഇന്നവനെ, ഇന്നവൻ്റെ മകൻ ഇന്നവനെ, അല്ലാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിച്ചുകൊണ്ട് ജീവിച്ചെങ്കിൽ നന്നായിരുന്നുവെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? ഞങ്ങളുടെ നാഥൻ വാഗ്ദാനം ചെയ്തത് സത്യമായി തന്നെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ട് കഴിഞ്ഞു. അതേപ്രകാരം നിങ്ങളുടെ നാഥൻ നിങ്ങൾക്ക് നൽകിയ താക്കീതും സത്യമായി അനുഭവപ്പെട്ട് കഴിഞ്ഞോ? ഉമർ ചോദിച്ചു, ദൈവദൂതരെ, നിർജീവ ശരീരങ്ങളോട് അവിടുന്ന് സംസാരിച്ചിട്ട് എന്ത് ഫലം? തിരുമേനി അരുളി, മുഹമ്മദിൻ്റെ ആത്മാവിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ കൊണ്ട് സത്യം, എൻ്റെ സംസാരം കേൾക്കാൻ അവർക്കുള്ള കഴിവ് നിങ്ങൾക്ക് പോലുമില്ല. സ്വഹീഹ് ബുഖാരി അധ്യായം 63 ഹദീസ് നമ്പർ 1559. ഇനി ഇത് സ്വഹീഹ് മുസ്ലിമിലുണ്ട്. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 51 ഹദീസ് നമ്പർ 77. സുന്ന.com പോയ 2874 ഹദീസാണ്. അനസ് ഇബ്നു മാലിക് നിവേദനം, നബി ബദറിൽ കൊല്ലപ്പെട്ടവരെ 3 ദിവസം ഉപേക്ഷിച്ചു. പിന്നീട് അവരുടെ അടുക്കൽ ചെന്നിട്ട് അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ അബൂ ജഹൽ ബിൻ ഹിഷാം, അല്ലയോ ഉമയ്യത്ത് ബിൻ ഖലഫ്, അല്ലയോ ഉദ്ബത്ത് ബിൻ റബിഅ, അല്ലയോ ഷൈബത്ത് ബിൻ റബിഅ, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളോട് വാഗ്ദാനം ചെയ്തത് നിങ്ങൾ സത്യമായി കണ്ടില്ലേ? എനിക്ക് എൻ്റെ രക്ഷിതാവ് വാഗ്ദാനം ചെയ്തത് ഞാൻ സത്യമായി കണ്ടു. അപ്പോൾ ഉമർ പ്രവാചകന്റെ വാക്ക് കേട്ടു. അദ്ദേഹം ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, എങ്ങനെയാണ് അവർ ഉത്തരം നൽകുക? അവർ ശവങ്ങളായി തീർന്നിട്ടുണ്ടല്ലോ. നബി പറഞ്ഞു, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. നിങ്ങൾ ഞാൻ പറയുന്നത് അവരെക്കാൾ കേൾക്കുന്നവരല്ല, പക്ഷെ അവർക്ക് ഉത്തരം നൽകാൻ സാധിക്കുകയില്ല. പിന്നീട് അവരെ വലിച്ച് ബദറിലെ പൊട്ടക്കിണറ്റിലിടുവാൻ കൽപ്പിച്ചു. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 51 ഹദീസ് നമ്പർ 77. അപ്പം ഇത് മൃതശരീരങ്ങളെപ്പോലും അവഹേളിക്കുന്ന, അപമാനിക്കുന്ന ഒരു വ്യക്തിയായിട്ട്, ഒരു സാഡിസ്റ്റ് ചിന്താഗതിക്കാരനായിട്ടാണ് നമുക്ക് മുഹമ്മദിനെ കാണാനായിട്ട് സാധിക്കുന്നത്. മൃതദേഹങ്ങളെപ്പോലും അവഹേളിക്കാനും അപമാനിക്കാനും ഒരു മടിയില്ലാത്ത മനുഷ്യൻ. ചീഞ്ഞു തുടങ്ങിയ മൃതദേഹങ്ങളെ കളിയാക്കിയിട്ട് ചോദിക്കുകയാണ്, ഇപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആലോചിച്ച് നോക്ക്. ഈ മാതൃക, ഈ മൃതദേഹങ്ങളെ അപമാനിക്കുക എന്ന് പറയുന്ന മാതൃക ഉണ്ടല്ലോ, അത് ഖുർആൻ്റെ അകത്തുണ്ട്. നിങ്ങൾ അവരെ പിരടികളിൽ വെട്ടുക, എന്നിട്ട് പറഞ്ഞാൽ നിങ്ങൾ അവരുടെ കൈവിരലുകളൊക്കെ വെട്ടിയെടുത്തോ എന്ന് പറയുന്നുണ്ട് ഖുർആൻ്റെ ആയത്ത്. അതായത് പിരടി വെട്ടിയപ്പോൾ തന്നെ ആൾ മരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ബോഡി, കൈവിരലുകളൊക്കെ വെട്ടിക്കളയാൻ പറയുമ്പോൾ അപമാനിക്കുകയാണ് മൃതദേഹത്തെ. അത് മുസ്ലിങ്ങളുടെ സഹജ സ്വഭാവമായിട്ട് ഇപ്പോഴും ഉണ്ട് ഈ മൃതദേഹങ്ങളെ അപമാനിക്കൽ. ഞാൻ നിങ്ങളുടെ മുമ്പാകെ ചില തെളിവുകൾ നിങ്ങളുടെ മുമ്പാകെ കാണിക്കുകയാണ്. ഇത് നമ്മുടെ ഇന്ത്യൻ ഭടന്മാരെ പാകിസ്ഥാനികളുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ, പാകിസ്ഥാനിലെ സാധാരണക്കാരായ ആളുകളല്ല, തീവ്രവാദികളല്ല, പാകിസ്ഥാൻ സൈന്യം, അവരുടെ ഒഫീഷ്യലായിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ ആർമി, അവർ പോലും ഈ നമ്മുടെ ആളുകളെ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഭടന്മാരുടെ ഈ മൃതശരീരങ്ങളെ മ്യൂട്ടിലേറ്റ് ചെയ്യുന്ന, ഒരു അംഗച്ഛേദം വരുത്തുന്നു, വികൃതമാക്കുന്ന ഒരു പരിപാടി അവർക്കുണ്ട്. ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പാകെ ചില തെളിവുകൾ തരാം. ഇത് 2017 മ്യൂട്ടിലേറ്റ് 2 ജവാൻസ്, നമ്മുടെ 2 ജവാന്മാരെ 2017 ഇവരിത് ചെയ്തു. പിന്നെ 2020 ഇത് കണ്ടില്ലേ, 2020 2020 സം ബോഡീസ് ഓഫ് ഇന്ത്യൻ സോൾജിയേഴ്സ് മ്യൂട്ടിലേറ്റഡ്, ടെൻഷൻ സിമ്മേഴ്സ് അമംഗ് ആർമി യൂണിറ്റ്സ് ഇൻ ലഡാക്ക്. അത് കുറച്ച് സംഘർഷമൊക്കെ അവിടെ ഉണ്ടാവുകയുണ്ടായി. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഇപ്പോൾ കുറഞ്ഞു തോന്നുന്നു. മുമ്പൊക്കെ ഇത് ഭയങ്കരമായിട്ടില്ല, ഇപ്പോൾ കുറഞ്ഞെന്ന് പറയാൻ പറ്റില്ല. 2020 കഴിഞ്ഞ കൊല്ലം കൂടി ഇത് ഉണ്ടായി. അതെ, അപ്പോൾ ഇത് മുഹമ്മദ് പഠിപ്പിച്ചു കൊടുത്തതാണ്. ഇവർ മാത്രമല്ല, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബംഗ്ലാദേശികളും ഇത് തന്നെ ചെയ്തിട്ടുണ്ട് നമ്മുടെ സൈനികരോട്. അവിടുത്തെ നമ്മുടെ BSFൻ്റെ ആളുകളെ, BSFിൽ അവിടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ടല്ലോ, അവരവിടെ റോന്തി തെറ്റിക്കൊണ്ടിരിക്കാൻ വേണ്ടി അവരുടെ ഈ ബംഗ്ലാദേശി റൈഫിൾസ് അവർ പിടിക്കുകയാണ്. അങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ആളുകളെ കൊല്ലുകയും, ഭടന്മാരെ കൊല്ലുകയും, എന്നിട്ട് അവരുടെ ശവശരീരം അത് വികൃതമാക്കിയിട്ട്, ആ ഫോട്ടോ ഒക്കെ കണ്ട ആളുകൾ ഉണ്ടെങ്കിൽ 2001 സംഭവം ചെയ്യുന്നത്. അന്നത്തെ ഫോട്ടോ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. പണ്ട് കാലത്ത് കാട്ടിൽ രാജാക്കന്മാരൊക്കെ വേട്ടയ്ക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. ആ ആടപ്പെട്ട മൃഗം ഉണ്ടല്ലോ, കൊല്ലപ്പെട്ട മൃഗത്തിനെ കൊണ്ടുവരുന്നത്,
അതിൻ്റെ കൈകാലുകളും കൂട്ടിക്കെട്ടിയിട്ട് ഒരു വടി കടത്തും, വലിയ നീളമുള്ള വടി. എന്നിട്ട് ആ വടി 2 ആളുകൾ തോളിൽ വയ്ക്കും. തോളിൽ വെച്ചിട്ട് അപ്പോൾ ഈ മൃഗം കൈയും കാലും കൂട്ടിക്കെട്ടപ്പെട്ട അവസ്ഥയിൽ ചത്തിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇതിൻ്റെ കൈയും കാലും കൂട്ടിയിട്ട് അതങ്ങനെ കൊടുക്കുന്നത്. അതേ വിധത്തിലാണ് നമ്മുടെ BSF ജവാന്മാരെ ഇവർ കൊണ്ടുവരുന്ന ആ ഫോട്ടോ. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അത് ഗൂഗിളിൽ ഞാൻ തിരഞ്ഞപ്പോൾ കണ്ടു. പിന്നെ എനിക്ക് ആ ഫോട്ടോ നിങ്ങളുടെ മുമ്പാകെ ഡിസ്പ്ലേ ചെയ്യാനൊരു മടി തോന്നി. നമ്മുടെ ജവാന്മാരെ ഇങ്ങനെ അവമാനിക്കുന്നൊരു കാര്യം ഞങ്ങളുടെ ചാനലിലൂടെ അത് നമ്മളായിട്ട് ചെയ്യേണ്ട എന്ന് കരുതിയിട്ടത് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പാകെ കാണിക്കാത്തതാണ്. പക്ഷേ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇപ്പോഴും ആ ഇമേജ് ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ താലിബാനികൾ ഇത് ചെയ്യുന്നുണ്ട്. കൊന്നു കഴിഞ്ഞിട്ട് മൃതദേഹത്തെ അവമാനിക്കുന്ന അവരുടെ ഒരു ശൈലിയാണ്. ഇത് തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്, ബോക്കോ ഹറാം ചെയ്യുന്നുണ്ട്, ഇവരൊക്കെ ചെയ്യുന്നുണ്ട്. മൃതദേഹങ്ങളെ അവമാനിക്കുക എന്ന് പറയുന്നത് ഒരു കലാപരിപാടിയായിട്ട് ഇവർ കൊണ്ടു നടക്കുകയാണ്. അതിൽ ഇവർ പലരും എക്സ്പെർട്ടുകളുമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ മറ്റുള്ള ആരും ചെയ്യാത്ത വിധത്തിൽ ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കാര്യം. മുഹമ്മദ് ഇത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് മാതൃകയായിട്ട്. കൊല്ലപ്പെട്ട് കഴിഞ്ഞ ആളുകളെ ഇതുപോലെ അപമാനിക്കുന്നത്, ആ മൃതശരീരങ്ങളെ അപമാനിക്കുന്നത്. അതുപോലെ ഖുർആൻ്റെ അകത്ത് കൽപ്പനയുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം. ഞങ്ങൾ ഈ പറഞ്ഞ കാര്യം അഴുകിത്തുടങ്ങിയ മൃതദേഹങ്ങളെ പോലും അവഹേളിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഉത്തമ മാതൃക കാണിച്ചു കൊടുക്കുകയാണ് മുഹമ്മദ് ചെയ്തതെന്നുള്ള ഞങ്ങളുടെ ഈ വാദം നുണയാണെന്ന് അബ്ദുൽ നാസർ മീരാനും കൂട്ടർക്കും വല്ല വാദവും ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് തെളിയിക്കാവുന്നതാണ്. പിന്നെ ഞങ്ങൾ പറഞ്ഞു, തൻ്റെ ഇടയന്മാരെ വധിച്ച് ഒട്ടകങ്ങളെ മോഷ്ടിച്ചു കൊണ്ടുപോയ ആളുകളെ പിടിച്ചുകൊണ്ടുവന്ന് കയ്യും കാലും വെട്ടിക്കളഞ്ഞ് കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ച് പൊരിവെയിലത്ത് മണലിലിട്ട് വെള്ളം പോലും കൊടുക്കാതെ അവരെ ഇഞ്ചിഞ്ചായി കൊന്നുകളഞ്ഞ ആളാണ് മുഹമ്മദ് എന്ന് ഞങ്ങൾ പറയുകയുണ്ടായി. അത് ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യം നുണയാണ് എന്ന് അബ്ദുൽ നാസർ മീരാനും കൂട്ടർക്കും വാദമുണ്ടെങ്കിൽ ഞങ്ങളുടെ തെളിവുകൾ ഞങ്ങൾ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുകയാണ്. നിങ്ങൾക്കതിനെ ഖണ്ഡിക്കാവുന്നതാണ്. ഹദീസ് ഞാൻ വായിക്കാം. അനസ് നിവേദനം: ഉക്കൽ ഗോത്രക്കാരായ 8 പേർ നബിയുടെ അടുക്കൽ വരികയും ഇസ്ലാം സ്വീകരിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. മദീനയിലെ താമസം കാരണം അവർക്ക് അസുഖം ബാധിച്ചപ്പോൾ അവർ നബിയോട് പരാതി പറഞ്ഞു. അപ്പോൾ നബി അവരോട് ഒട്ടകങ്ങളുടെ ഇടയന്മാരുടെ കൂടെ പോകാനും അവയുടെ പാലും രോഗം മാറാൻ മൂത്രവും കുടിക്കാൻ സാധിക്കുമോ എന്നും ആരാഞ്ഞു. അവർ അതിന് സമ്മതിക്കുകയും ഇടയന്മാരുടെ കൂടെ പുറപ്പെടുകയും ചെയ്തു. ഒട്ടകങ്ങളുടെ പാലും മൂത്രവും കുടിച്ച് അവർ അവരുടെ ആരോഗ്യം വീണ്ടെടുത്തു. പിന്നീട് അവർ ഇടയന്മാരെ വധിക്കുകയും ഒട്ടകങ്ങളെ കടത്തിക്കൊണ്ടുപോവുകയും ചെയ്തു. ആ വിവരം നബിക്ക് ലഭിച്ചപ്പോൾ അവരുടെ പിന്നാലെ ആളുകളെ അയച്ച് അവരെ പിടികൂടി. നബിയുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ അവരുടെ കൈകാലുകൾ ഛേദിക്കാനും കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കാനും മരിക്കുന്നതുവരെ അവരെ വെയിലത്തിടാനും നബി കൽപ്പിച്ചു. അവർ കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ടിട്ട് നൽകിയില്ല. സ്വഹീഹ് മുസ്ലിം വാല്യം 2 ഭാഗം 28 ഹദീസ് നമ്പർ 11. ഇത് സഹീഹ് ബുഖാരിയിലുമുണ്ട്. സഹീഹ് ബുഖാരി അധ്യായം 4 ഹദീസ് നമ്പർ 167 ഞാൻ വായിക്കാം. അനസ് പറയുന്നു, ഉക്കൽ അല്ലെങ്കിൽ ഉറൈന ഗോത്രക്കാരായ ചില ആളുകൾ മദീനയിലേക്ക് വന്നു. അവിടുത്തെ കാലാവസ്ഥ അവർക്ക് പിടിച്ചില്ല. അവർ രോഗബാധിതരായി. അന്നേരം പാലുള്ള ഒട്ടകങ്ങൾ ഉള്ളിടത്ത് പോകാനും അവയുടെ പാലും മൂത്രവും കഴിക്കാനും തിരുമേനി ഉപദേശിച്ചു. അവർ പോയി. അവരുടെ ആരോഗ്യം വീണ്ടു കിട്ടിയപ്പോൾ തിരുമേനിയുടെ ഒട്ടകങ്ങളെ മേയ്ക്കുന്നവനെ അവർ കൊന്നുകളഞ്ഞു. മാത്രമല്ല ഒട്ടകങ്ങളെ കൊണ്ടുപോയി. പുലർച്ചയ്ക്ക് തന്നെ തിരുമേനിക്ക് വിവരം കിട്ടി. തിരുമേനി അവരെ പിടിക്കാൻ ആളെ അയച്ചു. സൂര്യൻ കുറെ പൊങ്ങിക്കഴിഞ്ഞപ്പോഴേക്ക് അവരെ കൊണ്ടുവന്നു. ഉടനെ അവരുടെ കയ്യും കാലും മുറിക്കാനും അവരുടെ കണ്ണ് പൊട്ടിക്കാനും അവരെ ചുട്ടുപഴുത്ത കല്ലിൽ കിടത്താനും കൽപ്പിച്ചു. അവർ വെള്ളത്തിന് അപേക്ഷിച്ചു കൊണ്ടിരുന്നു, പക്ഷേ അവർക്ക് വെള്ളം നൽകിയില്ല. സ്വഹീഹ് ബുഖാരി അധ്യായം 4 ഹദീസ് നമ്പർ 167. കുറ്റം ചെയ്തവരെ ശിക്ഷിക്കണം, അത് നമ്മൾ വേണ്ടാതെന്നും പറയുന്നൊന്നുമില്ല. ആ വന്ന ആളുകൾ മുഹമ്മദിൻ്റെ ഈ ഒട്ടകങ്ങളെയൊക്കെ നോക്കുന്ന ഇടയനെ വധിക്കുകയും ഒട്ടകങ്ങളെ മോഷ്ടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അത് തെറ്റാണ്, അവർ ചെയ്തത് തെറ്റാണ്. അവർ ശിക്ഷായോഗ്യരാണ്, ശിക്ഷിക്കപ്പെടേണ്ടവരാണ്. അതിൽ നമുക്ക് എതിരഭിപ്രായമൊന്നുമില്ല. പക്ഷേ ശിക്ഷ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അവൻ്റെ മനസ്സിനകത്തുള്ള ഈ സാഡിസ്റ്റ് മനോഭാവത്തിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നടത്തുന്നതാകരുത്. ഇവിടെ നമ്മൾ കാണുന്നത് അതാണ്. മുഹമ്മദ് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നത് അതാണ്. അവരെ കൊണ്ടുവന്നിട്ട് കൈകാലുകൾ ഛേദിച്ച് കളയുന്നു, കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കുന്നു, എന്നിട്ട് ചുട്ടുപഴുത്ത പാറപ്പുറത്ത് നട്ടുച്ച നേരമായിട്ടുണ്ട്. അപ്പോൾ പാറപ്പുറത്ത് അവരങ്ങ് ഇടുകയാണ്. ഈ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നു പോകുമ്പോൾ ജലാംശം കുറയുന്ന സമയത്ത് ദാഹം ഉണ്ടാകും, ഭയങ്കരമായ ദാഹം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ആ ദാഹത്തിൽ അവർ വെള്ളത്തിന് അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയായാലും ചാവും. അപ്പോൾ ഇത്തിരി വെള്ളമെങ്കിലും കൊടുക്കുക. ഇല്ല, അത് കൊടുത്തില്ല. മുഹമ്മദ് അതൊക്കെ കണ്ടുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. ഓരോ മനുഷ്യനിലും ക്രൂരമായ പരീക്ഷണങ്ങൾ, ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ നടത്തിയുള്ള ആൾക്കാർ നാസികളാണ്. 2ാം ലോക മഹായുദ്ധകാലത്ത് യഹൂദന്മാരുടെയും ജിപ്സികളുടെയും ഒക്കെ ദേഹങ്ങളിൽ ഇതുപോലെയുള്ള പല പരീക്ഷണങ്ങളും അവർ നടത്തിയിട്ടുണ്ട്. അതല്ലാതെ പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് മുഹമ്മദിലാണ് ഇതുപോലെയുള്ളത്. കൈകാലുകളൊക്കെ വെട്ടിയിട്ട് ഛേദിച്ചങ്ങ് കളഞ്ഞ് കണ്ണൊക്കെ അങ്ങ് കുത്തിപ്പൊട്ടിച്ച് എന്നിട്ട് പാറപ്പുറത്ത് ഇട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇവർ ചാവുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുകയാണ്. അവർ വെള്ളത്തിൽ അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, കൊടുക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരാളെയാണ് ഈ മുസ്ലിങ്ങൾ കാരുണ്യത്തിൻ്റെ തിരുദൂതരെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പാകെ വരുന്നത്. ഉളുപ്പെന്ന് പറയുന്നത് ഇത്തിരിയെങ്കിലും ഉണ്ടോ ചങ്ങാതി? നിങ്ങളുടെ ഈ പുസ്തകങ്ങളൊക്കെ ഞങ്ങൾ വായിച്ചു നോക്കില്ല എന്നാണോ നിങ്ങൾ വിചാരിച്ചത്? അങ്ങനെയുള്ള വിചാരം നിങ്ങൾക്കുണ്ടോ?
ഞങ്ങൾ വായിച്ചു നോക്കും, മനസ്സിലായി, ഞങ്ങൾ വായിച്ച് മനസ്സിലാക്കിയത് ഞങ്ങൾ എല്ലാവരോടും പറയുകയും ചെയ്യും. അപ്പം അങ്ങനെ വായിച്ചു നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതുപോലെയുള്ള പ്രവൃത്തിയൊക്കെയാണ് നിങ്ങളുടെ പ്രവാചകൻ ചെയ്തതായിട്ട് ഇത് ബുഖാരിയിലും മുസ്ലിമിലും ഉള്ളതാണെന്ന് ഓർക്കണം. ഒരു വിധത്തിൽ ഇവർക്ക് തള്ളാൻ പറ്റുകയില്ല. അങ്ങനെയുള്ള ഈ ഹദീസുകളൊക്കെ ഉള്ളപ്പോഴാണ് ഇവരോട്ട് പറഞ്ഞത് കാരുണ്യത്തിൻ്റെ തിരുദൂതർന്നു. ഇവർക്കറിയാം, ഇവരെ സാധാരണ അണികളുണ്ടല്ലോ മുസ്ലിങ്ങൾ, അവരിതൊന്നും വായിച്ചു നോക്കില്ല എന്ന് ഈ നേതാക്കന്മാർക്കറിയാം. അണികൾ ഉസ്താദ് പറയുന്നത് മൊല്ലാക്കിക്ക് പ്രമാണം എന്ന് പറയുന്ന പോലെയാണ് ഇവരുടെ കാര്യം. അവരെന്ത് പറയുന്നു അത് തന്നെ ബാക്കിയുള്ളവർ അംഗീകരിച്ചോളൂ. അല്ലാണ്ട് സ്വയമായിട്ട് പഠിക്കുകയോ സ്വന്തം പുസ്തകങ്ങളൊന്ന് വായിച്ചു നോക്കുകയോ അർത്ഥമറിയുന്ന ഭാഷയിൽ വായിച്ചു നോക്കുകയോ ചെയ്യുകയില്ല. ഇവരാകെ ചെയ്യുന്നത് അർത്ഥമറിയാത്ത ഭാഷയിൽ ഖുർആൻ അങ്ങ് ഓതുകയാണ്, അറബിയിൽ അങ്ങ് ഓതും. എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് ഉള്ളടക്കം അറിയണ്ട, ഇല്ല അതറിയണമെന്നവർക്ക് നിർബന്ധമില്ല. ആ വിധത്തിലാണ് ഇവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് മഹാസംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. പക്ഷേ ചിന്താശേഷിയുള്ള മനുഷ്യർ ഇന്ന് മുസ്ലിം ലോകത്ത് അങ്ങനെയുള്ള ചെറുപ്പക്കാർ ധാരാളം പേരുണ്ടെന്നുള്ളതൊരു വലിയ ആശ്വാസമുള്ളൊരു കാര്യമാണ്. അവരിത് വായിക്കുന്നു, പഠിക്കുന്നു, അവർക്ക് കാര്യം മനസ്സിലാക്കുന്നു, ഇസ്ലാം ഉപേക്ഷിക്കുന്നു. എത്രയോ ആളുകൾ ഇന്ന് എക്സ് മുസ്ലിങ്ങളായിട്ടുണ്ട്, ഇസ്ലാം ഉപേക്ഷിച്ച് പോരുകയാണ്. അത് ചിലർ ക്രിസ്ത്യാനികളിലേക്ക് വരുന്നു, ചിലർ നിരീശ്വരവാദത്തിലേക്ക് പോകുന്നു. പിന്നെ കുറേ പേര് മനസ്സുകൊണ്ട് ഇസ്ലാം വിട്ടിട്ട് മുർത്തദ്ദായിട്ട് അത് പുറത്ത് പറയാൻ ധൈര്യമില്ലാതെ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായിരിക്കുന്ന ആളുകൾ, ആൺകുട്ടികളും പെൺകുട്ടികളും. അവർ പഠിച്ച ഒരു ജോലിയൊക്കെ കിട്ടി സ്വന്തം കാലിൽ നിൽക്കാനാകുമ്പോൾ അവരുടെ വിശ്വാസത്യാഗം അവർ ഉറപ്പായിട്ടും പ്രഖ്യാപിക്കും. ഇപ്പോൾ അവർക്കതിന് നിർവാഹമില്ലാത്തതുകൊണ്ട് അങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. കാരണം എന്താണ്? ഇതാണ് സംഭവം. എം അക്ബർ പോലും പറഞ്ഞില്ലേ, മുസ്ലിം ചെറുപ്പക്കാരിൽ അപകർഷത വളരുന്നു. നബിയുടെ ഇത്തരം പ്രവൃത്തികളെക്കുറിച്ച് മറ്റുള്ളവർ പറയുമ്പോൾ ഇവർക്ക് അപകർഷത ഉണ്ടാകുന്നു എന്ന്. ആ അപകർഷത ഉണ്ടാകും ഉറപ്പായിട്ടും. മനസാക്ഷി ഇത്തിരിയെങ്കിലും ഉള്ളവർക്ക്, അല്പമെങ്കിലും ഉള്ളവർക്ക് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന അപകർഷത ഉണ്ടാകും. ഉണ്ടായില്ലെങ്കിലാണ് അത്ഭുതം, ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പോൾ ഏതായാലും ഈ ഹദീസുകൾ, ഞങ്ങളിപ്പോൾ ഈ പറഞ്ഞ ഈ ഹദീസുകളുണ്ടല്ലോ, ഇത് തെറ്റാണെന്ന് അബ്ദുൽ നാസർ മീരാനും കൂട്ടർക്കും വാദമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെളിയിക്കാവുന്നതാണ്. ഇതൊന്നും പ്രമാണത്തിലില്ല, ബുഖാരിയിലോ മുസ്ലിമിലോ ഇങ്ങനെയുള്ള ഹദീസുകളൊന്നുമില്ല, അനിൽകുമാർ അയ്യപ്പനും കൂട്ടർ സ്വന്തമായിട്ട് എഴുതി ഉണ്ടാക്കിയതാണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കുക. ഞങ്ങൾ പറയുന്നു ഇത് നിങ്ങളുടെ പ്രമാണത്തിലുള്ളതാണ്, ബുഖാരിയിലുമുണ്ട് മുസ്ലിമിലുമുണ്ട്, ഞങ്ങൾ ആ റെഫറൻസ് സഹിതമാണ് നിങ്ങളുടെ മുമ്പാകെ അത് വെച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ തെളിയിക്കണം ഇതില്ല എന്നുള്ള കാര്യം, അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ മൂമനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞ അടുത്ത കാര്യം നോക്കാം. നിരപരാധിയായൊരു വഴിപോക്കനെ കാരണം കൂടാതെ വധിച്ച് അവൻ്റെ വസ്തുവകകൾ മോഷ്ടിച്ച് തൻ്റെ അനുയായിക്ക് ശിക്ഷ കൊടുക്കാതെ ഈ കൊല്ലപ്പെട്ടവരിൽ നിന്നും മോഷ്ടിച്ചെടുത്ത വസ്തുക്കൾ അനുയായിക്ക് കൊടുത്ത് അവനെ സന്തോഷിപ്പിച്ച ആളാണ് മുഹമ്മദ് എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഈ പറഞ്ഞ കാര്യം നുണയാണെന്ന് ഈ അബ്ദുൽ നാസർ മീരാനും കൂട്ടർക്കും വാദമുണ്ടോ? ഉണ്ടെങ്കിൽ ഇതാ ഞങ്ങൾ പറഞ്ഞ കാര്യത്തിനുള്ള തെളിവ് ഞങ്ങൾ തരാം. സലമത്ത് ഇബ്നുൽ അക്വ നിവേദനം: ഞങ്ങൾ നബിയോടൊപ്പം ഹവാസിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്തു. ഞങ്ങൾ റസൂലിൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അവിടെ ഒരു ചുവന്ന ഒട്ടകപ്പുറത്ത് വന്ന് ഒട്ടകത്തെ മുട്ടുകുത്തിച്ചു. എന്നിട്ട് തൻ്റെ ഭാണ്ഡത്തിൽ നിന്നൊരു കയറെടുത്ത് ഒട്ടകത്തെ ബന്ധിച്ചു. പിന്നെ ആളുകളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ മുന്നോട്ട് വന്നു. അദ്ദേഹം ഞങ്ങളെ നോക്കാൻ തുടങ്ങി. ഞങ്ങളിൽ ദുർബലരും വാഹനം കുറവുള്ളവരുമുണ്ട്. ഞങ്ങളിൽ ചിലർ നടക്കുന്നവരായിരുന്നു. അതിവേഗതയിൽ അയാൾ നടന്നു. അയാൾ ഒട്ടകത്തിൻ്റെ അടുത്ത് ചെന്നു അതിൻ്റെ ബന്ധനം അഴിച്ചു. പിന്നെ അതിനെ മുട്ടുകുത്തിച്ച് അതിൻ്റെ പുറത്തിരുന്നു. അതിനെ തെളിച്ചു. ഒട്ടകം അദ്ദേഹത്തെയുമായി വേഗത്തിൽ പോയി. അയാളെ മറ്റൊരാൾ ഒരു കറുത്ത പെണ്ണൊട്ടകപ്പുറത്ത് കയറി പിന്തുടർന്നു. സലമത്ത് പറയുന്നു, ഞാനും അതിവേഗതയിൽ പുറപ്പെട്ടു. ഞാൻ പെണ്ണൊട്ടകത്തിൻ്റെ പിൻഭാഗത്തായിരുന്നു. ഞാൻ മുന്നോട്ട് ഗമിച്ച് അയാളുടെ ഒട്ടകത്തിൻ്റെ പുറകിലെത്തി. പിന്നെയും മുന്നോട്ട് നീങ്ങി. അയാളുടെ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാൺ പിടിച്ച് ഒട്ടകത്തെ മുട്ടുകുത്തിച്ചു. അയാൾ നിലത്ത് കാലൂന്നിയപ്പോൾ ഞാൻ വാളൂരി അയാളുടെ തലയ്ക്ക് വെട്ടി. അയാൾ താഴെ വീണു. പിന്നെ ഞാൻ ഒട്ടകത്തെ തെളിച്ചു നടന്നു. അതിൻ്റെ പുറത്ത് ഒട്ടകക്കെട്ടിലും ആയുധവും ഉണ്ടായിരുന്നു. ആ സമയത്ത് നബി എന്നെ സ്വീകരിച്ചു, കൂടെ ജനങ്ങളും. നബി ചോദിച്ചു, ആരാണ് അയാളെ കൊന്നത്? ആളുകൾ പറഞ്ഞു, ഇബ്നുൽ അക്വ. നബി പറഞ്ഞു, എല്ലാ ഉപകരണങ്ങളും അദ്ദേഹത്തിനാണ്. സ്വഹീഹ് മുസ്ലിം വാല്യം 2 ഭാഗം 32 ഹദീസ് നമ്പർ 45. ഇത് നിങ്ങൾ sunna.com പോയി കഴിഞ്ഞാൽ 1754 ഹദീസായിട്ട് നിങ്ങൾക്കിത്. മുഹമ്മദിൻ്റെയും അനുയായികളുടെയും സ്വഭാവം എപ്രകാരമുള്ളതായിരുന്നുവെന്ന് ചിന്താശേഷി നശിച്ചിട്ടില്ലാത്ത ആളുകൾക്ക്, അതേതോ ആളാകട്ടെ, മുസ്ലിം ആകട്ടെ, ചിന്താശേഷി നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ മുഹമ്മദിൻ്റെയും സ്വഹാബിമാരുടെയും സ്വഭാവം എപ്രകാരമുള്ളതായിരുന്നു എന്ന് ഇത് വായിച്ചാൽ മനസ്സിലാവും. ഈ ഹദീസിൽ വായിച്ചാൽ മനസ്സിലാവും. നിരപരാധിയായൊരു വഴിപോക്കനെ കാരണം കൂടാതെ വധിച്ച് അയാളുടെ വസ്തുവകളൊക്കെ തട്ടിയെടുത്ത ഈ സലമത്തിന് ഒരു ശിക്ഷയും കൊടുത്തില്ലെന്ന് മാത്രമല്ല, ഇസ്ലാമിക ലോകത്ത് അയാൾ ആദരിക്കപ്പെടുന്ന ആളാണ്. മുഹമ്മദ് തന്നെയാണ് അയാൾ ആദരിക്കുന്നത്. എന്താണ്? ആ സ്വത്തുവകളൊക്കെ പിടിച്ചെടുത്ത, അയാളുടെ നിന്ന് മോഷ്ടിച്ചെടുത്ത ഈ സ്വത്തൊക്കെ അയാൾക്ക് തന്നെ കൊടുക്കുകയാണ്. ഒട്ടകത്തിനായോ ഒട്ടകക്കെട്ടിലായാലും ബാക്കി സാധനങ്ങളൊക്കെ അയാൾക്ക് തന്നെ ഇങ്ങോട്ട് കൊടുക്കുകയാണ്. ഈ മനുഷ്യൻ ചെയ്ത തെറ്റെന്താണ്? മുസ്ലിം സൈന്യം വാഹന മൃഗങ്ങളില്ലാതെ സഞ്ചരിക്കുമ്പോൾ സ്വന്തമായി ഒരു ഒട്ടകം അയാളുടെ കൈവശം ഉണ്ടായിപ്പോയതാണോ അയാൾ ചെയ്ത തെറ്റ്?
അതോ ദൈവത്തിൻ്റെ പ്രവാചകൻ എന്ന് അവകാശപ്പെട്ട് നടക്കുന്നയാളുടെ അടുത്ത് ജീവന് ഭീഷണി ഉണ്ടാവില്ല എന്ന് വിശ്വസിച്ച് വഴിയാത്രക്കിടയിൽ മുഹമ്മദിൻ്റെയും കൂട്ടരുടെയും അരികെ നിർഭയനായിട്ട് ചെന്നതാണോ അയാൾ ചെയ്ത തെറ്റ്? ഈ സലമത്ത് ഇബ്നുൽ അക്വ ചെയ്ത ദുഷ്പ്രവൃത്തിക്ക് തക്ക ശിക്ഷ കൊടുക്കേണ്ടതിന് പകരം അയാൾക്ക് കൊല്ലപ്പെട്ടവൻ്റെ മുതൽ കൊടുത്ത് സന്തോഷിപ്പിക്കുകയാണ് ഈ മുഹമ്മദ് ചെയ്തത്. ഇതൊക്കെ എന്ത് നീതിബോധമാണ്? മുഹമ്മദിനെ തിരുത്താൻ ഒരായത്ത് പോലും അള്ളാഹു ഇറക്കിയില്ല. ഒരായത്തെങ്കിലും ഇറക്കണ്ടേ ഇത് ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടില്ല, ഉണ്ടായിട്ടില്ല. ഇതുപോലെയുള്ള ഇഷ്ടംപോലെ ഹദീസുകളുണ്ട്. കുറ്റമില്ലാത്ത രക്തം ചിന്തുന്ന കാര്യത്തിൽ ഈ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ എന്ന് ഇവന്മാരെന്ന് പൊക്കി കടക്കുന്ന ഈ മുഹമ്മദും കൂട്ടരും യാതൊരു മനസാക്ഷി കുത്തുമില്ലാത്തവരായിരുന്നു എന്ന് ആ ഹദീസുകളൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി ചില മുഹമ്മദ് ഫാൻസുകാർ പറയുന്നതാണ് ഏറ്റവും വലിയ കോമഡി. ഇവർ പറയുന്നത് ഈ കൊല്ലപ്പെട്ടയാൾ ഒരു ചാരനായിരുന്നു എന്നാണ്. ചാരനായിരുന്നു, അതുകൊണ്ടാണ് അയാളെ കൊന്നത്. ഇവരെന്താ വിചാരിച്ചത് നമ്മളൊക്കെ വെറും മണ്ടന്മാരാണെന്നോ, ബുദ്ധിയില്ലാത്തവരാണെന്നോ, ചിന്താശേഷി ഇല്ലാത്തവരാണ്? ലോകത്ത് ഏത് ചാരനാണ് ഇതുപോലെ ശത്രുക്കളുടെ ഇടയിലേക്ക് നേരിട്ട് കയറി ചെന്ന് അവരുടെ വിവരങ്ങൾ ശേഖരിച്ച് കൊണ്ടുപോയിട്ടുള്ളത്? ആൾമാറാട്ടം നടത്തി വേഷം മാറിയിട്ടൊക്കെ പോയിട്ടുണ്ട്. ഞാനൊരു മുസ്ലിമാണ്, ഞാൻ മതം മാറി മുസ്ലിമായി എന്നൊക്കെ പറഞ്ഞ് ഇവരെ കൂട്ടത്തിൽ വന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഓക്കെ, നമുക്ക് വിശ്വസിക്കാം. അതല്ലാതെ ഇതുപോലെ ഏത് ചാരനാണ് ചെയ്തിട്ടുള്ളത്? ആരും ചെയ്തിട്ടില്ല. ഒരു ചാരനും, ബുദ്ധിയുള്ള ഒരു ചാരനും ചെയ്യുകയില്ല. ഇയാൾ വല്ല കുന്നിൻ്റെ പുറകിലോ അല്ലെങ്കിൽ മരത്തിൻ്റെ മുകളിലോ അങ്ങനെ രഹസ്യ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലാണ് ഇരിക്കുന്നത്, പാറയുടെ മറയിലൊക്കെ ഇരുന്ന് അങ്ങനെയുള്ള സമയത്താണ് ഇയാളെ കണ്ടെത്തിയതെങ്കിൽ ഓക്കെ, ഇവർ പറയുന്നതിൽ പിന്നെ ന്യായം ഉണ്ടെന്ന് പറയാം. അയാൾ ചാരനായിരുന്നു, മറഞ്ഞിരുന്നു കൊണ്ട് ഇവരെ നിരീക്ഷിക്കുകയായിരുന്നു എന്ന് പറയാം. പക്ഷെ ഇതങ്ങനെയല്ല. ഇതൊരു സാധാരണ വഴിയാത്രക്കാരൻ. ഇവർ തമ്പടിച്ചിരിക്കുന്ന സ്ഥലത്ത് കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്കാരെ കൊള്ളടുത്തല്ലേ, അപ്പോൾ അവിടെ ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് കരുതിയാണ് അയാൾ അവിടെ ഇറങ്ങിയത്. പക്ഷെ ഇവരുടെ മുസ്ലിങ്ങളുടെ നോട്ടം കണ്ടപ്പോൾ തന്നെ അയാൾക്ക് കാര്യം മനസ്സിലായി, സംഗതി പന്തിയല്ല. അയാൾ വേഗം അങ്ങനെ തന്നെ പോകുന്നു. ഈ ഒട്ടകപ്പുറത്ത് കയറുന്ന അയാൾ ഓടിച്ചു പോകുന്നു. ഇവന്മാർ പുറകെ പോകുന്നു, അയാളെ കൊല്ലുന്നു, ഒട്ടകത്തെയും സാധനവും പിടിച്ചെടുക്കുന്നു. ഇതൊക്കെയാണ് ഇസ്ലാമിൻ്റെ നിയമവും നീതി എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? മുസ്ലിങ്ങൾക്ക് അവിടെ എന്തും ചെയ്യാം. ഇസ്ലാമിൻ്റെ ഭരണം വന്നു കഴിഞ്ഞാൽ അവിടെ മുസ്ലിങ്ങൾക്ക് എന്തും ചെയ്യാം. മുസ്ലിങ്ങളോട് മറ്റുള്ളവരോട് എന്തും കാണിക്കാം. ഒരു കുഴപ്പമില്ല. രക്ഷിക്കാൻ ആൾക്കാരുണ്ടാകും. മുഹമ്മദിൻ്റെ കാലത്താണെങ്കിൽ ആയത്തിറക്കി രക്ഷിക്കാൻ അള്ളാഹു ഉണ്ടായിരുന്നു, മലക്കും ഉണ്ടായിരുന്നു. അപ്പോൾ മുഹമ്മദിൻ്റെ കാലം പോയതുകൊണ്ട് ഇപ്പോൾ പണ്ഡിതന്മാരായിരിക്കും ഇവരെയൊക്കെ രക്ഷിക്കാൻ പറ്റുന്നത്. പണ്ഡിതന്മാരുടെ ഫത്വയൊക്കെ വരും അന്നേരം. ഏതായാലും ഞങ്ങൾ ഈ പറഞ്ഞ കാര്യം നുണയാണെന്ന് അബ്ദുൽ നാസർ മീരാനും കൂട്ടർക്കും വല്ല വാദവും ഉണ്ടെങ്കിൽ അതൊന്ന് തെളിയിച്ചേക്കിട്ട. ഈ ഹദീസ് നുണയാണെന്ന് അങ്ങ് സ്ഥാപിച്ചേക്കി. ഞങ്ങളപ്പം അന്നേരം നിങ്ങളത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഓക്കെ, പിന്നെ ഞങ്ങൾ ഈ ഹദീസ് ഇനി പറയുകയില്ല. പക്ഷെ നിങ്ങളത് തെളിയിക്കാത്ത കാലത്തോളം ഞങ്ങൾ ഈ ഹദീസ് ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഞങ്ങൾ പറഞ്ഞ വേറെ കാര്യം, ഇല്ലാ വാർത്തകൾ കെട്ടിച്ചമയ്ക്കാൻ അനുയായികൾക്ക് അനുവാദം കൊടുത്ത ആളാണ് മുഹമ്മദ് എന്ന് ഞങ്ങൾ പറയുകയുണ്ടായി. ഇല്ലാത്ത വാർത്തകൾ കെട്ടിച്ചമയ്ക്കാൻ അനുയായികൾക്ക് അനുവാദം കൊടുത്ത ആളാണ്. അപ്പോൾ അത് ഞങ്ങളാ പറഞ്ഞ കാര്യങ്ങൾ നുണയാണെന്ന് ഈ അബ്ദുൽ നാസർ മീരാനും കൂട്ടർക്കും വല്ല വാദവും ഉണ്ടെങ്കിൽ ശരി, ഇതാ ഞങ്ങളുടെ തെളിവ് ഞങ്ങൾ വെക്കുന്നു, അത് നുണയാണെന്ന് നിങ്ങൾ അങ്ങ് സമർത്ഥിക്കും. സ്വഹീഹ് ബുഖാരി അധ്യായം 53 ഹദീസ് നമ്പർ 1147. ഉമ്മു കുൽസും പറയുന്നു, ജനങ്ങൾക്കിടയിൽ സന്ധി ഉണ്ടാക്കാനുള്ള സതുദ്ദേശത്തോടെ വാർത്തകൾക്ക് രൂപവും സ്വഭാവവും നൽകി ബന്ധപ്പെട്ട കക്ഷികളെ അറിയിക്കുന്നവൻ കള്ളം പറയുന്നവനല്ല എന്ന് തിരുമേനി അരുളിയിരിക്കുന്നു. അതായത് വാർത്തകൾക്ക് രൂപവും സ്വഭാവവും നൽകി ഓരോന്നുണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളവാർത്തകൾ ഉണ്ടാക്കുക എന്ന് തന്നെ, വേറൊന്നുമില്ല. നല്ല ഉദ്ദേശത്തോടു കൂടെ ജനങ്ങൾക്കിടയിൽ പ്രശ്നമുള്ളപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എന്തെങ്കിലും നുണ പറയുക, അതാണ് അവിടുത്തെ ആശയം എന്ന് പറയുന്നത്. നുണ പറഞ്ഞുകൊണ്ട് അവരുടെ ആ ഭിന്നത ഇല്ലാതാക്കുക, രഞ്ജിപ്പുണ്ടാക്കുക എന്ന്. നുണ പറഞ്ഞുകൊണ്ടൊക്കെ സമാധാനം ഉണ്ടാക്കിയാൽ എത്ര നാൾ നിലനിൽക്കും? അത് സ്ഥായി ആയിട്ടുള്ള സമാധാനമാണോ? കുറച്ച് നാളത്തേക്ക് വേണമെങ്കിൽ നിന്നു വരും. പിന്നെ അതിൻ്റെ സത്യാവസ്ഥ ആൾക്കാർക്ക് മനസ്സിലാക്കുമ്പോൾ വീണ്ടും അടി തുടങ്ങും, ഉറപ്പാണത്. പക്ഷെ മുഹമ്മദ് പറയുകയാണ്, ജനങ്ങൾക്കിടയിൽ സന്ധി ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടെ വാർത്തകൾക്ക് രൂപവും സ്വഭാവവും നൽകി ബന്ധപ്പെട്ട കക്ഷികളെ അറിയിക്കുന്നവൻ കള്ളം പറയുന്നവനല്ല. അടുത്തത് സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 45 ഹദീസ് നമ്പർ 101. ഹുമൈദ് ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് നിവേദനം. അദ്ദേഹത്തിന്റെ മാതാവ് ഉമ്മു കുൽസും ആദ്യമായി ഹിജ്റ ചെയ്ത് നബിയോട് ഉടമ്പടി ചെയ്തവരിൽപ്പെട്ടവരായിരുന്നു. അവർ നബി പറയുന്നത് കേട്ടു, ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുന്നവൻ കള്ളം പറയുന്നവനല്ല, അവൻ നന്മ പറയുകയും നന്മ വളർത്തുകയും ചെയ്യുന്നു. ഇബ്നു ശിഹാബ് പറയുന്നു, ജനങ്ങൾ പറയുന്ന കളവിൽ 3 കാര്യത്തിലല്ലാതെ ഇളവ് അനുവദിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. യുദ്ധം, ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കൽ, ഒരാൾ തൻ്റെ ഭാര്യയോടോ ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനോടോ പറയുന്നത്. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 45 ഹദീസ് നമ്പർ 101. 3 കാര്യത്തിൽ കളവ് പറയാൻ വേണ്ടിയിട്ട് 3 കാര്യത്തിൽ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. യുദ്ധം, ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ, പിന്നെ
ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ, ഭാര്യയ്ക്കും ഭർത്താവിനും അങ്ങോട്ടും ഇങ്ങോട്ടും നുണ പറയാനുള്ള അനുവാദം മുഹമ്മദ് കൊടുത്തിട്ടുണ്ട്. മുസ്ലിം ഭാര്യമാർക്കുണ്ട്, മുസ്ലിം ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നുണ പറയാം. എന്തോന്ന് കുടുംബജീവിതമാണ് അതൊക്കെ. ഭാര്യയ്ക്ക് കുറേ രഹസ്യങ്ങൾ ഭർത്താവ് അറിയാത്തത് ഭർത്താവ് ചോദിക്കുമ്പോൾ നുണ പറയാം. ഭർത്താവിന് കുറേ രഹസ്യങ്ങൾ ഭാര്യ അറിയാത്തത് ഭാര്യ ചോദിച്ചു കഴിഞ്ഞാൽ നുണ പറയാം. കുഴപ്പമില്ലാന്നേ, മുഹമ്മദ് അനുവദിച്ചിട്ടുള്ളതാണ്, മാതൃകാപുരുഷൻ അനുവദിച്ചു കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരാൾ, ഇയാളാണ് സത്യസന്ധൻ ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അല്ലമീനായിരുന്നു സത്യസന്ധനാണെന്ന്. സത്യസന്ധൻ നുണ പറയാൻ സമ്മതിക്കുമോ? ഏതായാലും ഞങ്ങൾ ഈ പറഞ്ഞ ഹദീസ് നുണയാണെന്ന് അബ്ദുൽ നാസർ മീരാനും കൂട്ടർക്കും വല്ല വാദം ഉണ്ടെങ്കിൽ തെളിയിക്കാം. ഞങ്ങളിതാ നിങ്ങളുടെ മുമ്പാകെ വെച്ചിരിക്കുന്നു. അത് നിങ്ങളത് നുണയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഈ ഹദീസ് പറയുകയില്ല. അതുവരേക്കും ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടാ. പിന്നെ ഞങ്ങൾ പറഞ്ഞു, കോപം നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ അനുയായികളെ അടിക്കുകയും ശപിക്കുകയും ചെയ്ത ആളാണ് മുഹമ്മദ് എന്നുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞിരുന്നു. അത് നുണയാണെന്ന് അബ്ദുൽ നാസർ മീരാന് വല്ല വാദം ഉണ്ടെങ്കിൽ തെളിയിക്കാൻ ഞങ്ങളിത് ആ ഹദീസ് തരുന്നു. ആയിഷ നിവേദനം, നബിയുടെ അടുക്കൽ 2 ആളുകൾ കടന്നു വന്നു. എനിക്ക് എന്താണെന്ന് ഗ്രഹിക്കാൻ കഴിയാത്തൊരു കാര്യം അവർ രണ്ടുപേരും നബിയോട് സംസാരിക്കുകയും അങ്ങനെ അവർ നബിയെ ദേഷ്യം പിടിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ നബി അവരെ ശപിക്കുകയും ചീത്ത പറയുകയും ചെയ്തു. അവർ രണ്ടുപേരും പുറത്തു പോയപ്പോൾ ഞാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, ഇവർ രണ്ടുപേർക്കും കിട്ടിയ നന്മ മറ്റാർക്കും ലഭിച്ചിട്ടില്ല. നബി ചോദിച്ചു, അതെന്താണ്? ഞാൻ പറഞ്ഞു, താങ്കൾ അവരെ രണ്ടുപേരെയും ശപിക്കുകയും ചീത്ത പറയുകയും ചെയ്തു. നബി പറഞ്ഞു, ഞാൻ എൻ്റെ രക്ഷിതാവിനോട് നിബന്ധന വെച്ചത് നിനക്കറിയില്ലേ? ഞാൻ പറഞ്ഞു, അള്ളാഹുവേ, ഞാനൊരു മനുഷ്യനാണ്. ഞാൻ ഏതെങ്കിലും മുസ്ലിമിനെ ശപിക്കുകയോ ചീത്ത പറയുകയോ ചെയ്താൽ നീ അതവന് ഒരു പരിശുദ്ധിയും പ്രതിഫലവും ആക്കണമേ. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 45 ഹദീസ് നമ്പർ 88. സുന്ന.com പോയ സ്വഹീഹ് മുസ്ലിം 2600 ഹദീസാണ്. ഇനി അടുത്തത് അബൂഹുറൈറ നിവേദനം, നബി പറഞ്ഞു, അള്ളാഹുവേ, ഞാനൊരു മനുഷ്യനാണ്. മുസ്ലിങ്ങളിൽ നിന്ന് ഞാൻ ആരെയെങ്കിലും ചീത്ത പറയുകയോ അല്ലെങ്കിൽ അടിക്കുകയോ അല്ലെങ്കിൽ ശപിക്കുകയോ ചെയ്താൽ നീ അതവന് ഒരു പരിശുദ്ധിയും കാരുണ്യവും ആക്കണമേ. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 45 ഹദീസ് നമ്പർ 89. ഇനിയുണ്ട് അബൂഹുറൈറ നിവേദനം, നബി പറഞ്ഞു, അള്ളാഹുവേ, ഞാൻ നിന്നോട് ലംഘിക്കാത്തൊരു ഉടമ്പടി എടുക്കുന്നു. കാരണം ഞാനൊരു മനുഷ്യനാണ്. ഞാൻ ഏതെങ്കിലും വിശ്വാസിയെ ഉപദ്രവിച്ചാൽ, ചീത്ത പറഞ്ഞാൽ, ശപിച്ചാൽ, അടിച്ചാൽ നീ അതിനെ അന്ത്യദിനത്തിൽ അവനെ നിന്നോടടുപ്പിക്കുന്ന നമസ്കാരവും സക്കാത്തും ബലിയും ആക്കണമേ. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 45 ഹദീസ് നമ്പർ 90. ഇനി തീർന്നിട്ടില്ല, ഇനിയുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. ഇത് സ്വഹീഹ് ബുഖാരി എന്നുള്ളതാണ്. അബൂഹുറൈറ പറയുന്നു, തിരുമേനി പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു. അല്ലാഹുവേ, വല്ല മുസ്ലിമിനെയും ഞാൻ ശകാരിച്ചിട്ടുണ്ടെങ്കിൽ അത് പുനരുദ്ധാന ദിവസം അദ്ദേഹത്തിന് നിന്നെ സമീപിക്കാനുള്ള ഒരു സുഹൃതമാക്കി കൊടുക്കണമേ. സ്വഹീഹ് ബുഖാരി അധ്യായം 90 ഹദീസ് നമ്പർ 2145. ഇനി അടുത്തത് ഇബ്നു അബ്ബാസ് പറയുന്നത്, സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 45 ഹദീസ് നമ്പർ 96. ഞാൻ കുട്ടികളുടെ കൂടെ കളിക്കുകയായിരുന്നു. അപ്പോൾ നബി വന്നു. ഞാൻ വാതിലിന് പുറകിൽ മറഞ്ഞിരുന്നു. നബി വന്ന് എന്നെ അടിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ പോയി എനിക്ക് വേണ്ടി മുആവിയെ വിളിക്കുക. അപ്പോൾ ഞാൻ ചെന്നിട്ട് പറഞ്ഞു, അദ്ദേഹം ഭക്ഷണം കഴിക്കുകയാണ്. പിന്നെയും നബി എന്നോട് പറഞ്ഞു, നീ പോയി എനിക്ക് വേണ്ടി മുആവിയെ വിളിക്കൂ. ഞാൻ ചെന്നിട്ട് പറഞ്ഞു, അദ്ദേഹം ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ നബി പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിൻ്റെ വയറ് നിറയ്ക്കാതിരിക്കട്ടെ. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 45 ഹദീസ് നമ്പർ 96. ഇനി അടുത്തത് വേറെ ഹദീസ്, സ്വഹീഹ് മുസ്ലിം വാല്യം 1 ഭാഗം 1 ഹദീസ് നമ്പർ 237. ഇസ്മായിൽ ഇബ്നു മുഹമ്മദ് നിവേദനം, മുഹമ്മദ് ഇബ്നു സാദ് ഈ ഹദീസ് പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു. അതിൽ അദ്ദേഹം പറയുന്നു, അപ്പോൾ നബി അവിടുത്തെ കൈകൊണ്ട് എൻ്റെ കരണക്കുറ്റിക്ക് ഒരു അടി തരികയും അനന്തരം, ഹേ സാദേ, നീ യുദ്ധത്തിന് ഒരുങ്ങുകയാണോ? ഞാൻ ചിലർക്ക് കൊടുക്കും, മറ്റു ചിലർക്ക് കൊടുക്കുകയില്ല എന്ന് പറയുകയും ചെയ്തു. സ്വഹീഹ് മുസ്ലിം വാല്യം 1 ഭാഗം 1 ഹദീസ് നമ്പർ 237. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മുഹമ്മദിൻ്റെ ഒരു സ്ഥിതി, ഒരു ഗതികേട്, അവിടുത്തെ മുസ്ലിങ്ങളുടെയും ഗതികേട്. അതായത് ദേഷ്യം വരുന്ന സമയത്ത് കോപം നിയന്ത്രിക്കാൻ കഴിയാതെ തൻ്റെ അനുയായികളെ അടിക്കാൻ, ശപിക്കാൻ, പ്രാകാൻ ഒരു മടിയുമില്ലാതിരുന്ന മനുഷ്യനാണ് മുഹമ്മദ്. ഇത് നിർത്താൻ പറ്റുന്നില്ല. ഈ ദുസ്വഭാവം മുഹമ്മദിന് നിർത്താൻ പറ്റുന്നില്ല. ദേഷ്യം വരുന്ന സമയത്ത് ശപിക്കുക, ദേഷ്യം വരുന്ന സമയത്ത് അടിക്കുക, പ്രാകുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ചീത്ത വിളിക്കുക. അപ്പോൾ ഇത് സഹിക്കാൻ പറ്റാത്ത സ്ഥിതിയായി കഴിഞ്ഞപ്പോൾ മുഹമ്മദ് അത് സ്വഭാവം മാറ്റാനല്ല നോക്കുന്നത്. മുഹമ്മദ് എന്താ ചെയ്യുന്നതെന്നറിയോ? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ്? അള്ളാഹുവേ, ഞാനൊരു മനുഷ്യനാണ്. ഞാൻ ഏതെങ്കിലും മുസ്ലിമിനെ അടിച്ചാൽ, ശപിച്ചാൽ, ഞാൻ പ്രാഗിയാൽ അത് പുനരുദ്ധാന നാളിൽ അവനൊരു അനുഗ്രഹമാക്കി നീ കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ഇത് ആൾക്കാരെ പഠിപ്പിച്ചു. എനിക്ക് ദേഷ്യം വരുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ ചില ചീത്തയൊക്കെ വിളിച്ചെന്ന് വരും കേട്ടോ. ഞാൻ ചിലപ്പോൾ തെറി പറഞ്ഞെന്ന് വരും, ഞാൻ ചിലപ്പോൾ ശപിച്ചെന്ന് വരും, ഞാൻ ചിലപ്പോൾ നിങ്ങളെ ചീത്ത വിളിച്ചെന്ന് വരും, ഞാൻ ചിലപ്പോൾ നിങ്ങളെ അടിച്ചെന്നും വരും. പക്ഷെ ഇത് പുനരുദ്ധാന നാളിൽ നിങ്ങൾക്ക് ഇതൊക്കെ അനുഗ്രഹമായി തീരും. ഞാൻ അള്ളാഹുവിനോട് അങ്ങനെ ഒരു കരാർ വെച്ചിട്ടുണ്ട്. പുനരുദ്ധാന നാളിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഗുണം കിട്ടും. ഈ പാവം കാട്ടർവികൾ അങ്ങനെ തന്നെ അതൊക്കെ അങ്ങോട്ട് വിശ്വസിച്ചതിന് ശേഷം പിന്നെ മുഹമ്മദ് ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ സന്തോഷമാണ്. എനിക്കിതോ അനുഗ്രഹം കിട്ടി. അതാണ് ആയിഷ, നമ്മൾ ആദ്യം കണ്ട ഹദീസിൽ പറയുന്നത്. ആയിഷ പറയാണ്, രണ്ടുപേർ മുഹമ്മദിനോട് സംസാരിക്കാൻ വന്നു, ദേഷ്യം വന്നു കഴിഞ്ഞപ്പോൾ മുഹമ്മദ് അവരെ കുറേ ചീത്ത പറഞ്ഞു. അപ്പോൾ ആയിഷ പറയാണ്, ഇവരെ പോലെ ഭാഗ്യമുള്ളവർ ഇവിടെ ഇല്ല. എന്താ?
അല്ല, താങ്കൾ അവരെ ചീത്ത വിളിക്കുകയും ശപിക്കുകയൊക്കെ ചെയ്തല്ലോ. കാരണം ആ പുനരുദ്ധാരണ നാൾ അത് അവർക്ക് അനുഗ്രഹമായിട്ട് വരുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. എന്താണ് അവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക്. മുഹമ്മദിൻ്റെയും കൂട്ടരുടെയൊക്കെ ഒരു സ്ഥിതിയെ, ഇങ്ങനെ ഒരു നേതാവ് ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ ഒരു നേതാവിനെ പിന്തുടരുന്ന തലച്ചോറില്ലാത്ത അണികൾ വേറെ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ല, നിങ്ങൾ ഞങ്ങളുടെ കർത്താവിനെ നോക്ക്. ഞങ്ങളുടെ കർത്താവുണ്ടല്ലോ യേശു ക്രിസ്തു, നോക്ക്. അനുഗ്രഹത്തിൻ്റെ ദാതാവാണ് അവൻ. അവൻ്റെ വായിൽ വഞ്ചനയുണ്ടായിരുന്നില്ല, കയ്പുണ്ടായിരുന്നില്ല, പകയുണ്ടായിരുന്നില്ല, ശാപം ഉണ്ടായിരുന്നില്ല. അവൻ അനുഗ്രഹത്തിൻ്റെ വചനങ്ങളാണ് മൊഴിഞ്ഞത്, കാരുണ്യത്തിൻ്റെ വചനങ്ങളാണ് മൊഴിഞ്ഞത്. അതല്ലാതെ വേറൊന്നും അവൻ പറഞ്ഞിട്ടില്ല. അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ കേട്ടിട്ട് ആളുകൾ അവൻ്റെ അടുക്കിലേക്ക് ഓടിക്കൂടി. അവനെ പിടിക്കാൻ വേണ്ടി ഭടന്മാരയച്ചിട്ട് ഈ ഭടന്മാർ തിരിച്ചു ചെന്നിട്ട് സൻഹിദ്രി സംഘത്തിലുള്ളവർ അവരെ ചോദ്യം ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, ആ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ഞങ്ങൾ ഇതുവരെ ആരും സംസാരിക്കുന്നത് കേട്ടിട്ടില്ല എന്ന്. അവൻ്റെ വായിൽ നിന്ന് വന്ന ലാവണ്യ മൊഴികൾ അങ്ങനെയുള്ളതായിരുന്നു. അങ്ങനെയുള്ളൊരു കർത്താവ് ഇവിടെ അനുഗമിക്കാൻ കിടക്കുമ്പോൾ എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളെ, നിങ്ങൾ എന്തിനാണ് ഈ നിങ്ങളെ ശപിക്കുകയും ചീത്ത വിളിക്കുകയും അനുഗ്രഹിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്യാൻ ഒരു മടിയില്ലാത്ത, നിങ്ങളെയല്ല നിങ്ങളുടെയൊക്കെ പൂർവികരായിരിക്കുന്ന ആളുകളെ ആരെയൊക്കെ അടിക്കാൻ ഒരു മടിയില്ലാതിരുന്ന ഈ മുഹമ്മദിനെ നിങ്ങൾ പിൻപറ്റുന്നത് എന്ത് പ്രയോജനമാണ് നിങ്ങൾക്കുള്ളത്? ഈ മുഹമ്മദ് നിങ്ങൾക്ക് വേണ്ടി വല്ലതും ചെയ്തു തന്നിട്ടുണ്ടോ? ഞങ്ങളുടെ കർത്താവിനെ നോക്ക്. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പാപം തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ഞങ്ങളുടെ കർത്താവ് കുരിശിന്മേൽ കയറി ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഞങ്ങളുടെ നീതീകരണത്തിന് വേണ്ടി ഉയർത്തെഴുന്നേറ്റു, ഇന്ന് സ്വർഗത്തിൽ വസിക്കുന്നു. അധികം താമസിയാതെ തന്നെ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് വീണ്ടും വരും ഞങ്ങളെ കൊണ്ടുപോകുവാൻ വേണ്ടി. കർത്താവ് പറഞ്ഞു, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളുവാൻ വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ട് പോയ ആളാണ്. മനസ്സിലായ? സ്വർഗത്തിൽ ഞങ്ങളുടെ കർത്താവ് ഇരിക്കുന്നു, അവിടെ തന്നെ ഞങ്ങളും ഇരിക്കണമെന്ന് കർത്താവിന് ആഗ്രഹമുണ്ട്. കർത്താവ് ഞങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. അങ്ങനെയുള്ള ഉറപ്പ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ ഉറപ്പ് അത് കേവലം പുസ്തകത്തിൽ നിന്ന് ഞങ്ങൾ വായിച്ചുറപ്പല്ല, ഞങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ തന്നു. ആ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിലിരുന്ന് ഞങ്ങളുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നുണ്ട്, നീ ദൈവത്തിൻ്റെ മകനാണ്, നീ ദൈവത്തിൻ്റെ മകളാണ് എന്ന്. അത് ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾ അനുഭവിച്ചറിയുന്നതാണ്. പിന്നെ പാപമോചനം ലഭിച്ച സമയത്ത് ഞങ്ങൾക്കുണ്ടായൊരു സമാധാനമുണ്ട്, മനസമാധാനം. ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് വളരെ വലിയൊരു ഭാരം ഇറങ്ങിപ്പോയത് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞവരാണ്. അപ്പോൾ ഇതല്ല, ഇത് തിരുവചനം പറയുന്നത് അങ്ങനെ തന്നെ ഞങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ ഇന്നിങ്ങനെ ഉറപ്പോടുകൂടെ നിൽക്കുന്നത്. ഇന്ന് മരിച്ചാൽ അടുത്ത നിമിഷം ഞാൻ എൻ്റെ കർത്താവിനോട് കൂടെ ആയിരിക്കും. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഈ ദേഹം വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ, ദേഹത്തിൽ നിന്ന് ആത്മാവ് വിട്ടു കഴിഞ്ഞാൽ അത് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കും. ആ ഉറപ്പ് ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ധൈര്യത്തോടു കൂടെ നിൽക്കുന്നത്, ആരെയും ഭയപ്പെടാതെ നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ അനുകരിക്കാൻ കൊള്ളാവുന്ന ഇങ്ങനെ ഒരു മഹനീയ വ്യക്തിത്വം നിങ്ങളുടെ മുമ്പാകെ ഉള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇതുപോലെ അപകർഷത മാത്രം നിങ്ങൾക്ക് സമ്മാനിക്കുന്ന, ആളുകളുടെ മുമ്പിൽ നാണക്കേട് കൊണ്ട് തല കുനിച്ച് നിൽക്കേണ്ടി വരുന്ന, 4 ആൾ കൂടുന്നിടത്ത് നാണക്കേട് കൊണ്ട് തല കുനിക്കേണ്ടി വരുന്നൊരു മനുഷ്യനെ നിങ്ങൾ അനുഗമിക്കുന്നത്? മുഹമ്മദിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിനകത്ത് നിങ്ങളുടെ പണ്ഡിതന്മാർ, നിങ്ങളുടെ ചരിത്രകാരന്മാർ എഴുതി വെച്ച കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് നാണക്കേടുണ്ടാകുന്നു. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംഗതിയില്ല. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ അപ്പോസ്തലന്മാർ 2000 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്നവരാണ്. കൊല്ലം ഇത്രയായില്ലേ? 2000 കൊല്ലം, 2 സഹസ്രാബ്ദം. ഈ 2 സഹസ്രാബ്ദക്കാലത്തിനിടയിൽ ലോകത്ത് അനേക സംസ്കാരങ്ങൾ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ലജ്ജിക്കേണ്ടതായ യാതൊരു കാര്യവും ഈ സംസ്കാരത്തിനിടയിൽ, ചില സംസ്കാരത്തിൽ ചില കാര്യങ്ങൾ ശരിയായിരിക്കും, പിന്നെ അടുത്ത സംസ്കാരത്തിലേക്ക് വരുമ്പോഴായിരിക്കും അത് തെറ്റ്, ആ കാലത്ത് നാണക്കേട്. അടുത്ത സംസ്കാരത്തിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അത് വീണ്ടും ശരിയായെന്നും വരാം. ഇങ്ങനെയൊക്കെയാണ്. അത് ഓരോരോ സംസ്കാരങ്ങളിൽ വ്യത്യസ്തമായിട്ടാണ് ഓരോ കാര്യങ്ങളും. പക്ഷേ ബൈബിളിലെ കാര്യം, ഞങ്ങളുടെ കർത്താവോ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരോ, യേശു ക്രിസ്തുവിൻ്റെയോ അപ്പോസ്തലന്മാരുടെയോ കാര്യങ്ങളിൽ ഏതൊരു സംസ്കാരത്തിലുള്ള മനുഷ്യർക്കും, അത് ക്രിസ്ത്യാനികൾക്ക്, ആ സംസ്കാരത്തിൽ ഏതൊക്കെ സംസ്കാരത്തിൽ നിന്നും ക്രിസ്തുവിനെ സ്വീകരിച്ച് മുന്നോട്ട് വന്ന ആളുകൾക്ക് ഇതുപോലെ നാണം കെടേണ്ടി വന്നിട്ടില്ല. ഞങ്ങൾക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യവും ഞങ്ങളുടെ കർത്താവോ അപ്പോസ്തലന്മാരോ ചെയ്തിട്ടില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ പറയുന്നത് സുവിശേഷത്തെക്കുറിച്ച് മാത്രമല്ല, സുവിശേഷം അറിയിച്ച അപ്പോസ്തലന്മാരടക്കമുള്ള, പൗലോസ് അടക്കമുള്ള അപ്പോസ്തലന്മാരും അത് കഴിഞ്ഞു വരുന്ന ക്രൈസ്തവരുണ്ടല്ലോ, ഇവരുടെ കാര്യത്തിൽ ഒന്നും ഞങ്ങൾക്ക് ലജ്ജയില്ല. മനസ്സിലായി? ഞങ്ങൾക്ക് ലജ്ജയില്ല. കാരണം ഞങ്ങൾ ലജ്ജിക്കേണ്ടതായ, ഞങ്ങൾ തലകുനിക്കേണ്ടതായ, അപകർഷത കൊണ്ട് കൂനിക്കൂടി നിൽക്കേണ്ടതായ ഒരു പ്രവൃത്തിയും ഞങ്ങളുടെ കർത്താവോ അപ്പോസ്തലന്മാരോ ചെയ്തിട്ടില്ല. അതുപോലെ ഉന്നത വ്യക്തിത്വങ്ങളായിരുന്നു അവർ, മാതൃകായോഗ്യന്മാരായ ആളുകൾ, അനുകരിക്കാൻ കൊള്ളാവുന്നവരായ ആളുകൾ. കാരണം അപ്പോസ്തലന്മാരുടെയൊക്കെ മാതൃക എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തു സകല മനുഷ്യർക്കും മാതൃകയാണ്, ലോകത്തിന് റോൾ മോഡലായി നിൽക്കുന്നയാളാണ്. ആ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുക. ആ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വാ. ആ യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ തൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്നു. അതുകൊണ്ട്
ഇതുപോലെ ഈ കൊള്ളരുതാത്തൊരു മനുഷ്യനെ അനുഗമിക്കുന്നത് വിട്ടുകളഞ്ഞിട്ട് അനുകരിക്കാൻ കൊള്ളാവുന്ന, അനുഗമിക്കാൻ കൊള്ളാവുന്ന, വിശ്വസിക്കാൻ കൊള്ളാവുന്ന, പ്രസംഗിക്കാൻ കൊള്ളാവുന്ന, പ്രഘോഷിക്കാൻ കൊള്ളാകുന്ന യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് നിങ്ങൾ ദൈവമക്കളായി തീരുക. നിങ്ങൾ ഈ നരകത്തിൻ്റെ ആ അവകാശം ഉപേക്ഷിച്ചിട്ട് സ്വർഗത്തിൻ്റെ അവകാശികളായി മാറുക എന്നാണ് മുസ്ലിം സുഹൃത്തുക്കളെ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ അബ്ദുൽ നാസർ മീരാനെയും ശിങ്കിടികളും ഉണ്ടല്ലോ, അവരോടൊക്കെ പറയാനുള്ളത്, എല്ലാ ദാവക്കാരോടും പറയാനുള്ളത്, അനിൽകുമാർ അയ്യപ്പനും ട്രൂത്ത് ഫൈറ്റേഴ്സും പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നുണയാണെന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ ഇനിയുണ്ട്. ഞാൻ സമയം ഇത്ര ആയതുകൊണ്ട് നിർത്തുന്നതാണ്. ഹദീസുകൾ ഇഷ്ടം പോലെയുണ്ട്. മുഹമ്മദിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞ ഹദീസുകൾ, മുഹമ്മദിനെ മാരണം ബാധിച്ചത്, ഇന്ത്യയെ ആക്രമിക്കാൻ പറയുന്നത്, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം നുണയാണെന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കും. ഞങ്ങൾ ഹദീസ് തരാം. ഞങ്ങൾ വെറുതെ കഥ പറഞ്ഞൊന്നുമല്ല, ഭാവനയെന്ന് പറഞ്ഞതല്ല, തോന്നിയത് പറഞ്ഞൊന്നുമല്ല, കൃത്യമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാണ്. ആ പ്രമാണം നുണയാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കൽപ്പുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കുക. സ്വന്തം പ്രമാണം നുണയാണെന്ന് തെളിയിക്കേണ്ടി വരുന്ന ദുർഗതി ലോകത്ത് മുസ്ലിങ്ങളെ നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കുമില്ല. അത് ഭയങ്കര കഷ്ടം തന്നെ. ഞങ്ങൾ ബൈബിളിലുള്ള ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങൾ പറയില്ല നിങ്ങൾ നുണ പറഞ്ഞു എന്ന്. അത് ബൈബിളിലുള്ളതാണെങ്കിൽ ഞങ്ങൾക്കറിയാം അത് ബൈബിളിലുള്ളതാണ്. പക്ഷെ പലപ്പോഴും നിങ്ങൾ ബൈബിളിൽ ഉള്ളതല്ല പറയുന്നത്. നിങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ബൈബിളിലുള്ള വാക്യം പറയും, പിന്നെ ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യം കൂട്ടിച്ചേർക്കും, പിന്നെ അവസാനമാകുമ്പോൾ ബൈബിളിൻ്റെ വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ പല ക്രിസ്ത്യാനികളെയും നിങ്ങൾ ആശയക്കുഴപ്പത്തിലാക്കുന്നു. ആദ്യകാലത്ത് എന്നെയും ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് ഇവർ. ഞാൻ നോക്കിയപ്പോൾ ഞാൻ പണ്ട് വായിച്ച വാക്യമാണല്ലോ, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ വായിച്ച വാക്യമല്ലേ ഇത്, അയ്യോ അതങ്ങനെ ആയിരുന്നോ, ഇവർ ഈ പറയുന്ന പോലെ ആയിരുന്നു, ഞാൻ അങ്ങനെയല്ലല്ലോ ഇത് മനസ്സിലാക്കിയത്, എനിക്ക് തെറ്റിപ്പോയല്ലോ എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇവരെന്നോട് സംസാരിച്ചപ്പോൾ. ഇപ്പോഴൊന്നല്ല, വിശ്വാസത്തിൽ വന്ന സമയത്ത്. എന്നിട്ട് ഞാൻ പോയി പിന്നെ ബൈബിൾ എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവർ പറഞ്ഞതുപോലെയല്ല. ഇവർ പറയുമ്പോൾ തുടക്കം ബൈബിളിലുള്ളത് തന്നെ പറയും, അവസാനവും ബൈബിളിലുള്ളത് പറയും. പക്ഷേ ഇടയ്ക്ക് ചില വാചകങ്ങൾ ഒരു ട്വിസ്റ്റ് ചെയ്യും. അതിൻ്റെ ഉസ്താദാണ് ഈ മുഹമ്മദ് ഈസ. ലോറൻസ് ഇക്ക ഉണ്ടല്ലോ, ലോറൻസ് ഇക്കയുടെ അനിയൻ മുഹമ്മദ് ഈസ, അതുപോലെ മുഹമ്മദ് യഹിയ, അല്ല യൂസഫ് യഹിയ. ഇവന്മാർ രണ്ടുപേരും ഉസ്താദുമാരാണ്. ഇവർക്കൊരു ബൈബിൾ പശ്ചാത്തലം ഉള്ളതുകൊണ്ട് ഇവർ ബൈബിൾ വാക്യങ്ങൾ പറയുമ്പോൾ ഇവരങ്ങ് നമ്മൾക്കും വിചാരിക്കും പെട്ടെന്ന് ബൈബിൾ ഞാൻ വായിച്ചിട്ടുള്ള വാക്യമാണല്ലോ ഇത്. പക്ഷേ ഇവരുടെ ചില വാക്യങ്ങൾ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആ വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴും ബൈബിളിലെ വാക്യം തന്നെ ആയിരിക്കും. എന്നിട്ട് പറയുമ്പോൾ നമ്മൾ ആശയക്കുഴപ്പത്തിലാവും. അയ്യോ ഞാൻ ഇതുവരേക്ക് ഈ വാക്യം ഇങ്ങനെയല്ലല്ലോ വിചാരിച്ചിരുന്നത്, എനിക്ക് തെറ്റിപ്പോയല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ നിങ്ങൾ ബൈബിൾ എടുത്ത് നോക്കണം. ഇവർ പറയുമ്പോൾ നിങ്ങൾ ബൈബിൾ എടുത്ത് വായിച്ച് നോക്കണം. അപ്പോൾ മനസ്സിലാവും ഇവർക്ക് വേണ്ട ചിലപ്പോൾ ഒരു വാക്കായിരിക്കും, ചിലപ്പോൾ ഒരു വാക്കിൻ്റെ അതിൻ്റെ ടെൻസ് മാറ്റുന്നതായിരിക്കും. പാസ്റ്റ് ടെൻസ് ചിലപ്പോൾ ഫ്യൂച്ചർ ടെൻസിലേക്കോ അല്ലെങ്കിൽ പ്രസന്റ് ടെൻസിലേക്കോ മാറ്റി, ഇതൊക്കെ ചെയ്യുമാർ. അങ്ങനെ മാത്രമേ ഇവർക്ക് നമുക്കെതിരെ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ കൃത്യമായിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ട് അതിലുള്ളത് നോക്കി വായിക്കുന്നത്. ഒരക്ഷരം പോലും ഞങ്ങൾ മാറ്റുന്നില്ല, അതങ്ങനെ തന്നെ ഉള്ളതാണ് ഞങ്ങൾ വായിക്കുന്നത്, നിങ്ങളുടെ മുമ്പാകെ കാണിക്കുന്നത്. കാരണം ഞങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ട്. ഞങ്ങളുടെ ഭാഗത്ത് സത്യമുള്ളത് കൊണ്ട് ഞങ്ങളൊന്നും ഭയപ്പെടുന്നില്ല. നിങ്ങളുടെ പുസ്തകം സത്യമാണെന്നല്ല ഞാൻ പറഞ്ഞേ, ഞങ്ങൾ പറയുന്ന കാര്യം നിങ്ങളുടെ പുസ്തകത്തിലുള്ളതാണെന്നുള്ളത് സത്യമാണ്, അതാണ് ഉദ്ദേശിച്ചത്. അല്ലാണ്ട് ഖുർആൻ സത്യമാണെന്നോ ഹദീസ് സത്യമാണെന്നോ ഒന്നല്ല. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നുണയല്ല, നിങ്ങളുടെ പുസ്തകത്തിലുള്ളതാണ്. അതാണ് ഞങ്ങളുടെ വാദം. അപ്പോൾ അതിനെ ഖണ്ഡിക്കാൻ കൽപ്പുള്ള ഏതൊരാൾക്കും ഖണ്ഡിക്കാം, അതിനുള്ള സ്വാഗതം. അതുപോലെ സാധാരണക്കാരായ സത്യാന്വേഷികളായ മുസ്ലിങ്ങളോട് ഞങ്ങൾ പറയട്ടെ, നിങ്ങൾ ഇനിയെങ്കിലും ഇങ്ങനെ നാണം കെടാതെ പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ ഇങ്ങനെ നിങ്ങൾ അപമാനിതരാകാം. ഞങ്ങൾക്ക് തന്നെ വിഷമമുണ്ട് ഇതൊക്കെ പറയുമ്പോൾ, പലതും സത്യം പറയാമല്ലോ, പലതും പറയുമ്പോൾ വിഷമമുണ്ട്. കാരണം എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളുടെ മുഖങ്ങൾ മനസ്സിൽ വരും. അവരുടെ മുഖം ഓർക്കുമ്പോൾ പലതും പറയാൻ തോന്നുന്നില്ല. കാരണം അവരിതൊക്കെ കാണുന്നുണ്ട്, എനിക്കറിയാം അവരിത് കാണുന്നുണ്ട്. പക്ഷെ നിർവാഹമില്ല സുഹൃത്തുക്കളെ. ഇത് ഇവരെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഈ അബ്ദുൽ നാസർ മീരാൻ എന്ന് പറഞ്ഞ ആൾ ഇന്നലെ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്നലെ ഒരു റൂം അങ്ങനെ ഇടുകയില്ല. ഞാനിപ്പോൾ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റിട്ട്, ഇതിപ്പോൾ ഞായറാഴ്ച 9:30 പോകണം, 9 മണി കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഈ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഇതിങ്ങനെ റെക്കോർഡ് ചെയ്യാൻ നിൽക്കില്ലായിരുന്നു. ഇവർ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് പലതും. അപ്പോൾ എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളെ, എൻ്റെ കൂടെ പഠിച്ചവരും എൻ്റെ കൂടെ ജോലി ചെയ്തവരുമായ എല്ലാ മുസ്ലിം സുഹൃത്തുക്കളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇനിയെങ്കിലും ഇങ്ങനെ നാണം കെടാൻ നിൽക്കാതെ വിട്ടുകള. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ആളല്ല മുഹമ്മദ്. നിങ്ങളുടെ പണ്ഡിതന്മാർ നിങ്ങളെ പറ്റിച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ഈ ഉസ്താദുമാരുടെ പ്രസംഗം മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ, അല്ലാതെ പുസ്തകം വായിച്ച് നോക്കിയിട്ട് എന്താണ് എഴുതിയത് നിങ്ങൾ നോക്കിയിട്ടുണ്ട്? നിങ്ങൾ ഇനിയെങ്കിലും അതൊന്ന് ചെയ്യേ. എൻ്റെ വാക്ക് കേൾക്കണ്ട, എൻ്റെ വാക്ക് വിട്. നിങ്ങൾ നിങ്ങളുടെ പ്രമാണങ്ങളൊന്ന് വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്, നിങ്ങൾ കെണിയിൽപ്പെട്ട് കിടക്കുകയാണെന്ന്. ആ കെണിയിൽ നിന്ന് നിങ്ങൾ പുറത്തു വാ. ഞങ്ങൾ നിങ്ങളെ സഹായിക്കുകയാണ്, പുറത്തു വരാൻ വേണ്ടി നിങ്ങളെ സഹായിക്കാനാണ് ഇത്രയും സമയമൊക്കെ ചിലവഴിച്ച് ഞങ്ങൾ ഇതൊക്കെ പറയുന്നത്. ഏതായാലും നിങ്ങളെ ദൈവം അതിന് സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ.
ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി.